അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. വഉസല്ലി വഉസല്ലിമു അലാ അശ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിരില്ലല്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. യാ അയ്യുഹന്നാസ് തഖൂ റബ്ബക്കുമുല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ വഖലഖ മിൻഹാ സൗജഹാ വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാഅ വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം ഇന്നല്ലാഹ കാന അലൈക്കും റഖീബാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹാൻ നാസു വൽ ഹിജാറ അലൈഹാ മലായികത്തുൻ ഗിലാദുൻ ശിദാദുൻ ലാ യഅ്സൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, സ്നേഹാദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനി സഹോദരങ്ങളെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, നല്ലവരായ നാട്ടുകാരെ, നവോത്ഥാനം പ്രവാചക മാതൃക എന്ന വലിയൊരു ക്യാമ്പയിന്റെ ഭാഗമായി കേരളത്തിനകത്തും പുറത്തും മുജാഹിദ് പ്രസ്ഥാനം സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്രബോധന പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മളൊക്കെ ഒരുമിച്ച് കൂടുന്നത്. എന്തിനാണ് ഇത്തരത്തിലുള്ള പരിപാടികൾ? ഈ പരിപാടി കൊണ്ടുണ്ടാകുന്ന നേട്ടങ്ങൾ എന്ത് എന്ന ചോദ്യത്തിന് അംഗബലം കാണിച്ചും സംഘബലം കാണിച്ചും ആരെയെങ്കിലും ഭയപ്പെടുത്താനോ രാഷ്ട്രീയപരമായ നേട്ടങ്ങൾ ഉണ്ടാക്കാനോ സമുദായത്തിന്റെ താക്കോൽ സ്ഥാനത്ത് ഞങ്ങളാവണം എന്നു വാശി പ്രകടിപ്പിക്കാൻ വേണ്ടിയോ അല്ല ഇക്കാലം അത്രയും മുജാഹിദ് പ്രസ്ഥാനം ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കാറുള്ളത്. മറിച്ച് ഇന്നല്ലെങ്കിൽ നാളെ ലോകത്തൊരു ശക്തിക്കും തടയാനോ നിഷേധിക്കാനോ ആവാത്ത മരണമെന്ന യാഥാർത്ഥ്യം തേടിയെത്തുമ്പോ സുരക്ഷിതനായി നിർഭയത്വത്തോടുകൂടി ബാധ്യതകളും ഉത്തരവാദിത്തങ്ങളും നിർവഹിച്ച ഒരു മുഅ്മിനായി ജീവിച്ചു മരിക്കാൻ ഈ സമൂഹത്തിലുള്ള ഭൂരിപക്ഷ മുസ്ലിം സമൂഹത്തെയും പ്രാപ്തമാക്കുക, അവരുടെ ജീവിതത്തിന്റെ ലക്ഷ്യവും അർത്ഥവും അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുക, ഒരിക്കലും ശിർക്ക് ചെയ്യുന്ന അന്ധവിശ്വാസികളായി മരണത്തിലേക്ക് അവരെ തള്ളിവിടാതിരിക്കുക എന്ന ലക്ഷ്യമാണ് എക്കാലഘട്ടത്തിലും ഇത്തരത്തിലുള്ള പരിപാടികളെ കൊണ്ട്
ഇസ്ലാഹി പ്രസ്ഥാനം ആഗ്രഹിച്ചിട്ടുള്ളതും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതും. പ്രത്യേകിച്ച് സമകാലിക സാഹചര്യത്തിൽ ഓരോരുത്തർക്കും അവരവർക്ക് തോന്നിയ രൂപത്തിലാണ് മതത്തെ വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പരിശുദ്ധമാക്കപ്പെട്ട മതത്തിന്റെ ഒരുപാട് നല്ല വശങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ആ നല്ല കാര്യങ്ങളെക്കുറിച്ച് സമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്യേണ്ട പുരോഹിതന്മാര് പോലും കെട്ടുകഥകളും ഡിങ്കൻ കഥകളും മായാവി കഥകളും തുടങ്ങി ഇതര മതക്കാർക്ക് ഇസ്ലാമിനെ പരിഹസിക്കാനുള്ള ഗർഭം വീട്ടിൽ തന്നെയേ പറ്റൂ എന്ന വാദത്തിലേക്ക് വരെ മാറിക്കൊണ്ടിരിക്കുന്ന ദയനീയമായ കാഴ്ച. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഓരോരുത്തരുടെ ജീവിതത്തിലും കുടുംബത്തിലും വ്യക്തമായൊരു ധാരണയോടുകൂടി നമ്മുടെ സമൂഹത്തെയും കുടുംബത്തെയും രക്ഷപ്പെടുത്താൻ നമുക്ക് സാധിച്ചിട്ടില്ല എങ്കിൽ ഏറെ പരിതാപകരമായ ഒരു അവസ്ഥയിലേക്കാണ് ഇന്ന് മുസ്ലിം സമൂഹം കേരളത്തിൽ മാറിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഭാഗത്ത് മതം പഠിപ്പിക്കേണ്ട പുരോഹിതന്മാർ കെട്ടുകഥകളിലൂടെ പോകുമ്പോ മറുഭാഗത്ത് ഇങ്ങനെയൊക്കെ ഒരു മനുഷ്യർക്ക് തരം താഴാൻ സാധിക്കുമോ, ഇങ്ങനെയൊക്കെ ഒരു മനുഷ്യന് മാറുമോ എന്ന് ചിന്തിപ്പിക്കപ്പെടുന്ന മാരകമായ ലഹരിയുടെ ഭീകരമായ മുഖങ്ങളാണ് ഓരോ ദിനവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുന്ന മാതാവിന്റെ തലവെട്ടി മാറ്റുന്ന 19 വയസ്സുകാരൻ, യാതൊരു മനസാക്ഷിക്കുത്തുമില്ലാതെ വീട്ടിന്റെ കട്ടിലിനടിയിൽ നിന്നും പോലീസുകാര് കയ്യാമം വെച്ച് മജിസ്ട്രേറ്റിന്റെ മുൻപിലേക്ക് എത്തിക്കുമ്പോ ആ ക്രൂരമായ കൊലപാതകത്തെ റിപ്പോർട്ട് ചെയ്യാൻ വന്ന പത്രക്കാർക്ക് നേരെ ഫ്ലൈയിങ് കിസ് കൊടുക്കുന്ന ഒരു 19 വയസ്സുകാരൻ. എന്നെ ജനിപ്പിച്ചതിന്റെ കൂലിയാണ് ഞാൻ എന്റെ ഉമ്മാക്ക് കൊടുത്തത്, ഈ നശിച്ച ലോകത്തേക്ക് എന്നെ എന്തിനാണ് ജനിപ്പിച്ചു വിട്ടത്, അതിന്റെ കൂലിയാണ് ഞാൻ കൊടുത്തത് എന്ന് പറഞ്ഞ ആ മകന്റെ വാർത്തകൾ കേരളത്തിലെ മുഖ്യധാരാ പത്രങ്ങളൊക്കെ ആഘോഷിച്ച് തീരുമ്പോഴേക്കും വീണ്ടും നമ്മൾ കേട്ടു ഗ്യാസും കുറ്റികൊണ്ട് പിതാവിന്റെ തലതള്ളി പൊളിച്ച ഒരു 22 വയസ്സുകാരന്റെ കഥ. ആ വാർത്തകൾ അവസാനിക്കുമ്പോഴേക്കും വീണ്ടും നമ്മൾ കേട്ടു 16 വയസ്സുള്ള +1 വിദ്യാർത്ഥി ഗർഭം ധരിച്ചിരിക്കുന്നു. ആരാണ് അതിന്റെ ഉത്തരവാദി എന്ന് അന്വേഷിച്ചുകൊണ്ട് രക്ഷിതാക്കളും അധ്യാപകരും നിയമപാലകരും വെപ്രാളപ്പെട്ടോടുമ്പോൾ അതിന്റെ കാരണക്കാരനെ കണ്ടെത്തിയപ്പം അവർക്ക് തലപൊന്തിക്കാൻ പറ്റുന്നില്ല. കാരണം ആ 16 വയസ്സുകാരിയുടെ അനിയൻ 13 വയസ്സുകാരനായിരുന്നു അതിന്റെ ഉത്തരവാദി. മൂക്കത്ത് വിരൽ വെച്ച് എങ്ങോട്ടാണ് ഈ സമൂഹത്തിന്റെ പോക്ക്, എന്താണ് നമ്മളുടെ കുടുംബത്തിന് സംഭവിക്കുന്നത്, എവിടെയാണ് നമുക്ക് പിഴച്ചത് എന്നാശങ്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ വീണ്ടും നമ്മൾ കേട്ടു തിരുവനന്തപുരത്തെ വെഞ്ഞാറമ്മൂട്ടിൽ ഒരു കുടുംബത്തിലെ 6 പേരെ നിഷ്കരുണം ചതച്ചും വെട്ടിയും കൊലപാതകം ചെയ്ത ഒരു 24 വയസ്സുകാരന്റെ കഥ. വായിച്ചാസ്വദിച്ച് തീരുമ്പോഴേക്കും കോഴിക്കോടിന്റെ മണ്ണിൽ വീണ്ടും കേട്ടു നിസ്സാരമായൊരു ട്യൂഷൻ സെന്ററിന്റെ ഫെയർവെല്ലിന്റെ പേരിൽ നിലച്ചുപോയ ഗാനത്തിന് കൂക്കുവിളിയുടെ പേരിൽ തുടങ്ങി അവസാനം കൊട്ടേഷൻ സംഘങ്ങളെപ്പോലും നാണിപ്പിക്കുന്ന രൂപത്തിൽ തന്റെ നഞ്ചക്കുകൊണ്ട് സഹപാഠിയുടെ തലയൊട്ടി തല്ലിപ്പൊളിച്ച് യാതൊരു മനസാക്ഷിക്കുത്തുമില്ലാതെ തിരിച്ചു വീട്ടിലേക്ക് മടങ്ങി തന്റെ സഹപാഠിയുടെ കൊലപാതകത്തിൽ ഒരു മനസാക്ഷിക്കുത്തുമില്ലാതെ ജീവിക്കുന്ന കൗമാരങ്ങളുടെ കഥ. എവിടെയാണ് സമൂഹമേ നമുക്ക് പിഴച്ചത്? ഏതെങ്കിലും മതപ്രഭാഷണങ്ങൾ മലയാളത്തിൽ അവതരിപ്പിക്കാത്തത് കൊണ്ടാണോ? കേരളത്തിലെ മദ്രസകളിൽ ദീനീ വിദ്യാഭ്യാസത്തിന്റെ കുറവാണോ? ഈ സമൂഹത്തിലുള്ള ഓരോ കുടുംബങ്ങളിലേക്കും മനുഷ്യന്റെ സമാധാനം ദൈവീകതയിലൂടെ മാത്രമാണെന്നും ദൈവത്തിന്റെ വഴിയിൽ മാത്രമാണ് സമാധാനമെന്നും ആവർത്തിച്ച് പഠിപ്പിച്ചിട്ടും മലവെള്ളപ്പാച്ചിലെ ചണ്ടികളെ പോലെ തപ്പിയും തടഞ്ഞും മോഡലുകൾക്കനുസരിച്ചും ആധുനിക ഫാഷൻ അനുസരിച്ചും ജീവിക്കുന്ന ഇന്നത്തെ തലമുറകളും ഇന്നത്തെ കുടുംബങ്ങളുമാണ്
ഏതു കുടുംബത്തിന്റെയും നാശത്തിന്റെ കാരണം എന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം. കാരണം ഏതൊരു വസ്തുവും സൃഷ്ടിച്ചവനെ അതെങ്ങനെ നല്ല നിലയിൽ ഉപയോഗിക്കണം എന്നറിയാൻ സാധിക്കൂ, അല്ലേ? ഈ കൂട്ടത്തിലെ ഏതെങ്കിലും ഒരു കുടുംബത്തിലേക്ക് ഒരു വാഷിംഗ് മെഷീൻ ഇലക്ട്രോണിക്സിന്റേത് വാങ്ങണമെന്ന് തീരുമാനിച്ച മോങ്ങത്തോ കോഴിക്കോടോ ഉള്ള ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ചെന്ന് നമ്മൾ ആ വാഷിംഗ് മെഷീൻ ഒന്ന് പരിശോധിക്കും. പരിശോധിക്കുന്ന കൂട്ടത്തിൽ അവിടെയുള്ള വ്യക്തി പറയും, ഇത് ഉപയോഗിക്കാൻ പ്രത്യേകിച്ചൊരു കാറ്റലോഗ് മാർഗം വേണം. അത് പഠിപ്പിച്ചു തരാൻ വേണ്ടി സർവീസുകാരൻ വരും. അത് ഫിറ്റ് ചെയ്തിട്ട് അവൻ കുടുംബത്തിലെ ഉമ്മമാരോട് പറയും, ഇതിൽ ഇത്ര വെള്ളം മാത്രമേ ഉപയോഗിക്കാവൂ. അലക്കുന്നത് കോട്ടൺ ആണെങ്കിൽ, ഇനി പോളിസ്റ്റർ ആണെങ്കിൽ ഇത്ര വെള്ളമേ പറ്റൂ, ഇനി പട്ടിന്റേതാണെങ്കിൽ ഇത്രയേ പറ്റൂ, അതിൽ ഇത്ര ലിക്വിഡേ ഉപയോഗിക്കാവൂ, ഇത്ര മിനിറ്റേ അത് കറങ്ങാവൂ, ഇത്ര അളവിനനുസരിച്ച് വെള്ളം ചേർക്കാവൂ എന്ന് ആ സർവീസുകാരനോട് കൃത്യമായി ചോദിച്ച് മനസ്സിലാക്കി തന്റെ 35,000 വാഷിംഗ് മെഷീൻ ഏറ്റവും ഭംഗിയോടുകൂടി കൊണ്ടു നടക്കുന്ന പല കുടുംബത്തിലെയും മാതാപിതാക്കൾക്ക് ലോകത്തിന്റെ സൃഷ്ടാവ് നൽകുന്ന വിലമതിക്കാനാവാത്ത മക്കളെന്ന മഹാ അനുഗ്രഹത്തെ ജീവിതത്തിലേക്ക് ചേർത്ത് പിടിക്കാൻ പറ്റാത്തത് ലോകത്തിന്റെ സൃഷ്ടാവ് പഠിപ്പിച്ചൊരു വാക്യത്തിൽ നിന്നും നമ്മൾ അകന്നതുകൊണ്ടാണ്. അതുകൊണ്ട് റബ്ബ് വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചതും ഫഇമ്മാ യഅതിയന്നകും മിന്നീ ഹുദൻ ഫമൻ തബിയ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. രക്ഷിതാക്കളെ, നിങ്ങൾ ഭയപ്പെടേണ്ടി വരികയില്ല, നിങ്ങൾക്ക് ദുഃഖിക്കേണ്ടി വരികയില്ല. ഇന്ന് കേൾക്കുന്ന വാർത്തകൾ അമ്പരപ്പോടെയും ആശങ്കയോടെയും നിങ്ങളെ കുടുംബത്തിൽ നിങ്ങൾക്ക് സങ്കടപ്പെടേണ്ടി വരികയില്ല. എന്തു വേണം? ഫഇമ്മാ യഅതിയന്നകും മിന്നീ ഹുദൻ. മനുഷ്യനെ സൃഷ്ടിച്ച സൃഷ്ടാവ് പറയുന്നു, അവനെ ജീവിതത്തിലേക്ക് ചേർത്ത് പിടിക്കാൻ നിങ്ങൾക്ക് സൃഷ്ടാവ് പഠിപ്പിച്ചു തന്ന കാറ്റലോഗ് സ്വീകരിക്കണം. ആ സൃഷ്ടാവിന്റെ മാർഗം നിങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. നിങ്ങൾക്കൊരിക്കലും ദുഃഖിക്കേണ്ടി വരികയില്ല, നിങ്ങൾക്കൊരിക്കലും സങ്കടപ്പെടേണ്ടി വരികയില്ല. ആ തിരിച്ചറിവാണ് കുടുംബം. എന്റെ മക്കൾ, എന്റെ സമൂഹം, എന്റെ കുടുംബം അള്ളാഹുവിന്റെ ദീനിനനുസരിച്ച് ജീവിച്ചെങ്കിൽ മാത്രമേ എന്റെ കുടുംബത്തിലും നാട്ടിലും സമാധാനം പുലരൂ എന്ന വിശ്വാസം ഒരാളുടെ ഹൃദയത്തിൽ നിന്ന് നഷ്ടപ്പെടുകയും എന്നിട്ട് ജീവിതത്തിന്റെ വർണ്ണലോകത്ത് ആധുനികതയുടെ മൂടുപടമണിഞ്ഞ് ലിബറൽ മനോഭാവം പ്രചരിപ്പിക്കുന്നവന്റെ വാക്കുകളും കേട്ട് ജീവിതം ആസ്വദിക്കാനുള്ളതാ, ലൈഫ് ഈസ് വൺ ടൈം ഓഫർ, മൈ ബോഡി മൈ ചോയ്സ് എന്നൊക്കെ പഠിപ്പിക്കുന്നവന്റെ വാക്ക് കേട്ട് 15 സെക്കൻഡിന്റെ ഇൻസ്റ്റഗ്രാമും യൂട്യൂബും വാട്സപ്പും അപരന്റെ ജീവിതവും നോക്കി നമ്മളെ ജീവിതത്തെ നമ്മൾ ചിട്ടപ്പെടുത്തുമ്പോ അവിടെ നഷ്ടപ്പെടുന്നത് കുടുംബത്തിന്റെ ബർക്കത്ത് മാത്രമല്ല, നമ്മെ സ്നേഹിച്ച് പരിപാലിക്കേണ്ട സൃഷ്ടാവിന്റെ ബർക്കത്തും നമ്മളെ കുടുംബത്തിൽ നിന്നും നഷ്ടപ്പെടുകയാണ്. അവിടെയാണ് അല്ലാഹു തആല കൃത്യമായി ബോധ്യപ്പെടുത്തി തരുന്നതും നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്ന മാർഗം നിങ്ങളുടെ കുടുംബത്തോട് ചേർത്ത് നിർത്താൻ നിങ്ങൾക്ക് സാധിക്കണം. അതിനെന്ത് വേണം? ഏത് സെക്കൻഡും തിരിച്ചു പോകേണ്ട ഒരു മരണത്തെക്കുറിച്ച് സദാ നമ്മൾ ജീവിതത്തിലേക്ക് ആലോചിച്ചു കൊണ്ടിരിക്കണം, അല്ലേ? എത്ര അല്ലെങ്കിൽ എത്ര പെട്ടെന്ന് ഓരോരുത്തരെയും അള്ളാഹു കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കാണുന്ന പവറും പത്രാസും ജീവിതത്തിന്റെ അനുഭവങ്ങളും ആർഭാടങ്ങളും നശിക്കാൻ സെക്കൻഡുകൾ മതി. ലോകത്തിന്റെ സൃഷ്ടാവ് പഠിപ്പിച്ചതുപോലെ കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, മരിക്കും. ഈ ലോകത്ത് കാത്തിരുന്നാൽ കിട്ടും എന്നുറപ്പുള്ളത് മരണം മാത്രമാണ്. എന്റെ മുൻപിലിരിക്കുന്ന രക്ഷിതാക്കളോട് പറയട്ടെ, മക്കളുടെ കല്യാണം കൂടണം, നിങ്ങൾക്ക് സ്വപ്നം കാണാനേ പറ്റൂ. പേരക്കുട്ടികളുടെ കല്യാണം കാണണം, സ്വപ്നം കാണാനേ പറ്റൂ. അത് കിട്ടുമെന്നുറപ്പില്ല. അതിന്റെ മുൻപേ നമ്മൾ മരണപ്പെട്ടു പോയേക്കാം. വീടുണ്ടാക്കണം, യാത്ര പോകണം, എനിക്ക് വാഹനം വാങ്ങണം, എനിക്ക് ഉല്ലസിച്ച് ജീവിക്കണം, ഇതൊക്കെ നമുക്ക് ആഗ്രഹിക്കാനേ പറ്റൂ. കിട്ടിക്കൊള്ളണമെന്നില്ല, പക്ഷെ കിട്ടും എന്നുറപ്പുള്ളതൊന്നു മാത്രമാ റബ്ബ് നിശ്ചയിച്ച മരണം. അതെത്ര പണക്കാരനാണെങ്കിലും, എത്ര സ്വപ്നലോകത്ത് ജീവിക്കുന്നവനാണെങ്കിലും, ഈ ദുനിയാവിൽ എത്ര കഷ്ടപ്പെട്ടവനാണെങ്കിലും, ലോകത്തിന്റെ സൃഷ്ടാവ് പഠിപ്പിച്ചതുപോലെ അവന്റെ അവധി വന്നെത്തിക്കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് പോലും നീട്ടിക്കൊടുക്കുകയോ ഒരു സെക്കൻഡ് പോലും നേരത്തെയാക്കുകയോ ചെയ്യാത്ത, അവൻ ഓടിയൊളിക്കാൻ ആഗ്രഹിക്കുന്ന മരണം
അവനെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും. കുൽ, അതുകൊണ്ട് നബിയെ നീ അവരോട് പറയണം, ഇന്നൽ മൗത്തല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും. അവർ പേടിച്ചോടുന്ന മരണത്തെ ഏത് നിമിഷവും അവർ കണ്ടെത്തുക തന്നെ ചെയ്യും. ആ മരണത്തെക്കുറിച്ച് മുൻപ് തഴവ മുസ്ലിയാർ അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ പാടിപ്പറഞ്ഞതും മനോഹരമായിട്ട് അദ്ദേഹം അവതരിപ്പിച്ചൊരു വാക്കുണ്ട്. വലത്തുക ഉമ്മുക യബ്ന ആദമ ബാക്കിയ വന്നാസു ഹൗലക യൽഹഖൂന സുറൂറാ ഫഅമൽ ബിനഫ്സിക ഇദാ തകുൻ ബകാ ഫീ യൗമി മൗതിക ലാഹികൻ മസ്റൂറാ. വലത്തുക ഉമ്മുക യബ്ന ആദം, ആദമിന്റെ മക്കളെ, നിങ്ങളെ ഉമ്മ നിങ്ങളെ പ്രസവിച്ചിട്ടുള്ളത് ബാക്കിയ കരയുന്നവനായിക്കൊണ്ട. ജനിച്ച കുട്ടി ആശുപത്രിയിൽ വെച്ച് കരഞ്ഞിട്ടില്ലെങ്കിൽ ആശുപത്രി വെപ്രാളപ്പെടും, ഡോക്ടർമാര് ആശങ്കാകുലരാകും, രക്ഷിതാക്കൾ കണ്ണുനീരണിയും, കാരണം കുഞ്ഞ് കരയുന്നില്ല. പക്ഷേ വലത്തുക ഉമ്മുക യബ്ന ആദമ ബാക്കിയ വന്നാസ് ഹൗലക യൽഹഖൂന സുറൂറാ. അന്ന് നിന്റെ കരച്ചിൽ കണ്ട് കുടുംബക്കാര് ചിരിച്ചവരാ, അന്ന് നിന്റെ കരച്ചിൽ കണ്ട് ബന്ധുക്കൾ ആശ്വസിച്ചവരാ. എങ്കിൽ ഫഅമൽ ബിനഫ്സിക ഇദാ തകുൻ ബകാ ഫീ യൗമി മൗതിക ലാഹികൻ മസ്റൂറാ. നിന്റെ ചുറ്റുഭാഗത്തും കൂടി നിൽക്കുന്ന ആളുകൾ നിന്നെയോർത്ത് സങ്കടപ്പെട്ട് വിങ്ങിപ്പൊട്ടുന്ന ഒരു ദിനം വരാനുണ്ട്. വാപ്പാന്റെ മുഖത്തേക്ക് നോക്കി മക്കള് കരയുന്ന ദിനം, ഭർത്താവിന്റെ മുഖത്തേക്ക് നോക്കി നെഞ്ചുപൊട്ടുന്ന ഭാര്യയുടെ ദിനം, ഭാര്യന്റെ മുഖത്തേക്ക് നോക്കി വിതുമ്പിക്കരയുന്ന ഭർത്താവിന്റെ ദിനം, മാതാപിതാക്കളുടെ മയ്യത്തിന്റെ അരികിൽ നിന്നും കണ്ണ് കലങ്ങുന്ന മക്കളുടെ ദിനം. അന്ന് നിനക്ക് നിന്റെ ബന്ധുക്കൾ കരയുമ്പോ അവർക്ക് നടുവിൽ സുരക്ഷിതനായി പുഞ്ചിരിച്ച് നിന്റെ റബ്ബിനെ കാണണമെങ്കിൽ ഫഅമൽ ബിനഫ്സിക, തീർച്ചയായും നിനക്ക് നീ അധ്വാനിച്ചു തുടങ്ങണം, നിനക്കുള്ളത് നീ കണ്ടെത്തി തുടങ്ങണം. ഈ ലോകത്ത് സൃഷ്ടാവ് നൽകിയിട്ടുള്ള സർവ്വതിനെക്കുറിച്ചും ചോദ്യം ചെയ്യപ്പെടുമ്പോ അള്ളാഹു ചോദിക്കുന്ന ചോദ്യങ്ങളിൽ ഗൗരവപ്പെട്ട ഒരു ചോദ്യം, വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വല്ലർഹാം. വല്ലർഹാം, നിങ്ങളെ കുടുംബമാണ് മനുഷ്യരെ. 5 വക്ത് നമസ്കരിച്ചവനെ സ്വർഗത്തിലാക്കണമെങ്കിൽ അള്ളാഹു കുടുംബത്തെക്കുറിച്ചുള്ള ഉത്തരം കൊടുക്കണം. കഅബാലയം കണ്ട് തവാഫ് ചെയ്ത് ഹജ്ജ് ചെയ്തവന് അള്ളാഹുവിന്റെ സ്വർഗം കിട്ടണമെങ്കിൽ അള്ള ചോദിക്കുന്ന കുടുംബത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് ഉത്തരം കൊടുക്കണം. ആ ചോദ്യത്തിന്റെ ഉത്തരം അള്ളാഹുവിനോട് തിരിച്ചു പറയാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ആ പാരത്രിക ലോകത്ത് റബ്ബിന്റെ മുൻപിൽ കുടുംബമെന്ന മഹാ അനുഗ്രഹത്തെ കിട്ടി. ആ കിട്ടിയ അനുഗ്രഹത്തെ തൊട്ട് നിങ്ങൾ പൊട്ടിക്കരയുന്ന ഒരു ദിനം വരാനുണ്ട്. പകരം കൊടുക്കാമെന്ന് റബ്ബ് പറഞ്ഞാലും, പകരം നിനക്ക് തരാമെന്ന് റബ്ബിനോട് ആഗ്രഹം പ്രകടിപ്പിച്ചാലും പകരമൊന്നും സ്വീകരിക്കാത്ത, അല്ലേ വിശുദ്ധ ഖുർആനിലൂടെ റബ്ബ് പഠിപ്പിച്ചതുപോലെ യുബസ്സറൂനഹും യവദ്ദുൽ മുജ്രിമു ലൗ യഫ്തദി മിൻ അദാബി യൗമിഇദിൻ ബിബനി വസ്വാഹിബതിഹി വഅഖീഹി വഫസീലതി അല്ലതി തുബി വമൻ ഫിൽ അർളി ജമീആ. എന്റെ മക്കളെ തരാം, എന്റെ ഭാര്യയെ തരാം, എന്റെ ജ്യേഷ്ഠാനുജന്മാരെ തരാം, സമ്പാദിച്ച സമ്പത്തുകൾ തരാം, എന്റെ കുടുംബത്തെ തരാം, എനിക്ക് നീ നൽകുന്ന പലതും തരാം റബ്ബേ. സുമ്മയുൻസി, എന്നിട്ട് എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണേ നാദാ എന്ന് നെഞ്ചുപൊട്ടിക്കരയുന്ന അന്ന് റബ്ബ് ചോദിക്കുന്ന കുടുംബത്തെ മുൻനിർത്തി റബ്ബിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം കാണാൻ ആ ഉത്തരത്തിന് വേണ്ടിയാ പടച്ചോൻ ദുനിയാവ് തന്നത്. അല്ലാതെ ദുനിയാവ് നമുക്ക് വാരിപ്പിടിച്ച് ആലീസ് മട്ടിലെ കൊട്ടാരങ്ങൾ ഉണ്ടാക്കി ആളുകൾക്കിടയിൽ ജാടയും ഈഗോയും കാണിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടല്ല. ഈ ലോകത്ത് നമ്മളെക്കാൾ സമ്പാദിച്ച ആർക്കാ മരണത്തെ തടയാൻ പറ്റിയത്? കോടീശ്വരന്മാരുടെ കൂട്ടത്തിലുള്ള കേരളീയനായ ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന്റെ മാപ്പയുടെ ആക്സിഡന്റുമായി ബന്ധപ്പെട്ട് ആശുപത്രിയിലെത്തിയപ്പോ പറഞ്ഞൊരു വാക്കില്ലേ, എന്റെ പിതാവിന്റെ അപകടത്തിലും മാതാവിന്റെ അപകടത്തിലും ഞാൻ ആ ആശുപത്രിക്കാരനോട് പറഞ്ഞു, എത്ര കോടിയും കൊടുക്കാം, എനിക്കെന്റെ വാപ്പാനെയും ഉമ്മാനെയും തിരിച്ചു കിട്ടിയാ മതി, പക്ഷേ എന്റെ കോടികൾക്കൊന്നും ഒരു ജീവൻ പിടിച്ചു നിർത്താൻ പറ്റില്ലെന്ന ബോധ്യപ്പെടുത്തലോടുകൂടി മിനിറ്റുകൾക്കുള്ളിൽ എന്റെ വാപ്പാന്റെ മയ്യത്തായിരുന്നു ഐസിയുവിന്റെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് വന്നത്. ഞാനേറെ സ്നേഹിക്കുന്ന എന്റെ പ്രിയപ്പെട്ട വാപ്പാന്റെ ആയുസ്
സഹോദരന്മാരെ, ഇന്നലെ പറഞ്ഞതുപോലെ നമ്മുടെ പരിപാടി കഴിഞ്ഞിട്ട് പള്ളിയിൽ വെച്ച് ജമാഅത്തുണ്ടായിരിക്കുന്നതാണ്. അതുകൊണ്ട് ഇടക്ക് വെച്ച് ആരും തന്നെ എഴുന്നേറ്റ് പോകരുത് എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ഇവിടെ മുമ്പിൽ 4-5 കസാരകൾ ഒഴിവുണ്ട്. ആ ബാക്കിൽ നിൽക്കുന്നവര് വളണ്ടിയേഴ്സ് അവരങ്ങോട്ട് മാറ്റിയണമെന്ന് ഓർമ്മിപ്പിക്കുന്നു.
ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ്. പ്രിയപ്പെട്ടവരെ, ഞാൻ സൂചിപ്പിച്ചു വന്നത് ഏത് നിമിഷവും തിരിച്ചു പോകാവുന്ന ഒരു ജീവിതത്തിൽ വലിയ ചോദ്യങ്ങളാണ് കുടുംബത്തെ തൊട്ട് അള്ളാഹു നമുക്ക് നിശ്ചയിച്ചിട്ടുള്ളത്. ഈ ലോകത്ത് നിന്നും പലതും ലഭിക്കാതെയും അപ്രതീക്ഷിതമായും അള്ളാഹു തിരിച്ചു കൊണ്ടുപോകുന്ന കാഴ്ചകൾ നമ്മൾ കാണാറുണ്ട്. ഇക്കഴിഞ്ഞ പെരുന്നാളിന്റെ രണ്ടാമത്തെ ദിവസം ഒരു സാധുവായ ചെറുപ്പക്കാരൻ തന്റെ കൂട്ടുകാരോടൊപ്പം ഊട്ടിയിലേക്കൊരു യാത്ര പുറപ്പെടുകയുണ്ടായി. ഊട്ടിക്കടുത്തുള്ള ഗുഡല്ലൂര് മലമുകളിലേക്ക് കയറുമ്പോ ആ മൂന്ന് സുഹൃത്തുക്കൾക്കുമുള്ള ആഗ്രഹം വർണ്ണവിസ്മയമായ അള്ളാഹുവിന്റെ ദുനിയാവ് ഒന്ന് കാണണം എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ കുന്ന് കയറുന്നതിനിടക്ക് പലപ്പോഴും നാട്ടിലേക്ക് ഫോൺ വിളിച്ച് ആ യാത്രയുടെ മനോഹരമായ അവസ്ഥയെക്കുറിച്ചും ആ കുന്നിനെക്കുറിച്ചും ആ പ്രകൃതിയെക്കുറിച്ചുമൊക്കെ സംസാരിച്ചിരുന്ന ചെറുപ്പക്കാരുടെ കൂട്ടത്തിൽ സാബിർ എന്നൊരു ചെറുപ്പക്കാരന്റെ അരികിലേക്ക് ഒന്നോ രണ്ടോ കടന്നലുകൾ പാറി വന്നു. തലക്ക് വട്ടമിട്ട് പറക്കുന്ന ആ കടന്നലുകളുടെ കുത്തിൽ നിന്നും രക്ഷപ്പെടാൻ തന്റെ കയ്യിലുണ്ടായിരുന്ന ടവലെടുത്ത് വീശി, പോകാതായപ്പം ഷർട്ടയിച്ച് വീശി, പിന്നീടതാ നിമിഷ നേരം കൊണ്ട് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് കടന്നൽ കൂട്ടങ്ങൾ ആ ചെറുപ്പക്കാരന്റെ ശരീരം പൊതിഞ്ഞു. കൂടെ പോയ കൂട്ടുകാര് സങ്കടത്തോടെ പലപ്പോഴും രക്ഷപ്പെടുത്താൻ ശ്രമിച്ചിട്ടും അടുക്കാനാവാത്ത നിലക്ക് ആ കടന്നൽ കൂട്ടങ്ങൾ ആ ചെറുപ്പക്കാരനെ വളഞ്ഞിട്ട് കുത്തി. മണിക്കൂറുകൾക്കപ്പുറം ഫയർഫോഴ്സുകാരൻ തീപ്പന്തം കത്തിച്ച് മലമുകളിലെത്തുമ്പോഴേക്കും കടന്നൽ കുത്തലിന്റെ വേദനയോടെ ശരീരം സങ്കടപ്പെട്ട് ആ ചെറുപ്പക്കാരൻ അള്ളാഹുവിന്റെ അരികിലേക്ക് മടങ്ങിയിരുന്നു. അള്ളാഹു ആവർത്തിച്ച് മനുഷ്യരോട് ആ കാര്യം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. മിൻ അയ്യു ശൈഇൻ ഖലഖഹു മിൻ നുത്ഫത്തിൻ ഖലഖഹു ഫഖദ്ദറ സുമ്മ സബീല യസ്സറ സുമ്മ അമാതഹു ഫഅഖ്ബറ സുമ്മ ഇദാ ശാഅ അൻശറ. മനുഷ്യരെ, നിങ്ങൾ എന്തൊന്നിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടതെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? നിസ്സാരമായൊരു ഇന്ദ്രിയത്തുള്ളിയിൽ നിന്നും ഈ കാണുന്ന മനോഹരമായ ഒരു ജീവിതം നിങ്ങൾക്ക് സൃഷ്ടാവ് നൽകിയിട്ടുണ്ടെങ്കിൽ സുമ്മ അമാതഹു ഫഅഖ്ബറ, തീർച്ചയായും നിങ്ങൾ ഓരോരുത്തരും മരണത്തെ കണ്ടുമുട്ടുകയും ആ മരണത്തെ പുൽകുകയും തന്നെ ചെയ്യും. ആ മരണം തേടിയെത്തുന്നതിന്റെ മുൻപ് റബ്ബ് നമ്മളെ വിശ്വസിച്ചേൽപ്പിച്ച കുടുംബത്തെ ഏറ്റവും മനോഹരമായി അള്ളാഹുവിന്റെ സ്വർഗത്തിന് വേണ്ടി പ്രാപ്തമാക്കുക, ആ സ്വർഗത്തിലേക്ക് എത്തുന്ന ഒരു കുടുംബമായി മാറുക എന്നതാണ് നമ്മളുടെ ഏറ്റവും വലിയ സ്വപ്നം. ബാക്കിയെല്ലാം ദുനിയാവിൽ ഇട്ടേച്ചു പോകേണ്ടതാ, നശിച്ചു പോകേണ്ടതാ. ഈ ഒരു മോങ്ങം അങ്ങാടിയിലെ ഈ പറമ്പാരുടേതെന്ന് ചോദിക്കുമ്പോ അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ ജനങ്ങൾ പറയും അത് അഹമ്മദ് കോയ ഹാജിയുടേതാ. അഹമ്മദ് കോയ ഹാജിയെ മണ്ണിലേക്ക് വെച്ച് തിരിച്ചു വന്നാൽ 1 മാസമോ 2 മാസമോ കഴിഞ്ഞാൽ ഇതേ സ്ഥലം ആ മക്കൾ ഓരോരുത്തരും പങ്കിട്ടെടുക്കും. ഏകദേശം 150-200 കൊല്ലങ്ങൾക്കപ്പുറം ഈ മണ്ണിവിടെ ഉണ്ടാകും. ഇത് കൈവശം വെച്ച പലരും മണ്ണിന്റെ അടിയിലാണെങ്കിൽ ഇന്ന് ഞാനും നിങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മണ്ണും പൊന്നും വിണ്ണും ഇതൊക്കെ പടച്ച റബ്ബിന്റെ മുൻപും പലർക്കും കൊടുത്തതാ. ഒന്നുമില്ലാതെ ഈ ദുനിയാവിലേക്ക് വന്ന് ഒന്നുമില്ലാതെ പടച്ച റബ്ബിന്റെ അരികിലേക്ക് തിരിച്ചു പോകുന്ന ഒരു ജീവിതത്തിന്റെ ഉടമകൾ, ശരീരത്തിന്റെ ഉടമകൾ. ആ റബ്ബ് ചോദിക്കുന്ന വലിയൊരു ചോദ്യം നമ്മളുടെ കുടുംബത്തെ കുറിച്ചാണ്. ആ കുടുംബം എന്ന മഹാസൗഭാഗ്യം ലഭിക്കാത്തവരുണ്ട് ഇല്ലേ? ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപ് ഒരു ചെറുപ്പക്കാരൻ ജുമഅക്ക് വേണ്ടി പള്ളിയിൽ വന്നു. ജുമഅക്ക് ശേഷം ഒരുപാട് കരഞ്ഞിരിക്കുന്ന ചെറുപ്പക്കാരന്റെ അരികിൽ ചെന്ന് എന്തുകൊണ്ടാ കരയുന്നത് എന്ന് ചോദിച്ചപ്പം അവൻ പറഞ്ഞൊരു വാക്കുണ്ട്. എന്റെ അനിയനെ പ്രസവിച്ചതിന് ശേഷം 4ാമത്തെ ആഴ്ച ഉമ്മ അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകി. പിന്നീട് അങ്ങോട്ട് ഞാനും അനിയനും താമസിച്ചത് വാപ്പാന്റെ കൂടെയാണ്.
ഞങ്ങളെ വിചാരിച്ച് വാപ്പ വിവാഹം കഴിക്കാതിരുന്നു. അമ്മായിമാരൊക്കെ ഞങ്ങൾ വന്നു നോക്കി. അൽഹംദുലില്ലാ ഈ പ്രായത്തിൽ ഏകദേശം കഴിഞ്ഞ കൊറോണയ്ക്ക് ശേഷം ഒരു കൊല്ലം കഴിഞ്ഞപ്പോ വാപ്പയും ഞങ്ങളെ വിട്ടുപോയി. പിന്നീട് ആ വീട്ടിൽ ഞാനും അനിയനും മാത്രമാണ്. ഒരു മാസങ്ങൾക്ക് മുൻപ് എന്റെ വിവാഹമായിരുന്നു. എന്റെ വിവാഹത്തിന് വസ്ത്രം മാറി ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോ എനിക്കൊന്ന് കൈപിടിച്ച് സലാം പറയാൻ വാപ്പല്ല. എന്നെ ഒന്ന് അണച്ചുകൂട്ടി ഒരു ഉമ്മ തന്നിട്ട് പോയി വാ എന്ന് പറയാൻ ഉമ്മല്ല. അതിനേക്കാളേറെ ഞാൻ നിക്കാഹ് കഴിഞ്ഞ് കൂട്ടിക്കൊണ്ടുവന്ന പെണ്ണ് വീട്ടിന്റെ മുറ്റത്ത് നിൽക്കുമ്പം ഒന്ന് കൈ പിടിച്ച് മകന്റെ പെണ്ണിനെ കൂട്ടിക്കൊണ്ടുപോകുന്ന സന്തോഷത്തോടുകൂടി ഒന്നകത്തേക്ക് കൊണ്ടുപോകാൻ എനിക്കെന്റെ ഉമ്മയില്ല, എനിക്ക് പെങ്ങളില്ല. ഇന്നും ഞാൻ എന്റെ വീട്ടിൽ കയറുമ്പോ എന്റെ മനസ്സ് വല്ലാതെ വിങ്ങാറുണ്ട്. കാരണം വാപ്പയും ഉമ്മയും ഒക്കെ ഉണ്ടാവുക എന്നുള്ളതും അതൊക്കെ എത്രമാത്രം വലിയ സമ്പത്തായിരുന്നു എന്നും അതൊക്കെ എത്ര വലിയ സമാധാനമായിരുന്നെന്നും ഇന്നെനിക്ക് ബോധ്യപ്പെടുന്നുണ്ടെന്ന്. വാപ്പയില്ലാത്ത ഉമ്മയില്ലാത്ത ഒരു പെങ്ങളില്ലാത്ത ഒരാങ്ങളെ നെഞ്ചുപൊട്ടി കരയുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പടച്ചോൻ തന്ന വലിയ നിയമത്താ കുടുംബം. ഒരു വാപ്പയും ഉമ്മയും മക്കളും കുടുംബവും രക്ഷിതാക്കളും ഭാര്യയും ഭർത്താവും ഒക്കെ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ഇപ്പോഴും മരിച്ചുപോയ ഭാര്യനെ ഓർത്ത് കരയുന്നവരില്ലേ? ഈ കൂട്ടത്തിലെ പലരുടെയും ഭാര്യമാരും പടച്ചോന്റെ മണ്ണിന്റെ അടിയിലായിരിക്കും. ഓരോ ഭക്തിനും അള്ളാന്റെ നേരെ കൈനീട്ടുമ്പോ ചാരത്ത് കടന്നുറങ്ങി കുശുമ്പ് പറഞ്ഞ് ഒരു കാലത്ത് നെഞ്ചോടൊട്ടിക്കടന്നിരുന്ന പലരും ഇന്ന് മണ്ണിന്റെ അടിയിലാകുമ്പോ നഷ്ടപ്പെട്ടുപോയ ഭാര്യയെ ഓർത്തുകൊണ്ട് നെഞ്ചുപൊട്ടി ജീവിക്കുന്ന പലരും ഈ കൂട്ടത്തിലുണ്ട്. ഭർത്താവിനെ ഓർത്ത് ജീവിക്കുന്ന പല ഭാര്യമാരും ഈ കൂട്ടത്തിലുണ്ട്. ഒരു ധൈര്യം കിട്ടാൻ മരിച്ചുപോയ ഭർത്താവിന്റെ കുപ്പായമെടുത്ത് മക്കള് പോലും കാണാതെ ഒന്ന് ഉമ്മ കൊടുത്ത് തലമാരയിൽ വെക്കുന്ന ഒരുമ്മയുടെ മനസ്സിൽ അള്ള കൊടുത്ത ഏറ്റവും വലിയ നിയമത്തായിരുന്നു ഭർത്താവെങ്കിൽ, ഭാര്യയെങ്കിൽ, മക്കളെങ്കിൽ റബ്ബ് തന്ന എല്ലാ അനുഗ്രഹങ്ങളെ കുറിച്ചും റബ്ബ് ചോദിക്കും. ആ അനുഗ്രഹങ്ങളിൽ റബ്ബ് നമുക്ക് നൽകിയിട്ടുള്ള കുടുംബത്തെ നമ്മൾ എത്രത്തോളം പരിഗണിച്ചിട്ടുണ്ട്? ആ കുടുംബത്തെ എത്രത്തോളം സ്വർഗത്തിലെത്തിക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിച്ചിട്ടുണ്ട്? ആ കുടുംബത്തിന് വേണ്ടി എന്ത് ത്യാഗം ചെയ്യാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിച്ചിട്ടുണ്ട് എന്ന് ഇന്ന് നമുക്ക് ചിന്തിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ നാളെ കേൾക്കാവുന്ന അപകടകരമായ ഭീകര വാർത്ത എന്റെയും നിങ്ങളുടെയും കുടുംബത്തിലായിരിക്കും. തലവെട്ടിയവൻ വെഞ്ഞാറമുട്ടുകാരനാണെങ്കിൽ, ഉമ്മാനെ വെട്ടിക്കൊന്നവൻ താമരശ്ശേരിക്കാരനാണെങ്കിൽ, നഞ്ചക്ക് കൊണ്ട് സഹപാഠിയുടെ തല തല്ലിപ്പൊളിച്ചവൻ പരപ്പൻ പൊയിലുകാരനാണെങ്കിൽ, നാളെ മോങ്ങത്തിന്റെയും മൊറയൂരിന്റെയും ഇടയിലുള്ള എന്റെയും നിങ്ങളുടെയും കുടുംബവും വീടും പത്രക്കാർക്ക് ആഘോഷിക്കാനുള്ള ഒരു വേദിയായി മാറാൻ അല്ലെങ്കിൽ നിമിഷങ്ങൾ മതി. അത് സംഭവിക്കാതിരിക്കാൻ നമ്മളെ കുടുംബത്തെ നമ്മൾക്ക് ജാഗ്രതയോടെ കാണാൻ പറ്റണം. അതുകൊണ്ടാണല്ലോ സഹാബാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും ആഗ്രഹം അവരുടെ കുടുംബത്തെ സ്വർഗത്തിലെത്തിക്കാൻ വേണ്ടിയാണ്, ആ കുടുംബത്തെ സ്വർഗത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്. ഒരിക്കൽ ഖൈസമ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ചരിത്രം പറയാറുണ്ട്. ഖൈസമ റളിയല്ലാഹു അൻഹു വിവാഹം കഴിച്ച് ഭാര്യ ഗർഭം ധരിച്ച് പ്രസവിച്ചു. മകന് സഈദ് എന്ന പേരും കൊടുത്തു. ദിവസങ്ങൾക്കുള്ളിൽ ആ ഉമ്മ മരണപ്പെട്ടു. മരിച്ച ആ ഉമ്മയുടെ വേദന അറിയിക്കാതെ മകൻ സഈദിനെ ഖൈസമ റളിയല്ലാഹു അൻഹു പൊന്നുപോലെ വളർത്തും. ഓരോ പ്രായത്തിലും കൊടുക്കേണ്ട അറിവ് കൊടുക്കും. വാപ്പയും മകനും ഒത്ത ശരീരത്തിന്റെ ഉടമക്കാര്, രണ്ടുപേരും ഒരേ വലുപ്പമെത്തുന്ന യൗവനത്തിൽ വീട്ടിന്റെ അകത്തിരുന്ന് ഭക്ഷണം പാകം ചെയ്യുന്ന ഒരു ദിവസം മദീനത്തെ പള്ളിയിൽ നിന്ന് വല്ലാത്തൊരു ശബ്ദം കേട്ടു. വാളിന്റെ ശബ്ദങ്ങളൊക്കെ കേട്ടപ്പോ സഈദ് എന്ന മകനെ അടുത്തു വിളിച്ചിട്ട് ഖൈസമ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മോനെ സഈദേ, നീ ഒന്ന് മദീന പള്ളിയുടെ അരികിലേക്ക് ചെല്ലണം. അള്ളാഹുവിന്റെ തിരുദൂതനെ ആരെങ്കിലും ഉപദ്രവിക്കുകയാണെങ്കിൽ നീ വന്ന് വിവരം പറയണം. വാപ്പ ആ വിഷയത്തിൽ ഇടപെടും. മകനെ യാത്രയാക്കി ഖൈസമ റളിയല്ലാഹു അൻഹു വീട്ടിൽ കാത്തിരിക്കാൻ തുടങ്ങി. എന്താ കാരണം എന്നറിയാൻ. നിമിഷങ്ങൾ കഴിഞ്ഞിട്ടും മകൻ തിരിച്ചു വരുന്നില്ല. അവസാനം മകനെ തെരയാൻ വേണ്ടി ഇറങ്ങാൻ നേരത്ത് ദൂരെ നിന്നും ഓടിക്കതച്ചു വന്ന മകൻ സഈദ് റളിയല്ലാഹു അൻഹു ഉപ്പ ഖൈസമ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, വാപ്പാ, നിങ്ങളുടെ വാളെവിടെ? വീണ്ടും ആ വാപ്പ ചോദിച്ചു, മോനെ, നീ പോയ വിവരം പറ. വാളെവിടെ വാപ്പ? എറയത്ത് തൂക്കിയിട്ടിരുന്ന വാളെടുത്ത് തരയിൽ തിരികി. തിരിച്ചോടാൻ നിൽക്കുന്ന സഈദ് എന്ന മകനെ പിൻഭാഗത്ത് നിന്ന് പിടിച്ചു വെച്ചിട്ട് വാപ്പ ഖൈസമ റളിയല്ലാഹു അൻഹു ചോദിച്ചു, സഈദേ,
ഒരു വിവരം അറിയാൻ പറഞ്ഞയച്ചതല്ലേ നിന്നെ ഞാൻ? ആ വിവരം എന്താന്ന് പറ. സഈദ് റളിയല്ലാഹു അൻഹു തിരിച്ചു പറഞ്ഞു, വാപ്പാ, അള്ളാന്റെ ഹബീബായ നബി തങ്ങളെ ആരും ഉപദ്രവിക്കുന്ന ശബ്ദമല്ല അത്. മറിച്ച് ഉഹദ് യുദ്ധത്തിലേക്ക് പുറപ്പെടാൻ വേണ്ടി സഹാബത്തിനെ പ്രവാചകൻ കൽപ്പിച്ചപ്പോ സഹാബാക്കൾ ആവേശപൂർവം അവർക്ക് കിട്ടാവുന്ന ആയുധങ്ങളും എടുത്ത് സഫായി നിൽക്കുന്ന ശബ്ദമാണത്. അതുകൊണ്ട് തന്നെ ഉപ്പ, ആ യുദ്ധത്തിൽ പങ്കെടുക്കുന്നവർക്ക് സ്വർഗമാണ് റബ്ബിന്റെ വാഗ്ദാനമെന്നും ഹബീബായ നബി തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് ആ സ്വർഗം വേണം വാപ്പ, എനിക്ക് ആ സ്വർഗത്തിൽ ഒരിടം വേണം. എന്റെ കൂട്ടുകാരും കുടുംബക്കാരും ബന്ധുക്കളും ആ സ്വർഗത്തിന് വേണ്ടി സഫായി നിൽക്കുന്നത് കണ്ടപ്പോ ഞാൻ അവിടെ കയറി നിന്നു. കയ്യിൽ ഉപയോഗത്തിന് ആയുധങ്ങൾ ഇല്ലെന്ന് കണ്ടപ്പോ ആ ആയുധത്തിന് വേണ്ടി തിരിച്ചോടി വന്നതാണ് വാപ്പ. മകന്റെ മുഖത്തേക്ക് നോക്കി ഖൈസമ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മോനെ സഈദേ, നിനക്കിനിയും അവസരങ്ങളുണ്ടാകും. വാപ്പ ഖൈസമയുടെ തല നരച്ചു തുടങ്ങിയിട്ടുണ്ട്. ഉപ്പയുടെ കണ്ണിന്റെ കാഴ്ചശക്തി കുറഞ്ഞിട്ടുണ്ട്. ഉപ്പാന്റെ കൈ ബലഹീനത കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മോനെ, ഉപ്പ പങ്കെടുക്കാം യുദ്ധത്തിൽ. തിരിച്ച മകൻ ഉപ്പാന്റെ മുഖത്തേക്ക് നോക്കി പുഞ്ചിരിയോടെ പറഞ്ഞത്, ഉപ്പാ, ഞാൻ ജനിച്ച അന്ന് മുതൽ നിങ്ങളുടെ നാവുകളിലൂടെ സ്വർഗം ഞാൻ കണ്ടിട്ടുണ്ട് വാപ്പ. നിങ്ങൾ എന്നെ മോഹിപ്പിച്ചത് ആ സ്വർഗമാണെങ്കിൽ, ആ സ്വർഗത്തിന് വേണ്ടിയാണ് നിങ്ങൾ എന്നോട് കൽപ്പിച്ചതെങ്കിൽ എനിക്ക് ആ സ്വർഗം മതി വാപ്പ. നിങ്ങളെക്കാൾ മുൻപ് ആ സ്വർഗം എനിക്ക് നേടണം. ദുനിയാവിൽ നിങ്ങളാണ് ആദ്യമെങ്കിൽ സ്വർഗത്തിൽ ഞാനാവട്ടെ വാപ്പ എന്ന് സമ്മതം വാങ്ങി ആ യുദ്ധക്കളത്തിലേക്ക് പുറപ്പെട്ടു. യുദ്ധക്കളത്തിൽ വെച്ച് അദ്ദേഹം ഷഹീദായി എന്ന് കേട്ടപ്പോ മദീന പള്ളിയുടെ മുൻഭാഗത്ത് നിന്ന് കണ്ണു നിറഞ്ഞ് തിരിഞ്ഞു നടക്കുന്ന ഖൈസമ റളിയല്ലാഹു അൻഹുവിനോട് സഹാബത്ത് ചോദിച്ചു, ഖൈസമ, കരയുകയാണോ? കരയാനാണോ പഠിപ്പിച്ചത് പ്രവാചകൻ? സഹാബാക്കൾ അത് ചോദിച്ചപ്പോ അറിയാതെ കണ്ണു നിറയുന്ന ഖൈസമ റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്തേക്ക് നോക്കി അള്ളാഹുവിന്റെ തിരുദൂതൻ പറഞ്ഞു, ആരും ഖൈസമാനെ കുറ്റം പറയരുത്. അത് കണ്ണുനീര് ഒരു വാപ്പാക്ക് മക്കളോടുള്ള സ്നേഹമാ. ആ സ്നേഹം ഖൈസമ കരഞ്ഞു തീർക്കട്ടെ. അദ്ദേഹത്തെ നിങ്ങൾ കുറ്റം പറയരുത് എന്ന് കണ്ണുനീരോടെ തിരുദൂതനും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നത്തെ സഹാബത്തിന്റെ ആഗ്രഹങ്ങൾ അതായിരുന്നു. കയറിക്കിടക്കാൻ വീടില്ലെങ്കിലും കഴിക്കാൻ ഭക്ഷണമല്ലെങ്കിലും ഒരിക്കലും മക്കളെ നരകത്തിലേക്ക് കൊണ്ടുപോയില്ല എന്നുള്ളൊരു തീരുമാനം. മദീന പള്ളിയിൽ സുബഹി നിസ്കരിച്ച് സലാം വീട്ടി പെട്ടെന്നൊരു സ്വഹാബത്ത് എഴുന്നേറ്റ് ഓടുന്നു. അള്ളാഹുവിന്റെ തിരുദൂതൻ ചോദിച്ചു, യാ ഫുലാൻ, എങ്ങോട്ടാ? റബ്ബ് കാത്തിരിക്കുന്ന സമയം റബ്ബിനോട് ചോദിക്കേണ്ടതിന് പകരം നീ എങ്ങോട്ടാ ഇറങ്ങി ഓടുന്നത്? ആ സ്വഹാബത്ത് തിരിഞ്ഞു നിന്ന് പറഞ്ഞു, റസൂലേ, 3 ദിവസമായി ഞാൻ പട്ടിണിയാ. എന്റെ മക്കളും എന്റെ അയൽപ്പക്കക്കാരന്റെ ഈത്തപ്പഴം കൊലച്ചിട്ടുണ്ട്, അത് പാകമായിട്ടുണ്ട്. ചെറിയൊരു കാറ്റടിച്ചാൽ അതെന്റെ പറമ്പിലേക്ക് വീഴും നബിയെ. ഞാനെങ്ങാനും വീട്ടിലെത്തുന്നതിന്റെ മുൻപ് എന്റെ മക്കളെങ്ങാനും എഴുന്നേറ്റതെടുത്തു കഴിച്ചാൽ എന്റെ മക്കൾക്ക് നാളെ റബ്ബിനോട് ഉത്തരം പറയേണ്ടി വരും. അതുകൊണ്ട് നബിയെ, അവരെഴുന്നേൽക്കുന്നതിന്റെ മുൻപേ എനിക്കവിടെ എത്തിയ ആ കാരക്ക അവന്റെ തോട്ടത്തിലേക്ക് എറിയണം, കൊടുക്കണം എന്ന് തിരിച്ചു പറയുന്നുണ്ടെങ്കിൽ അതായിരുന്നു അവർ കുടുംബത്തെ കണ്ടത്. ഇന്ന് ആ ചിന്തയാ രക്ഷിതാക്കൾക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതും. പഠിപ്പിക്കണം, നമ്മൾ അനുഭവിക്കാത്ത സൗഭാഗ്യങ്ങൾ മക്കൾക്ക് കൊടുക്കണം. നമ്മൾ അന്ന് അനുഭവിച്ച ത്യാഗങ്ങളൊന്നും മക്കളെ കൊണ്ട് അനുഭവിപ്പിക്കരുത്. ഞാനൊക്കെ കട്ടൻ ചായക്ക് പച്ചമാങ്ങ കൂട്ടിയ ജീവിതത്തിൽ നടന്നതെങ്കിൽ എന്റെ മക്കൾ ബർഗർ തിന്നണം, സാൻഡ്വിച്ച് തിന്നണം. ഞാനൊക്കെ ജീവിതത്തിലേക്ക് ഒരുപാട് കഷ്ടപ്പെട്ട ഡ്രസ്സ് വാങ്ങിയതെങ്കിൽ എന്റെ മക്കൾക്ക് ഫാഷൻ അനുസരിച്ചുണ്ടാവണം. എന്റെ പെൺകുട്ടികൾക്ക് ജീൻസ് വേണം, എന്റെ പെൺകുട്ടിക്ക് ബനിയൻ ക്ലോത്ത് വേണം. എന്റെ മക്കളൊക്കെ കസകൊടുക്കണം, എന്റെ ആ മക്കളൊക്കെ തോന്നിയ മാതിരി ജീവിക്കണം. അവരുടെ ലോകം, അവരുടെ സമയം, ഇതൊന്നും കിട്ടാത്ത നമ്മളെന്തിനു വാശി പിടിക്കണം? അവരാസ്വദിക്കട്ടെ എന്ന മാനസികമായ മനുഷ്യരുടെ കുടുംബത്തിന്റെ ചിന്തയാ ഇന്നത്തെ പ്രശ്നം. ഈ പറഞ്ഞതിന്റെ അർത്ഥം മക്കളെ പിടികൂടി വെച്ച് അവർക്ക് ഏറ്റവും വലിയ കരാഗ്രഹങ്ങൾ ഒരുക്കണമെന്നല്ല. ഏറ്റവും മനോഹരമായിട്ട് ജീവിക്കാനും അള്ളാന്റെ ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാ മദീന പള്ളിയിൽ ഒരായത്തോതുമ്പോഴേക്കും സഹാബത്ത് ബോധം കെട്ടുകയും കരഞ്ഞോണ്ട്. ബോധം തെളിയുന്ന സഹാബത്തിന്റെ അരികിൽ ചെന്ന് അള്ളാന്റെ ഹബീബ് ചോദിക്കാറുണ്ട്, സഹാബത്തെ, എന്തിനാ ബോധം വിട്ടത്? എന്തേ നിങ്ങൾ പെട്ടെന്ന് ബോധം കെടാനുള്ള കാരണം? അവര് തിരിച്ചു പറഞ്ഞു, പ്രവാചകരെ, നിങ്ങൾ ഓതുന്ന ആയത്ത് കേൾക്കുമ്പം നെഞ്ചിന്റെ ഉള്ളിൽ ഒരു വല്ലാത്ത പിടച്ചിൽ. ഏതാ ആയത്ത്? യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹൻ നാസു വൽ ഹിജാറ അലൈഹാ മലായികത്തുൻ ഗിലാലുൻ ശിദാദുൻ ലാ യഅസൂന അല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ.
യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ, മോഗത്ത് മൊറയൂരിലെ മഞ്ചേരിയിലെ സത്യവിശ്വാസികളെ, ഇന്നുവരെ ഒരു ഖുറാഫാത്തിന് ജാറത്തിങ്കിൽ പോകാത്തവരെ, ഇന്നുവരെ പടച്ച റബ്ബിന് പകരക്കാരനായി ഒരു ഷെയ്ഖിനെയും ഒരു മുദബ്ബിറുൽ ആലത്തെയും കണ്ടു പ്രാർത്ഥിക്കാത്തവരെ, ഇന്നൊരാൾക്ക് മുൻപിൽ കൈനീട്ടിക്കൊടുത്ത് ഏലസ് കെട്ടിക്കാത്തവരെ, ഇന്നുവരെ ഏതെങ്കിലും അന്ധവിശ്വാസങ്ങൾക്ക് ജീവിതത്തിൽ പ്രാധാന്യം കൊടുക്കാത്തവരെ, അംഫുസക്കും, നിങ്ങൾ നിങ്ങളെ രക്ഷപ്പെടുത്തിയാൽ മാത്രം പോരാ. ഞാൻ പള്ളിക്ക് പോകാറുണ്ട്, ഞാൻ ഖുർആൻ ക്ലാസ് കേൾക്കാറുണ്ട്, ഞാൻ നമസ്കരിക്കാറുണ്ട്, ഞാൻ കൃത്യമായിട്ട് അല്ലാഹനെ ഭയപ്പെടാറുണ്ട്, പോരാക്കു അംഫുസക്കും വഅഹ്ലീകും നാറാ. നിനക്ക് റബ്ബ് തന്നൊരു നിഅമത്തുണ്ട് നിന്റെ വീട്ടിൽ, നിന്റെ മക്കളാണത്. മക്കളില്ലാതെ നെഞ്ചുപൊട്ടി പടച്ചോനോട് പ്രാർത്ഥിച്ച് കേരളത്തിനകത്തും പുറത്തും ചികിത്സ നടത്തിയിട്ടും ഒരു കുഞ്ഞിക്കാല് കാണാതെ ഹൃദയം നുറുങ്ങി ജീവിക്കുന്ന 10,000-കണക്കിന് കുടുംബങ്ങൾ ഈ ഭൂലോകത്തുണ്ടാകുമ്പോ വഅഹ്ലീകും നാറാ, നിനക്ക് റബ്ബ് തന്ന കുടുംബം നിന്റെ ഉത്തരവാദിത്തത്തിലാ റബ്ബ് ഏൽപ്പിച്ചു തന്നത്. കാരണം നീ അധ്വാനിക്കുന്ന പണത്തിന് റബ്ബ് നിനക്ക് കൂലി നൽകുന്നുണ്ടെങ്കിൽ, നിന്റെ സമ്പാദ്യത്തിന് അല്ലാഹു വില നൽകുന്നുണ്ടെങ്കിൽ, അത് നിനക്ക് മാത്രം വേണ്ടിയല്ല, നിന്റെ മക്കളെയും ഭാര്യനെയും കൂടി അള്ള പരിഗണിച്ചതുകൊണ്ടാ നിന്റെ ബിസിനസ് ലാഭം, നിന്റെ കച്ചവടം ലാഭം, നിനക്ക് വരുമാനം കൂടുന്നു. അത് നിന്റെ ബുദ്ധി ഉപയോഗിച്ച്, നിന്റെ ബിരുദം ഉപയോഗിച്ച് നിനക്ക് മാത്രം കിട്ടിയതാണെന്ന് വിചാരിക്കല്ലേ. നിന്റെ മക്കളെ റബ്ബ് പരിഗണിച്ചിട്ടുണ്ട്, നിന്റെ ഭാര്യയെ റബ്ബ് പരിഗണിച്ചിട്ടുണ്ട്. പെണ്ണുങ്ങളെ, നിങ്ങൾക്കൊരു ഭർത്താവിനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഭർത്താവിന്റെ സൗന്ദര്യത്തെക്കാൾ അള്ള ചോദിക്കുന്ന ഒരു ചോദ്യം കുടുംബത്തെ കുറിച്ചാ. നിനക്ക് ഭർത്താവെന്ന അനുഗ്രഹം കിട്ടി, കയറിക്കിടക്കാൻ ഒരു വീട് കിട്ടി, വയറ് നിറച്ച് ഭക്ഷിക്കാൻ ഭക്ഷണം കിട്ടി, ഔറത്ത് മറയ്ക്കാൻ വസ്ത്രം കിട്ടി, പരിപാലിക്കാൻ സ്നേഹത്തിന്റെ ഭർത്താവിനെ കിട്ടി. ഇതൊക്കെ റബ്ബ് നിനക്ക് തന്നിട്ടുണ്ടെങ്കിൽ ആ നിഅമത്തിന്റെ കൂടെ അള്ള നിനക്ക് തന്ന വഅഹ്ലീകും നാറാ, നിന്റെ മക്കളെ, നിന്റെ കുടുംബത്തെ നിനക്ക് അല്ലാഹുവിന്റെ നരകത്തിൽ നിന്നും രക്ഷപ്പെടുത്താൻ സാധിക്കണം. കാരണം വഖൂദുഹൻ നാസു വൽ ഹിജാറ, മനുഷ്യരെയും കല്ലുകളെയും ഇന്ധനമായി കത്തിക്കുന്നതാണ് നരകാഗ്നി. അലൈഹാ മലായികത്തുൻ ഹിലാലുൻ ശിദാദുൻ ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. റബ്ബിന്റെ കൽപ്പനകൾ മാത്രം അനുസരിക്കുന്ന, ഒരു വാപ്പാന്റെ കരച്ചിലിനും റബ്ബിന്റെ തീരുമാനം മാറ്റാത്ത, ഒരു ഉമ്മാന്റെ നെഞ്ചുപൊട്ടിയ വേവലാതിക്കും അള്ളാന്റെ തീരുമാനം തിരുത്താത്ത, പടച്ച റബ്ബിന്റെ ശക്തരായ മലക്കുകൾ കാവൽ നിൽക്കുന്ന ആ അഗ്നികുണ്ടാരത്തിൽ നിന്ന് നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെ കാക്കണേ, നിങ്ങളെ മക്കളെ കാക്കണേ, നിങ്ങളുടെ ജീവിതത്തിൽ അള്ള തന്ന നിഅമത്തുകളെ കാക്കണേ എന്ന ആയത്ത് കേൾക്കുമ്പോഴേക്കും സഹാബത്ത് ആലോചിച്ച് പൊട്ടിക്കരഞ്ഞ് ബോധം കെട്ടുകയും, നമ്മളോ ഈ ആയത്ത് കേട്ടിട്ട് പോലും ഹൃദയത്തിന്റെ ഒരു ചിന്തയിലേക്ക് കുടുംബത്തെ പറ്റി ചിന്തിക്കാത്തവര്. എത്ര കുടുംബങ്ങളിലാ ഇന്ന് സങ്കടങ്ങൾ അധികരിച്ചുകൊണ്ടിരിക്കുന്നത്, എത്ര കുടുംബങ്ങളിലാ പ്രശ്നങ്ങൾ അധികരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളൊക്കെ പറയാറുണ്ട്, ഒരു കുടുംബത്തെ സംവിധാനിക്കുമ്പോൾ നമ്മൾ എവിടെ തുടങ്ങണം എന്നറിയോ? ജനിച്ച അന്ന് മുതൽ പ്രായമുറപ്പിക്കുന്ന കാലം മുതൽക്ക് പടച്ചോനോട് പ്രാർത്ഥിക്കണം, റബ്ബേ എനിക്ക് നല്ല മൊഞ്ചുള്ള പൈസള്ള തറവാട്ടിൽ പറന്ന ഒരു വാപ്പാന്റെ മോളെ കിട്ടണം, ഒരു വാപ്പാന്റെ മോനെ കിട്ടണം എന്നല്ല പ്രാർത്ഥിക്കേണ്ടത്. മറിച്ച് പ്രായമെത്തുന്ന കാലം മുതൽക്കേ ഓരോ ചെറുപ്പക്കാരനും പ്രാർത്ഥിക്കണം, റബ്ബനാ ഹബ്ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ, ഹബ്ലനാ, നീ ഞങ്ങൾക്ക് നൽകണം, മിൻ അസ്വാജിനാ, എന്റെ ഭാര്യയിൽ വദുർരിയാതിനാ, എന്റെ മക്കളിൽ, ഖുർറത അയുനിൻ, കണ്ണിനൊരു കുളിർമ വേണം. എന്താ കുളിർമ എന്ന് പറഞ്ഞാൽ? നാട്ടുകാർക്കൊക്കെ കാണാൻ പറ്റിയ മൊഞ്ചുള്ള പെണ്ണാവണം എന്നല്ല, എല്ലാരും അസൂയയോടെ നോക്കുന്ന സൗന്ദര്യത്തിന്റെ ഉടമയാകുന്ന ഒരു ആണാവണം എന്നല്ല. മറിച്ച് റബ്ബേ, നിന്നെ സ്നേഹിക്കുന്ന ഒരു മക്കൾ, നിന്നെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു പെണ്ണ്, ഒരാണ്, അങ്ങനെ ഒരു കുടുംബത്തെ നീ എനിക്ക് തരണം. ആ നിയ്യത്തുണ്ടെങ്കിൽ അള്ളാഹു നമുക്കത് തരും. ഇന്നെന്താ നിയ്യത്ത്? അള്ളാന്റെ ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചതാ. ഇന്ന് ചിലർക്ക് നിയ്യത്ത് എന്താ? വലിമാലിഹാ, പണമാ. എന്തൊക്കെ പറഞ്ഞാലും ഉള്ളുകൂടെ കിട്ടാനുണ്ടോ എന്നുള്ളൊരു ചിന്ത, ഇതാ ഒന്നാമത്തെ നിയ്യത്ത്. ദീനീ നിയ്യത്തൊക്കെ എല്ലാവരും തുടക്കത്ത് പറയും, ദീനുള്ള കുട്ടീനെ മതി, ദീനുള്ള പിയാപ്ലനെ മതി. എന്താ ദീൻ എന്ന് പറഞ്ഞാൽ? ഒരു കുടുംബം ദീനാന്ന് തീരുമാനിക്കേണ്ടത് വാപ്പാന്റെ ദീന് മാത്രം നോക്കിയിട്ടല്ല.
അൻസാറിന്റെ കുടുംബത്തിന്ന് പെണ്ണാലോചിക്കുമ്പോ നാട്ടുകാർ പറയും ദീനീ കുടുംബ, ഓൻ പ്രസംഗിക്കുന്നോനാ. പോരാ, അൻസാറിന്റെ ദീനല്ല മക്കളെ ദീന്. അൻസാറിന്റെ ഭാര്യന്റെ ദീനായിരിക്കില്ല മക്കളുടെ ദീന്. ചിന്തിക്കണം. വാപ്പാനെ കണ്ടിട്ട് മക്കളെ കെട്ടിച്ചൊടുക്കുന്നു. വാപ്പ നല്ല ദീനാ, പള്ളി കമ്മിറ്റിന്റെ ഭാരവാഹിയ അല്ല. കുടുംബത്തിന്റെ ദീന് എന്ന് പറഞ്ഞാൽ വാപ്പ എങ്ങനെയാണോ ഉമ്മ എങ്ങനെയാണോ മക്കൾ എങ്ങനെയാണോ അന്വേഷിക്കണം. സ്വാലിഹത്തായ മക്കളില്ല, മക്കൾക്ക് നല്ല വാപ്പാരില്ല. സ്വാലിഹത്തായ മാതാപിതാക്കൾക്ക് നല്ല മക്കളില്ല. കുടുംബത്തിലെ ദീന് എന്ന് പറഞ്ഞാൽ വാപ്പക്കുണ്ടാവണം, ഉമ്മക്കുണ്ടാവണം, മക്കൾക്കുണ്ടാവണം. അല്ലാണ്ട് വാപ്പാന്റെ ടൈം നോക്കിയിട്ട് മക്കളെ കെട്ടിക്കരുത്, ഉമ്മാന്റെ പവർ നോക്കിയിട്ട് മക്കളെ കെട്ടിച്ചൊടുക്കരുത്. അതുകൊണ്ടാ വലി മാലിഹ ഇതൊക്കെ ദീനുണ്ട് എന്ന് പറയുമ്പോഴും ഉള്ളു കൂടെ കിട്ടേണ്ടത് പൈസയാ ചിലർക്ക്. ആളറിയാണ്ട് മുതൽ വാങ്ങുന്നവരില്ലേ, ആളറിയാണ്ട് മുതലുണ്ടാക്കുന്നവരില്ലേ. വലി മാലിഹ വലി ഹസബിഹ. ചിലർക്ക് തറവാടാ വലുത്. ഏകദേശം തറവാടിന്റെ പോലീശയൊക്കെ നോക്കിയിട്ട് ഒക്കെങ്കിൽ ബാക്കിയൊക്കെ നമ്മളങ്ങ് അഡ്ജസ്റ്റ് ചെയ്യും. കാരണം എന്താ, ഒരു വലിയ തറവാട്ടുകാരാ. വലി മാലിഹ വലി ഹസബിഹ വലി ജമാലിഹ. ചിലർക്ക് സൗന്ദര്യം. ഈ പറഞ്ഞതൊന്നും വേണ്ടാന്ന് അല്ലാഹുവിന്റെ റസൂലുള്ളയും പറഞ്ഞിട്ടില്ല. നിങ്ങൾ സൗന്ദര്യം നോക്കരുത്, നിങ്ങളുടെ ജീവിതത്തിന്റെ ആ ഒരു ഗോത്രത്തിനനുസരിച്ച് കുഹുവ് നോക്കരുത്, നിങ്ങൾ ഒരിക്കലും അതും ഇതൊന്നും പരിഗണിക്കരുത് എന്ന് റസൂലുള്ള പറഞ്ഞിട്ടില്ല. പക്ഷേ പൈസയും നോക്കി, മുതലും നോക്കി, തറവാടും നോക്കി, ഭംഗിയും നോക്കി, ദീനില്ലെങ്കിൽ ഈ മൂന്നെണ്ണത്തിനൊരു വിലയുണ്ടാവില്ല. ദീനില്ലെങ്കിൽ പൈസക്കൊരു വിലയില്ല, ദീനില്ലെങ്കിൽ സൗന്ദര്യത്തിനൊരു വിലയില്ല, ദീനില്ലെങ്കിൽ തറവാടിത്തത്തിനൊരു വിലയില്ല. നമ്മളൊക്കെ പറയാറില്ലേ നാട്ടില് നല്ല തറവാട്ടുകാരാ, പക്ഷേ ഒരു മനുഷ്യൻ ഒരു 5 റുപ്യ കൊടുക്കുന്ന ഒരു ശീലല്ല. അതിന്റെ അർത്ഥം തറവാട് പോലീശേനേ ഉള്ളൂ, കുടുംബപരമായിട്ട് ദീനുണ്ടാവൂല. നല്ല തറവാടും ദീനുള്ളവരുണ്ട്, നല്ല സൗന്ദര്യവും ദീനുള്ളവരുണ്ട്. ഇതൊന്നും നോക്കണ്ടെന്നല്ല, പക്ഷേ ആദ്യത്തെ ഘട്ടം പടച്ചോനെ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ഒരു പെണ്ണാവണം, ഒരാണാവണം. ആ ചിന്തയിലായിരുന്നു സഹാബാക്കൾ പെണ്ണെട്ടിച്ച് അല്ലേ. കോടീശ്വരനായ അബ്ദുറഹ്മാൻ ബിൻ ഔഫിന്റെ പെങ്ങൾക്ക് വേണ്ടി കല്യാണം ആലോചിച്ചു പലരും പറഞ്ഞു, അബ്ദുറഹ്മാൻ നീ ചോദിക്കുന്ന മഹർ തരും. ഷാമെന്നും സിറിയയിൽ നിന്നും എത്യോപ്യയിൽ നിന്നും മിസ്രിൽ നിന്നും ഒക്കെ സുന്ദരന്മാര് ഒട്ടകപ്പുറത്ത് ആയിരക്കണക്കിന് സമ്പത്തുകളുമായി മദീനയിൽ വന്നു. ഒരൊറ്റ ലക്ഷ്യം, അബ്ദുറഹ്മാൻ ബിൻ ഔഫ് എന്ന പണക്കാരന്റെ പെങ്ങളി ജമീലയെ, പേരുപോലെ സുന്ദരിയായ ജമീലാനെ കല്യാണം കഴിക്കണം. കയറി വന്ന എല്ലാവരോടും അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു തിരിച്ചു പറഞ്ഞതെന്താ, എന്റെ ജമീലാക്ക് ഞാൻ പുതിയാപ്പിളനെ കണ്ടുറപ്പിച്ചിട്ടുണ്ട്. ആരാ? ചോദിച്ച പണക്കാരെയും കൂട്ടി മദീനത്തെ പള്ളിയിലേക്ക് ഇറങ്ങി. നട്ടുച്ച നേരത്ത് മദീന മിനാരത്തിന്റെ താഴെ ചാരിവെച്ച ഈത്തപ്പന തടിയിൽ കയറി നിന്ന് അർദ്ധനഗ്നനായി വേർപെട്ടിയ ശരീരത്തോടുകൂടി വലത്തോട്ടും ഇടത്തോട്ടും ചാഞ്ഞും ചെരിഞ്ഞും പാമ്പ് കൊടുക്കുന്ന കറുത്ത ശരീരമുള്ള കറുത്ത ചുരുളമുടിക്കാരനെ ചൂണ്ടി അന്ന് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ ജമീലാക്ക് വേണ്ടി ഞാൻ കണ്ടെത്തിയ പുതിയാരൻ, ആ പുതിയാപ്പിളയാണ് മദീന പള്ളിയിൽ പാമ്പ് കൊടുക്കുന്ന എന്റെ ബിലാൽ. കറുത്ത കാപ്പിരി വർഗത്തിൽപ്പെട്ട് ആളുകൾ നോക്കാൻ മടിച്ച് പെൺകുട്ടികൾ കാർക്കിച്ചു തുപ്പി യജമാനനാൽ പീഡിപ്പിക്കപ്പെട്ട് മണൽത്തരികളിൽ മലർത്തിക്കടത്തി നെഞ്ചത്ത് പാറക്കല്ലുകൾ വെച്ച് ശരീരത്തിന്റെ തൊലികൾ ഉരിച്ചു കളഞ്ഞിരുന്ന ജാഹിലിയ കാലഘട്ടത്തിൽ നിന്ന് ഇസ്ലാമിന്റെ വെളിച്ചത്തിലേക്ക് വന്ന് പിന്നീട് ലോകത്തിന്റെ മാതൃകയായി മാറുന്ന ബിലാലിനെ ചൂണ്ടിയിട്ടാണ് അദ്ദേഹം പറയുന്നത്, ആ ബിലാലാണ് എന്റെ ജമീലാക്ക് വേണ്ടി ഞാൻ കണ്ട മധുപാരൻ. ബിലാലിന്റെ തൊലി കറുത്തതേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. ഉള്ളുവെടുത്ത ബിലാലിനെ ഞാൻ പലപ്പോഴും മദീനത്തെ പള്ളിയിൽ വെച്ചിട്ടും യുദ്ധക്കളത്തിൽ വെച്ചും ഞാൻ അത് കണ്ടിട്ടുണ്ട്. ആ മനസ്സാണ്, ആ ഈമാനാണ്, ആ ദീനാണ് എന്റെ ജമീലാക്ക് വേണ്ടി ഞാൻ കണ്ടെത്തുന്ന ദുനിയാവിലെ സമ്പത്ത്. ഇതായിരുന്നു അവര് ചിന്തിച്ച്. ഇന്ന് ഞാനൊക്കെ ചില കുടുംബത്തിൽ ക്ലാസ്സിന് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് പറയുമ്പോ ഈ കുടുംബ ബന്ധ വിഷയം സംസാരിക്കുമ്പോൾ ചിലര് നമ്മളെ തേടി വരും. നിങ്ങളൊന്ന് കുടുംബത്തിൽ വരണം, നിങ്ങളൊന്ന് സംസാരിക്കണം, ഓന്റെ വീട്ടിലൊന്ന് പോകണം, ഓനെ വിളിച്ചൊന്ന് സംസാരിക്കണം, അല്ലെ അവളെ വീട്ടിലൊന്ന് പോകണം എന്നൊക്കെ പറയും. ഇതൊക്കെ ആള് പറയാൻ വരുമ്പോ നമ്മൾ ആദ്യം ചോദിക്കുന്ന ചോദ്യം എന്തായിരിക്കും? അത് പിടപെടുന്ന മുഹമ്മദ് വലിയൊക്കെ അറിയാം, എല്ലാവർക്കും അറിയാം. നമ്മൾ ആദ്യം ചോദിക്കെന്താന്ന് ചോദിച്ചാ, നമ്മൾ ദീനീപരമായിട്ട് സംസാരിച്ച അത് കേൾക്കാൻ ഇഷ്ടമുള്ള കൂട്ടരാണോ, ദീനുള്ള കൂട്ടരാണോ? ഇത് കേൾക്കുമ്പോ തന്നെ കാണാൻ ചില വാപ്പാര് പറയും, ഒന്ന് തുപ്പിയിട്ടാ പറയാ, ഓൽക്കെന്ത് ദീന്, ഓനെന്ത് ദീന്, ഓൻ ദീനുള്ള കുടുംബമൊന്നുമല്ല, ഞാൻ പെട്ടതാ, ധാരാ കൊണ്ടുപോയി പെടുത്തിയത്. പെണ്ണ് കെട്ടാൻ നേരത്ത് ഇതൊന്നും ആലോചിച്ചിട്ടില്ലായിരുന്നു. കുടുംബത്തിൽ ദീനുണ്ടോന്ന് അന്വേഷിക്കാൻ അള്ളാന്റെ ഹബീബ് ഓർമ്മപ്പെടുത്തിയല്ലോ. നിങ്ങൾ അയൽക്കാരനോട് ചോദിക്കണം, ബന്ധക്കാരോട് ചോദിക്കണം, പരസ്പരം അന്വേഷിക്കണം. കുടുംബത്തിൽ ദീനുണ്ടെങ്കിലേ ഇസ്ലാമികപരമായിട്ട് കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുനടക്കാൻ പറ്റൂ.
കുടുംബത്തിൽ ദീനുണ്ടെങ്കിലേ കുടുംബത്തെ മനോഹരമായിട്ട് നമുക്ക് ചിട്ടപ്പെടുത്താനും സംവിധാനിക്കാനും പറ്റൂ. അത് വാപ്പാക്ക് മാത്രം ഉണ്ടായാൽ പോരാ, ഉമ്മാക്കുണ്ടാവണം. ഉമ്മക്ക് പോരാ, വാപ്പക്കും വേണം. ഇന്ന് അവിടെ തമ്മത്തല്ല. വാപ്പെന്തെങ്കിലും ദീനീപരമായിട്ട് പറയും, ഉമ്മ പറയും നിങ്ങളെ ഒരു ഒടുക്കത്തെ ദീന് ഇപ്പോഴും ഉണ്ടാക്കി എന്ന് പറയും. ചില ഉമ്മാരുടെ ദീന് കണ്ടിട്ട് ഓള് പറയും ഇനി ഖുർആൻ ക്ലാസ്സിന് പോയിട്ട് ഈ നന്നായാ മതി, എനിക്ക് സ്വൈര്യം തരാണ്ടിക്കല്ലേ, ഈ വേണേ പോയിക്കോ, ഈ കേട്ടോ. ഇങ്ങനെ പരസ്പരം കുടുംബത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തലല്ല വേണ്ട. മറിച്ച് ദീനുള്ള പെണ്ണാണോ ഞാൻ അവളെ ബഹുമാനിക്കണം, ദീനുള്ള പിയാപ്പിളയാണോ ഞാൻ അയാൾ ആദരിക്കണം, അനുസരിക്കണം. അതാ റബ്ബ് കുടുംബത്തെ പഠിപ്പിച്ച്. എന്നിട്ട് അവര് രണ്ടുപേരും കൂടി അവരുടെ കുടുംബത്തെ റബ്ബിന് വേണ്ടി ഒരുക്കാൻ പരിശ്രമിക്കണം. അവരുടെ കാലഘട്ടം മുതൽക്കേ, അവരുടെ ചെറുപ്പ കാലഘട്ടം മുതൽക്കേ അവർ ഒരുങ്ങിക്കൊണ്ടിരിക്കണം. എന്തിന്? നമുക്ക് ജനിക്കാവുന്ന കുട്ടികൾക്ക് ഏറ്റവും മനോഹരമായ ഒരു പാഠമാവണം വാപ്പയായ ഞാൻ, ഉമ്മയായ നീ. എന്നിട്ട് ആ കുടുംബത്തിൽ ആ ചിട്ടകളിലൂടെ കൊണ്ടടക്കാൻ പറ്റണം. പക്ഷെ ഇന്ന് പല കുടുംബത്തിലും ആളുകൾക്ക് അതിന് സാധിക്കുന്നില്ല. മക്കളുടെ ആദ്യത്തെ വിദ്യാലയം നമ്മളെ മദ്രസയല്ല, സ്കൂളല്ല, നമ്മളെ വീടാ. ഇന്ന് 3 വയസ്സ് തികഞ്ഞ മകന് വേണ്ടിയിട്ട് നാട്ടിലെ സർവ്വ ആൾക്കാരെയും വിളിച്ചു വയ്ക്കും, LKG അല്ലേ, അൽബിറിൽ അല്ലെ, അൽഫിത്രയില് നമ്മൾ എവിടെയാ കുട്ടീനെ ചേർക്കുക, എവിടെയാ കുട്ടീനെ ചേർക്കുക. എന്നിട്ട് നമ്മൾ അതിന്റെ അവരുടേതായ ഒരു പ്രകടന രീതിയിലുള്ള ബിൽഡിംഗ് ഒക്കെ ഒന്ന് പരിശോധിക്കും. തരക്കേടില്ലാത്ത ബിൽഡിംഗ്, ക്ലാസ് റൂം, ഹൈടെക് എല്ലാം വേണം. പക്ഷെ മക്കളുടെ ആദ്യത്തെ വിദ്യാലയം വീടാ. അത് ഹൈടെക് ആയാ പോരാ, അത് ദീനി ചിട്ടയാവണം. അവരാദ്യം കാണുന്ന അധ്യാപകര് മാതാപിതാക്കളാ, അവര് നല്ല ഹൈടെക് ആവണം. സ്വന്തം വീട്ടിൽ. അതുകൊണ്ട് അള്ളാന്റെ തിരുദൂതൻ ഒരിക്കൽ പറഞ്ഞു, ഭാര്യനോട് എന്തെങ്കിലും നിങ്ങൾക്ക് വിഷയമുണ്ടോ, മക്കളെ മുൻപിൽ വെച്ചിട്ട് ഭാര്യയെ നിങ്ങൾ പരിഹസിക്കരുത്, അവരുടെ അഭിമാനത്തിന് നിങ്ങൾ ക്ഷണം വരുത്തരുത്, അകാരണമായി നിങ്ങൾ അവരെ ഉപദ്രവിക്കരുത്. നിങ്ങൾ ബെഡ്റൂമിൽ പോണം. ഈ പറഞ്ഞതിന്റെ അർത്ഥം മക്കളുമായിട്ടിരിക്കുമ്പോ ഒരു തമാശ ഒന്നും പറയരുതെന്നല്ല. കൈവിട്ട വർത്തമാനങ്ങൾ പറയരുത്, വാവിട്ട വാക്കുകൾ പറയരുത്. വാപ്പയും ഉമ്മയും മനോഹരമായി പ്രണയിക്കുന്നുണ്ടെന്ന് മക്കൾക്ക് തോന്നണം. അവരുടെ സംസാരത്തിന്റെ ഇടയ്ക്ക് ഞങ്ങൾ പോലും അവർക്ക് താഴെയാണെന്ന് മക്കൾക്ക് തോന്നണം. അതാ കുടുംബത്തിന്റെ ഭദ്രത, അതാ കുടുംബത്തിന്റെ സമാധാനം. പക്ഷെ ഇന്ന് തമ്മിലൊന്നും മിണ്ടിയിട്ട് പോലും കുറച്ച് ദിവസമായിട്ടുണ്ടാകും പല കുടുംബത്തിലും ഭാര്യാഭർത്താക്കന്മാര്. ഇന്ന് ബന്ധങ്ങളൊക്കെ അകന്നോണ്ടിരിക്കുക. ആർക്കും ആരോടും പ്രത്യേകിച്ച് കമ്മിറ്റ്മെന്റ് ഒന്നുമില്ല, ആർക്കും ആരോടും പ്രത്യേകിച്ച് താല്പര്യവുമില്ല. അതുകൊണ്ടാണല്ലോ ഇന്ന് പല ആളുകൾക്കും ഏതൊക്കെയാ ബന്ധങ്ങള് നല്ല നിലക്കുള്ളത് എന്ന് ചോദിച്ചാ എല്ലോ ഒരു കണക്കിന് അങ്ങനെ പോകുന്നുണ്ട്. ഞാൻ കാരണം ചേർന്നിട്ടുണ്ടോ, ഞാൻ കാരണം നന്നായിട്ടുണ്ടോ? എത്ര പേരാ നമുക്കൊക്കെ ഉള്ള ഒരു ധാരണയതാ. ഞാൻ മുൻപ് എന്റെ പ്രസംഗത്ത് പറയാറുണ്ട്, മോങ്ങങ്ങാടിയിൽ ഒരാള് മരിച്ച ആ മരിച്ചോന്റെ പോരിശ കാരണം, നാട്ടിലുള്ള നിലയും വിലയും കാരണം മോങ്ങത്തെ പള്ളിയിൽ നിസ്കരിക്കാൻ 4 നിലയിലും ആളുകൾ വരും, പുറത്തേക്ക് പായടും. എന്നിട്ട് ആ മയ്യത്തസ്കാരം കഴിഞ്ഞ കുറച്ചു മാസത്തെ കഥ അങ്ങാടിയിലെ വർത്താനം. ഇമാതിരി ഒരു മയ്യത്തസ്കാരം മോങ്ങത്ത് ഞങ്ങൾ കണ്ടിട്ടില്ല. അതാണോ മരണത്തിന്റെ പോരിശ? അതാണോ മരണത്തിന്റെ ഗുണം എന്നാരാ പറഞ്ഞത്? ലോകത്തിന്റെ ഹബീബായ നബിത്തങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട്, മന്മാത്ത ആരെങ്കിലും മരണപ്പെടുകയും ഫയഖൂമു അലാ ജനാസതി 40 റജുലൻ, 40 ആളുകൾ അവന്റെ മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടി, അവന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി കയറി വന്നു. ആ 40 പേരുടെയും പ്രാർത്ഥന ഇല്ലാ ശഫഅല്ലാഹു അൻഹും, അവരിൽ നിന്ന് അല്ലാഹു സ്വീകരിക്കും. ഏതാ മയ്യത്തുസ്കാരത്തിന്റെ പ്രാർത്ഥന? അല്ലാഹുമ്മ ഇഗ്ഫിർ ലഹു വർഹംഹു വഫീഹി വഅഫു അൻഹു വഅക്രിം നുസുലഹു വവസ്സി മദ്ഖലഹു എന്ന 3ാമത്തെ തക്ബീറിന് ശേഷമുള്ള പ്രാർത്ഥന അത് റബ്ബ് സ്വീകരിക്കും. ആരാവണം? 40 പുരുഷന്മാര് വേണം. അവിടെ തീർന്നോ? ഇല്ല. 40 പേര് ആരാവണം? ലാ തുശ്രിക് ബില്ലാഹി ശൈഅൻ, റബ്ബിൽ പങ്കു ചേർക്കാത്ത 40 പേരാവണം. അല്ലാഹു അല്ലാത്തൊരാളോടും ഇബാദത്ത് ചെയ്യാത്തവരാകണം. റബ്ബല്ലാത്തൊരാളോടും പ്രാർത്ഥിക്കാത്തവരാകണം. എന്റെ റബ്ബേ എന്ന് പ്രാർത്ഥിക്കേണ്ടതിന് പകരം ബദരീങ്ങളെ എന്ന് പ്രാർത്ഥിച്ചവനാകാൻ പാടില്ല. മമ്പർത്ത തങ്ങളെ എന്ന് പ്രാർത്ഥിച്ചവനാവാൻ പാടില്ല. വിജനതയിലും ഏത് രംഗത്തും എന്റെ റബ്ബേ എന്ന് വിളിക്കുന്നവനാകണം. അതോടൊപ്പം റബ്ബിന്റെ പ്രവാചകനെ അംഗീകരിക്കുന്നവനാകണം. ബിദ്അത്തുകൾ ചെയ്യാത്തവനാകണം. മുൻകറാത്തുകളെ ചെയ്യാത്തവനാകണം. ബന്ധങ്ങൾ കൂട്ടിച്ചേർത്തവനാകണം. ഹക്കിന്റെ പിന്നാലെ പോയവനാകണം. ഹറാമായ സമ്പത്ത് തിന്നാത്തവനാകണം. അങ്ങനെ കുടുംബത്തോടൊപ്പം സ്വാലിഹായി മുഅ്മിനായി മുവഹിദായി ജീവിക്കുന്ന 40 പേര് നിങ്ങളെ മയ്യത്തസ്കരിക്കാൻ വന്നാൽ ഇല്ലാ ശഫഅല്ലാഹു അൻഹും, അവരെ ദുആ അല്ലാഹു സ്വീകരിക്കും.
ഇത് പറഞ്ഞപ്പോ ഒരാൾ പറഞ്ഞിട്ടുണ്ട്, ഞാനൊന്ന് മനസ്സിലാലോചിച്ചു നോക്കി എന്റെ പള്ളിയിൽ വരുന്നവരെയൊക്കെ പറ്റിയിട്ട്. പള്ളിന്റെ ഒന്നാമത്തെ സഫിൽ വന്ന ആദ്യത്തെ ആളെ ഞാനൊന്ന് നോക്കി. എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം. കാരണം മോനെ കൊണ്ട് പറഞ്ഞ സ്ത്രീധനം കിട്ടാത്തതിന്റെ പേരിൽ ആ കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു വാപ്പയാ. അയാളെ ദുആ എനിക്ക് കിട്ടിയിട്ട് കാര്യമല്ല. രണ്ടാമത്തെ ആളെ ഞാൻ നോക്കി, ജോലിക്ക് കൈക്കൂലി വാങ്ങിയ ആ കൈക്കൂലി ബാങ്കിലിട്ട് അതുകൊണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനാ. അയാളെ ഗുണവും എനിക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. മൂന്നാമത്തത് കാരണവരായിട്ട് പിണങ്ങി നടന്ന് ഇപ്പോഴും കേസ് നടത്തുന്ന ഒരാളാ, അതും കിട്ടൂല. നാലാമത്തവനാവട്ടെ, ഇങ്ങനെ ഓരോരുത്തരെ എണ്ണി നോക്കൂ. നമുക്ക് വേണ്ടി നിസ്കരിക്കാൻ വരുന്നവരിൽ എത്ര പേരുടെ ദുആ അല്ലാഹ് സ്വീകരിക്കും? എത്ര പേര് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചാ പടച്ചോൻ സ്വീകരിക്കും? ആ ലോകത്തിന്റെ ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചൊരു വാക്കുണ്ട്, നാളെ മയ്യത്ത് സ്കരിക്കാൻ ആളുകൂടലല്ല പുണ്യം, മറിച്ച് കൊണ്ടുവെക്കുന്ന കബറിൽ ഏറ്റവും മനസമാധാനത്തോടെ ജീവിക്കണമെങ്കിൽ നിങ്ങൾ കുടുംബത്തെ സ്നേഹിച്ച് ജീവിക്കണം. ബന്ധങ്ങളുടെ അലോഗ്യമില്ലാതെ പരാതിയോ പിണക്കമോ ഉണ്ടായിക്കൊണ്ട് നിങ്ങൾ ഒരിക്കലും പടച്ചോന്റെ അടുത്തേക്ക് മടങ്ങരുത്. ഇന്ന് എത്ര പേരാ മണ്ണിന്റെ അടിയിൽ പൊരുത്തം കിട്ടാതെ കിടക്കുന്നതെന്നറിയോ? എത്ര പേരാ പൊരുത്തം വാങ്ങാതെ കിടക്കുന്നതെന്നറിയോ? എത്ര പേരാ ഈഗോ കാണിച്ച് മരിക്കാൻ കാത്തിരിക്കുന്നതെന്നറിയോ? നന്നാവൂല. ഞാൻ പറയാറുണ്ട്, ഇന്നത്തെ മുസ്ലിം ഉമ്മത്തിനോട് അത്തഹിയാത്തില് എപ്പം വിരളി ചൂണ്ടണം, ഇതൊന്നും അല്ല പറഞ്ഞു കൊടുക്കണ്ട്. ആൾക്കാർ ഹജ്ജ് ചെയ്യാൻ പരകമായ കാരണം ഉംറയൊക്കെ ടൂറായി മാറിക്കഴിഞ്ഞു. അതുകൊണ്ടാ ഉംറക്ക് പോകാൻ ഉദ്ദേശിച്ചവനും ആദ്യം ട്രാവൽസാരനോട് ചോദിക്കും, എത്ര ദൂര യാത്ര, എവിടെയാ താമസം? ഉടനെ തന്നെ ചിലപ്പോൾ ട്രാവൽസാരനും പറയും, ഹറമിന്റെ മേലെ താമസം, ഹറമിന്റെ തായ നിസ്കാരം എന്നൊക്കെ. നാട്ടിലെ ഭക്ഷണം കിട്ടണം, നാട്ടിലത്തെ തന്നെ കിട്ടണം, ത്യാഗല്ല. ഉംറക്ക് പോയപ്പോഴും പൊരുത്തല്ല, ഉംറ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴും പൊരുത്തല്ല. പിന്നെന്തിനാ പടച്ചോന്റെ മണ്ണക്ക് ചെന്ന്? പിന്നെന്തിനാ നമസ്കരിച്ച്? വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും നോട്ടം കൊണ്ടും ഒരാളെ മനസ്സ് വേദനിപ്പിക്കുകയും കുടുംബത്തിൽ നമ്മളെ കൊണ്ട് ഒരാളുടെ മനസ്സ് സങ്കടപ്പെടുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പ്രാർത്ഥന അല്ലെങ്കിൽ അവരുടെ വേദന നമ്മളെ തലന്റെ മേലുണ്ടാവും. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞൊരു വാക്കുണ്ട്, പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ദുനിയാവിൽ ജയിക്കണമെങ്കിൽ, നിങ്ങൾക്ക് മനസ്സമാധാനത്തോടെ ജീവിക്കണമെങ്കിൽ നിങ്ങൾക്കെതിരെ പ്രാർത്ഥിക്കാത്ത നാവുകൾ ദുനിയാവിൽ ഉണ്ടാവണം. നമ്മളെ പെരുമാറ്റം കൊണ്ടും സ്വഭാവം കൊണ്ടും വേദനിക്കാത്ത മനസ്സുകൾ ഈ ദുനിയാവിൽ ഉണ്ടാവണം. നമ്മൾ നല്ലത് പറഞ്ഞതിന്റെ പേരിൽ ഒരാൾ നമ്മളോട് ശത്രുത കാണിച്ച അതൊരിക്കലും നമ്മളെ ബാധിക്കൂല. നിസ്കരിക്കണട്ടോ എന്ന് പറഞ്ഞാൽ അതിന്റെ പിണക്കുണ്ടെങ്കിൽ പിണങ്ങിക്കോട്ടെ. ഇതൊന്നും ശരിയല്ല മോളെ, എന്റെ വസ്ത്രം അത്ര ശരിയല്ല എന്ന് മോളോട് പറഞ്ഞു, ഉമ്മാനോടോട് പോയിക്കോട്ടെ. കാരണം ദീനീപരമായ വിഷയത്തിലും അള്ളാന്റെ സ്വർഗത്തിന്റെ വിഷയത്തിനും ഉപദേശിച്ചതിന്റെ പേരിലുള്ള പണക്കല്ല. ഇന്നതല്ലല്ലോ. ഇന്നെന്തിനാ പണക്ക്? മരിച്ചോയ വാപ്പാന്റെ വീതം വെച്ച സ്വത്തിന്റെ പേരിൽ, നിക്കാഹ് വിളിക്കാൻ നേരം വൈകിയതിന്റെ പേരിൽ, നോമ്പൊർക്കാൻ ആദ്യത്തെ 5-ന്റെ ഉള്ളിൽ മോൻ കെട്ടിയ വീട്ടുകാർ വരാത്തതിന്റെ പേരിൽ, ഇങ്ങനത്തെ കുറെ മാമൂല എല്ലാ കുടുംബത്തിലും. മുവഹിദീങ്ങളാ, മുജാഹിദീങ്ങളാ, സുന്നികളാ, നവോത്ഥാനത്തിന്റെ നായകരാ, പ്രവാചകന്റെ നടുക്കഷണങ്ങളാന്നൊക്കെ പറയുന്ന എല്ലാ കുടുംബത്തിലും ഉണ്ട് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും. ഇക്കഴിഞ്ഞ റമദാനിൽ 4-5 കുടുംബം തെറ്റി. കാരണം ആദ്യത്തെ 5-ന്റെ ഉള്ളിൽ ഓള വാപ്പ എന്റെ മോനെ ക്ഷണിക്കാൻ വന്നില്ല. ഇതൊക്കെ ഏത് നാട്ടിലെ ആചാരങ്ങളാ? പറഞ്ഞതിന്റെ അർത്ഥം വിയാപ്പന ഒരു വിലയും കൊടുക്കരുത് എന്നല്ല. ആ രംഗത്തൊക്കെ ഉള്ള ഒരു മര്യാദ. വിവാഹത്തിന് ശേഷം 4ാമത്തെ അമ്മായി പോക്കും കഴിഞ്ഞു, പിന്നൊരു അമ്മായിയെ കുറവുള്ളൂ, 5ാമത്തെ അമ്മായിനെ കൊണ്ടാകത്തോണ്ട് അമ്മായി വണങ്ങി. ഇങ്ങനെയാ കുടുംബത്തിൽ പണക്ക്. എത്ര പേരാ മനസ്സ് വെറുത്ത് ജീവിക്കുന്നത്, എത്ര പേരാ പൊരുത്തം കിട്ടാതെ കിടക്കുന്നത് മണ്ണിന്റെ അടിയിൽ. ആ കുടുംബങ്ങളൊക്കെ മനോഹരമാക്കി ചേർന്നു നിന്ന് ചേർത്ത് നിർത്തി സലാം പറഞ്ഞ് ആ ബന്ധങ്ങളെ ചേർത്ത് പിടിച്ച് ജീവിക്കാനാ അള്ളാന്റെ ഹബീബായ നബി തങ്ങൾ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ആ ചോദ്യത്തെ കുറിച്ചുണ്ട് എന്ന് അള്ളാഹ് ഓർമ്മപ്പെടുത്തിയതും വല്ലർഹാം, ആ കുടുംബത്തെ പറ്റി. മരിച്ചു കഴിഞ്ഞാൽ പോലും പടച്ചോന്റെ അടുത്തേക്ക് ഒരു ഫിദിയ പോലെ ഇല്ലാത്തതൊന്നേ ഉള്ളൂ അല്ലേ? ഒരാൾക്ക് നോമ്പ് കടണ്ടെങ്കിൽ ഫിദിയ കൊടുത്താൽ മതി. ഞാനിത് പറയുന്നത് എന്തിനാണെന്നറിയോ? ആരെങ്കിലും കുടുംബ ബന്ധം മുറിച്ചവര് ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ ഈ സദസ്സ് എഴുന്നേറ്റ് പോകുന്നതിന്റെ ഇടയ്ക്ക് ഒരു ഫോൺ കോളിലൂടെ അത് നന്നാക്കണം, ഒന്ന് കയറി ചെല്ലണം. നമ്മളോട് അന്യായം ചെയ്തവനാണെങ്കിലും നമ്മളെ ഭാഗം ക്ലിയറാക്കണം. നമ്മളൊന്നും ചെയ്യാതെ അവൻ നമ്മളെ ശത്രുവായി കണ്ട് നമ്മളെ ഇടങ്ങേറാക്കുന്നുണ്ടോ, അവന് തിരിച്ചു കൊടുക്കാനുള്ളത് നിങ്ങൾ അള്ളാഹുവിനെ ഏൽപ്പിച്ചോളൂ. കാരണം റബ്ബ് കൊടുക്കുന്നത് പോലെ നമുക്ക് കൊടുക്കാൻ പറ്റൂല. വർഷങ്ങളോളം മനസ്സ് കുണ്ടടന്നിട്ട് അതിങ്ങനെ പഴുത്ത് ഉള്ളിലിങ്ങനെ വെരിഞ്ഞ് വേദനിച്ച് നടക്കേണ്ട അവസ്ഥയല്ല. ചെയ്തതിന്റെ പിറ്റേന്ന് അള്ളാഹിനോട് പറയാ, പടച്ചോനെ എനിക്കൊന്നുമില്ല, ഈ കൊടുക്ക് അല്ലേ? മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹു അറിയാതൊരിക്കൽ ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു പോയി, കറുത്തവളുടെ മകനെ
ആ വാക്ക് കേട്ടപ്പോഴേക്കും ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണു നിറഞ്ഞു, മുഖം ചുവന്നു. പക്ഷെ തിരിച്ചൊന്നും പറയാതെ ബിലാൽ റളിയല്ലാഹു അൻഹു തിരിഞ്ഞു നടന്നപ്പോ അബൂദർ റളിയല്ലാഹു അൻഹുവിന് മനസ്സിലായി കുറച്ചധികമായി പോയി എന്റെ വാക്ക്. കണ്ണുനീരോടെ ബിലാലിന്റെ പിന്നാലെ ചെന്ന് പലതവണ പിടിച്ചു നിർത്തിയിട്ട് പറഞ്ഞു, ബിലാൽ എന്നെ ഒന്ന് തിരിച്ചു വിളിക്ക്, എന്റെ വാപ്പാനെ വിളിച്ചോ, എന്റെ ഉമ്മാനെ വിളിച്ചോ. പുഞ്ചിരിയോടെ ബിലാൽ റളിയല്ലാഹു അൻഹു തിരിച്ചു പറഞ്ഞു, ഇല്ല അബൂദറേ, നീ വിളിച്ചത് ഞാൻ അള്ളാഹുവിനെ ഏൽപ്പിച്ചു കഴിഞ്ഞു. നീ എന്നെ പോലെ ഞാൻ നിന്നെ തിരിച്ചു വിളിച്ചാൽ നീയും ഞാനും തമ്മിൽ എന്ത് വ്യത്യാസമാണ് അബൂദറേ? ഞാൻ ഒരിക്കലും താങ്കളോട് അത് തിരിച്ചു ചെയ്യില്ല. ഞാൻ താങ്കൾക്ക് പൊരുത്തപ്പെട്ടു, ഞാൻ താങ്കൾക്ക് വിട്ടുതന്നു, ബാക്കി പടച്ചോനെ ഞാൻ ഏൽപ്പിച്ചു. അബൂദറിന് മനസമാധാനം കിട്ടുന്നില്ല. കാരണം ഇത് അള്ളാന്റെ അടുത്തേക്ക് എത്തിയ കേസാ. അബൂദർ തിരുദൂതന്റെ അരികിൽ ചെന്ന് ഓർമ്മപ്പെടുത്തി, നബിയെ, അവിവേകം കൊണ്ട് എനിക്കൊരു അബദ്ധം പറ്റി. അതുകൊണ്ട് പ്രവാചകരെ, ഞാൻ എന്റെ വലത്തെ കവിള് മണലിൽ താഴ്ത്തി വെക്കാം, എന്റെ വലത്തെ കവിള് നോക്കി ബിലാലിനോടൊന്ന് ചവിട്ടാൻ പറയണം, എന്റെ കവിള് നോക്കിയിട്ടൊന്ന് കാല് വെച്ച് ചവിട്ടാൻ പറയണം. ബിലാൽ റളിയല്ലാഹു അൻഹു അത് കേട്ടുകൊണ്ട് കയറി വന്നു. അള്ളാഹുവിന്റെ റസൂലുള്ളാഹിനോട് പറഞ്ഞു, നബിയെ, ഒരിക്കലും ബിലാൽ അത് ആഗ്രഹിക്കുന്നില്ല നബിയെ, ഞാൻ അതൊരിക്കലും ചിന്തിച്ചിട്ടില്ല നബിയെ. അള്ളാഹുവിന്റെ റസൂലിന്റെ മുൻപിൽ നിന്നും കണ്ണുനീരോടെ ബിലാൽ റളിയല്ലാഹു അൻഹു തിരിഞ്ഞു നടക്കുമ്പോ അബൂദർ റളിയല്ലാഹു അൻഹു അടക്കമുള്ള മുഴുവൻ സഹാബത്തിനെയും നോക്കി തിരുദൂതൻ പറഞ്ഞു കൊടുത്തൊരു വാക്കുണ്ട്, ഇത്തഖൂ ദഅവത്തൽ മദ്ലൂം. ആക്രമിക്കപ്പെട്ടവന്റെ മനസ്സിന്റെ വേദന, സങ്കടപ്പെട്ടവന്റെ മനസ്സിന്റെ വേദന, കുത്തുവാക്കുകൊണ്ട് മുറിഞ്ഞ മനസ്സിന്റെ വേദന, പരിഹാസം കൊണ്ട് ഒറ്റപ്പെട്ടവന്റെ വേദന, പരദൂഷണം കൊണ്ട് നെഞ്ചുപൊട്ടിയവന്റെ വേദന, ഇങ്ങനെ നിങ്ങൾ കാരണം വേദനിച്ചൊരു മനസ്സോ സങ്കടപ്പെട്ടൊരു കണ്ണോ നിറഞ്ഞു തുളുമ്പിയൊരു കണ്ണോ ഉണ്ടെങ്കിൽ ഇത്തഖുല്ലാ, നിങ്ങൾ അല്ലാഹനെ ഭയപ്പെട്ടോ. തിരിച്ചവൻ ചെയ്തിട്ടില്ലെങ്കിലും വമല്ലാഹു ബിഗാഫിലിൻ, അല്ലാഹ് അശ്രദ്ധനല്ല. മോങ്ങം അങ്ങാടിയിൽ വെച്ച് ചെയ്താലും, വാട്സപ്പ് ഗ്രൂപ്പിൽ എഴുതി വിട്ടാലും, ആളറിയാത്ത ഫോൺ കോളിലൂടെ കൊടുത്താലും, ഊമക്കത്തയച്ചാലും, കുടുംബക്കാര് കൂടുന്ന കല്യാണ വീട്ടിൽ രസം പിടിക്കാൻ വേണ്ടി പറഞ്ഞതാണെങ്കിലും, രസിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണെങ്കിലും, അയൽപ്പക്കക്കാരന്റെ വീട്ടിൽ ചെന്ന് മരുമകളുടെ കുറ്റം പറയുന്ന ഒരു ഉമ്മയാണെങ്കിലും വാപ്പയാണെങ്കിലും, സ്വന്തം വീട്ടിൽ പാർക്കാൻ ചെല്ലുമ്പം ജീവിതത്തിൽ ഭർത്താവിന്റെ ഉമ്മയെ പറ്റി ആ കുടുംബത്തിൽ പറഞ്ഞു രസിക്കുന്ന പെണ്ണാണെങ്കിലും, ആരും കേട്ടിട്ടില്ലെങ്കിലും ആരും അറിഞ്ഞിട്ടില്ലെങ്കിലും ഇത്തഖുല്ലാ, അല്ലാഹ് നിങ്ങൾ ഭയപ്പെട്ടോ. കാരണം പടച്ചോൻ ഇതൊക്കെ രേഖപ്പെടുത്തി കഴിയുന്നുണ്ട്. അതുകൊണ്ട് ആ ബന്ധങ്ങളെ കൂട്ടിയോജിക്കാൻ എത്രത്തോളം താവാൻ പറ്റുമോ താന്ന് കളയണം. ദുനിയാവിലെ ഇതൊക്കെ പറ്റൂ, ആഖിറത്തിൽ ഇതിനൊന്നും പറ്റൂല. ആഖിറത്തിൽ എന്തിനും സന്നദ്ധനായി നിൽക്കുന്ന സമയത്ത് അള്ളാഹ് തിരിച്ചു പറയുന്ന ഒരു വാക്കുണ്ട്. ഇത് അള്ളാഹുവിന്റെ നരകം ഇങ്ങനെ കാണുകയും സ്വർഗം ഇങ്ങനെ പരിമളം പരത്തുകയൊക്കെ ചെയ്യുമ്പോ, റബ്ബെ എനിക്കിപ്പോ എന്താണ് റബ്ബ് നിശ്ചയിച്ചത് എന്നുള്ള വേവലാതിയിൽ എന്തിനും സന്നദ്ധനായിട്ടാണ് നമ്മൾ നിൽക്കുക. ആ സമയത്ത് അള്ളാഹ് തിരിച്ചു പറയുന്ന ഒരു വാക്കുണ്ട്, കല്ലാ ഇന്നഹാ ലളാ നസാഅത്തൻ ലിശ്ശവാ തദ്ഉ മൻ അദ്ബറ വതവല്ലാ വവുജൂഹു യൗമഇദിൻ അലൈഹാ ഗബറ തർഹഖുഹാ ഖതറ ഉലൈക ഹുമുൽ കഫറത്തുൽ ഫജറ. അക്രമികളും അവിവേകികളുമായവരെ നിങ്ങൾ മാറി നിൽക്കണട്ടോ എന്ന് പറയും. അതുകൊണ്ട് ദുനിയാവിലാ നന്നാവണ്ട്, ദുനിയാവിലാ സ്നേഹിക്കണ്ട്, ദുനിയാവിലാ കൈ പിടിക്കണ്ടേ, ദുനിയാവിലാ സലാം പറയണ്ട്. മരിച്ചു കഴിഞ്ഞിട്ട് മക്കളെ പോയി കണ്ട് കുറെ കണ്ണീരൊഴുക്കിയിട്ട് പാപ്പാനോട് ഭയങ്കര ഇഷ്ടായിരുന്നു എന്നൊക്കെ പറയലല്ല പുണ്യം. ആയുസ്സുള്ളപ്പോ ഒന്ന് കയറി ചെല്ലണം, സലാം പറയണം. കുടുംബത്തിൽ നമ്മളുടെ ഏറ്റവും വലിയ ഇസ്സത്ത് അതാവണം. എന്ത്? ആ കുടുംബത്തിൽ ഞാനുള്ളത് കൊണ്ടാണ് കുടുംബങ്ങളൊക്കെ ഞാനിങ്ങനെ കൂട്ടിപ്പിടിച്ച് കൊണ്ടുപോകുന്നത് എന്ന് നമുക്ക് സ്വയം നമുക്കൊരു സന്തോഷം ഉണ്ടാവണം. ഇസ്ലാമിക ലോകത്തൊരു ചരിത്രം പറയാറുണ്ട്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട മകൾ ഫാത്തിമ ബീവിയെ കല്യാണം കഴിച്ചത് അലി റളിയല്ലാഹു അൻഹു ആണ്. അലി റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ മനോഹരമായിട്ട് ജീവിച്ച ഒരു ദിവസം ഫാത്തിമ ബീവി അലി ഇബ്നു അബീ ത്വാലിബിന്റെ മടിയിൽ തലവെച്ച് ഇങ്ങനെ കിടക്കും. ഫാത്തിമ ബീവി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അലിന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കും. അലി ചോദിച്ചു, എന്താ ഫാത്തിമ? ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു, അലി, ഞാൻ മരിച്ച നിങ്ങൾ വേറെ കല്യാണം കഴിക്കുവോ? ഞാനിപ്പോ മരിച്ചു പോയാല് നിങ്ങൾ വേറെ പെണ്ണ് കെട്ടുവോ അലിയെ? അലി റളിയല്ലാഹു അൻഹു ചിരിച്ചോണ്ട് പറഞ്ഞു, എന്ത് ചോദ്യ ഫാത്തിമ, ഞാനത് ചിന്തിച്ചിട്ടില്ല അതിനെപ്പറ്റി. വീണ്ടും ഫാത്തിമ ബീബി ചോദിച്ചു, പറ അലി, നിങ്ങൾ കെട്ടുവോ? ആ ചോദ്യത്തിന്റെ മുൻപിൽ അലി ഇബ്നു അബീ ത്വാലിബിന്റെ കണ്ണങ്ങ് നിറയും. അലി ഇബ്നു അബീ ത്വാലിബിന്റെ കഴുത്തിൽ ഇങ്ങനെ പതുക്കെ കൈയിട്ടിട്ട്
അലിയുടെ താടിയിൽ പതുക്കെ ഇങ്ങനെ കൈകൊണ്ട് കളിച്ചിട്ട് ഫാത്തിമ ബീവി പറയുന്നുണ്ട്, അലി നിങ്ങൾ കെട്ടണട്ടോ, ഞാൻ മരിച്ചാലും നിങ്ങൾ പെണ്ണെട്ടണം വേറെ, പക്ഷെ നിങ്ങൾ കെട്ടേണ്ടത് ആരെയാണെന്ന് അറിയോ അലി? എന്റെ മൂത്ത പെങ്ങള് സൈനബയുടെ മകൾ യമാമനെ കല്യാണം കഴിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആദ്യത്തെ മകൾ സൈനബ ബീവി, രണ്ടാമത്തത് റുഖിയ, മൂന്നാമത്തത് ഉമ്മു കുൽസൂം, നാലാമത്തത് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹും. ഇതിൽ ഫാത്തിമ ബീവി പറയാണ്, അലി ഞാൻ മരിച്ചാങ്ങൾ കെട്ടേണ്ടത് ആരെയാ? എന്റെ മൂത്ത പെങ്ങള് സൈനബയുടെ മകൾ യമാമനെ കല്യാണം കഴിക്കണം. എന്റെ മുൻപിലിരിക്കുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും അതിനെപ്പറ്റിയൊക്കെ ഒന്ന് മനസ്സിൽ ചിന്തിക്കണട്ടോ. നമ്മളെ പെണ്ണുങ്ങൾ മടിയിൽ തലവെച്ചിട്ട് നമ്മളോട് പറയാ, ഞാൻ മരിച്ചാലേ എന്റെ ഏട്ടത്തിന്റെ മോളങ്ങൾ കല്യാണം കഴിക്കണട്ടോ എന്നുള്ളത് മനസ്സിലൊന്ന് ആലോചിച്ചോളൂ. അലി ഇബ്നു അബീ ത്വാലിബ് കണ്ണീരോടെ ചോദിക്കും, എന്തിനു ഫാത്തിമ, എന്തു വർത്താനാ ഫാത്തിമ അങ്ങി പറയണ്? ഫാത്തിമ ബീവി കണ്ണ് നിറഞ്ഞ് വിതുമ്പിക്കരഞ്ഞിട്ട് പറയും, അലി നിങ്ങളെപ്പോലെയുള്ള ഒരു നല്ല മനുഷ്യൻ എന്റെ കുടുംബത്തിൽ വേണം അലി, നിങ്ങളെപ്പോലെയുള്ള ഒരു മനുഷ്യൻ എന്റെ യമാമക്ക് വേണം അലി. നിങ്ങളെന്ന സൗഭാഗ്യം എനിക്ക് പടച്ചോൻ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളെ തൊട്ട് ഞാൻ പൂർണ്ണ തൃപ്തനാണ് അലി. കുടുംബ ബന്ധം ചേർക്കാനും ബന്ധങ്ങളെ ചേർത്തുപിടിക്കാനും എല്ലാവരെയും മനോഹരമായി സ്നേഹിക്കാനും പറ്റുന്ന താങ്കൾ വലിയൊരു നിഅമത്താണ് അലി. നിങ്ങൾ എന്റെ കുടുംബത്തിൽ തന്നെ വേണം അലി, നിങ്ങൾ എന്റെ യമാമനെ കല്യാണം കഴിക്കണം. ഒരിക്കലും നിങ്ങൾ വേറൊരു ഗോത്രത്തിൽ പോയി പെണ്ണെട്ടരുത് കേട്ടോ. ഞാൻ മരിച്ചാൽ വേറൊരു കുടുംബത്തിൽ പോയി നിങ്ങൾ പെണ്ണെട്ടരുത്. കാരണം പിന്നെ ആ കുടുംബത്തിനും കൂടി നിങ്ങൾ അവകാശപ്പെടും. അത് വേണ്ട അലി, നിങ്ങൾ എന്റെ കുടുംബത്തിന് എന്നെ വേണം. അലി ഇബ്നു അബീ ത്വാലിബ് പൊട്ടിക്കരയുമ്പോൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയും കരഞ്ഞു. ദിവസങ്ങൾക്കുള്ളിൽ ഫാത്തിമ ബീവി വഫാത്താകും. അലി ഇബ്നു അബീ ത്വാലിബ് പിന്നീട് മാസങ്ങൾക്ക് ശേഷം കല്യാണം കഴിക്കുന്നത് ഇതേ യമാമ റളിയല്ലാഹു അൻഹാനെ തന്നെ. ഇനി ഇതേ ചോദ്യം നമ്മളൊന്ന് വിട്ടുപോവുക. ഈ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് രാത്രി ഭക്ഷണമൊക്കെ കഴിഞ്ഞ് മടിയിൽ തലവെച്ചോട് ഇങ്ങനെ കിടക്കുമ്പോൾ നമ്മളെ മുഖത്തേക്ക് നോക്കിയിട്ട് വെക്കല്ലേ, ഞാൻ മരിച്ചങ്ങൾ വേറെ കെട്ടുവോ ഇല്ലാന്നൊക്കെ പറയെങ്കിലും ഉള്ളിലുണ്ടാകും. അത് മനുഷ്യന്റെ പ്രകൃതിയാണ്. ആ പറഞ്ഞ കൂട്ടത്തിൽ തന്നെ ഓള് നമ്മളോട് പറയാണ്, ഇനി അഥവാ കെട്ടുന്നുണ്ടെങ്കിൽ മേലാൽ ഇഞ്ച കുടുംബത്തിൽ നിന്ന് കെട്ടണ്ടോ, ഞാൻ സഹിക്കേണ്ടതോ സഹിച്ചു, നിങ്ങൾ വേറെ എവിടെയും വേണേ പോയി കെട്ടിക്കോളൂ. ഇനി ഓളോ സമ്മതമൊക്കെ വാങ്ങി നമ്മൾ ഉറപ്പിച്ചു ഓളെ കുടുംബത്തിൽ നിന്ന് കെട്ടാന്നൊക്കെ, ഓളെ മുഖത്തേക്ക് നോക്കിയിട്ട് നമ്മളെന്താ പറയാ, അടച്ച തമ്പുരാനെ ഇനിയും എന്റെ കുടുംബത്തിൽ നിന്ന് തന്നെയോ. സുബ്ഹാനല്ലാഹ്. ഒരു മനുഷ്യന്റെ ഇൻഡിവിജ്വൽ പേഴ്സണാലിറ്റിയാണ് അവന്റെ കുടുംബം. അതേ ലോകത്തിന്റെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞിട്ടുള്ളൂ, ഒരാണിന്റെയും പെണ്ണിന്റെയും വില എവിടെയാ? അവന്റെ വീട്ടിലാ. മൈ ഇൻഡിവിജ്വൽ പേഴ്സണാലിറ്റി, എന്റെ ജെന്റിൽ, അതല്ലെങ്കിൽ എന്റെ മാന്യത, അതിന്റെ കുടുംബം അറിയേണ്ടത്. ആ കുടുംബത്തിൽ ബന്ധങ്ങളെ കൂട്ടിച്ചേർക്കുന്നതില്, മക്കളെ സ്നേഹിക്കുന്നതില്, ഭാര്യനെ സ്നേഹിക്കുന്നതില്, ഭർത്താവിനെ പരിഗണിക്കുന്നതില്, മാതാപിതാക്കളെ കൊണ്ടടക്കുന്നതില്, ബന്ധക്കാരെ, അയൽവാസികളെ, കുടുംബത്തെ, അമ്മായിനെ, എളാപ്പനെ, മൂത്തപ്പാനെ, അവസാനം മരിക്കുമ്പം നാട്ടുകാരും കുടുംബക്കാരും പറയണം, ഓനുള്ളതുകൊണ്ടായിരുന്നു കുടുംബം നല്ല നിലക്ക് പോയത്. ഇന്ന് പലരെ പറ്റിയും പറയാറില്ലേ, മൂപ്പരുള്ള കാലത്ത് എല്ലാ കുടുംബത്തിനെയും കൊണ്ടുനടന്നിരുന്നു, മരിച്ചതിന് ശേഷം കുടുംബം 4 വൈക്കുമായി പോയി. അത് ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഏറ്റവും നല്ലൊരു ദീനെന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെയാ. അല്ലാണ്ട് 5 വക്ത് നിസ്കരിക്കലും, നിസ്കാരത്തയമ്പ് ഉണ്ടാക്കലും, ഇടക്കിടക്ക് ഉംറ ചെയ്യലും, ഖുർആൻ ഓതി തീർക്കലും, നോമ്പോൽക്കലും, 10 കൊടുക്കലും മാത്രമല്ല ദീന്. അങ്ങനെ ബന്ധങ്ങളെ ചേർത്ത് പിടിച്ച് കുടുംബത്തെ മുൻപോട്ട് കൊണ്ടുപോകാൻ പറ്റണം. ഒരിക്കലും ബന്ധം മുറിഞ്ഞൊരു ജീവിതവുമായി പടച്ചോന്റെ മണ്ണിക്ക് കടക്കാൻ പാടില്ല. ബാധ്യതകളില്ലാതെ മണ്ണിന്റെ അടി കിടക്കണം. ഒരാളെ മനസ്സും വേദനിപ്പിക്കാതെ, ഒരാളെ കണ്ണും നിറയിപ്പിക്കാതെ, ഒരാളെ ജീവിതത്തിലും ഒരു സങ്കടം വരുത്താതെ മണ്ണിന്റെ അടി കടക്കാൻ പറ്റണം. അതാ ജീവിതം. ആ ജീവിതം നയിക്കണമെങ്കിൽ എന്തു വേണം? ആദ്യം നമ്മളെ കുടുംബത്തെ നമുക്കൊന്ന് സംവിധാനിക്കാൻ പറ്റണം. ഇന്നത്തെ തലമുറയിലേക്ക് നമ്മൾ കൂടുതൽ ജാഗ്രതയോടെ ചിന്തിക്കണം. കാരണം എന്താ? അത്രയേറെ ലിബറൽ ചിന്താഗതികൾ നമ്മളെ മക്കളുടെ മനസ്സിൽ കുത്തിവെക്കാൻ ലിബറലുകൾക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ജീവിതം ആസ്വദിക്കാനുള്ളതാണെന്ന ധൂർത്ത ചിന്തയിലേക്ക് നമ്മളെ മക്കൾ എത്തിപ്പെടാനുള്ള കാരണം. എല്ലാ മക്കളും മോശക്കാര് എന്നൊരിക്കലും നമുക്ക് വാദല്ല, ആർക്കും വാദല്ല. നഞ്ചക്കുകൊണ്ട് സുഹൃത്തിന്റെ തലതല്ലിപ്പൊളിച്ചതിന്റെ പേരിൽ SSLC എഴുതാൻ വേണ്ടി വെപ്രാളപ്പെടുന്ന തലതല്ലിപ്പൊളിച്ച 12 പേരെ പ്രശ്നക്കാരുള്ളൂ. ആ കൊല്ലം SSLC എഴുതിയത് 4,68,000 പേരാണെങ്കിൽ 4,67,000-ത്തിലധികം കുട്ടികളും നല്ല മക്കളാ. ഇന്നും ഈ സമൂഹത്തിലുള്ള മക്കളെ പറ്റി നമുക്ക് അബദ്ധവിശ്വാസങ്ങളില്ല. ന്യൂ ജനറേഷൻ എന്ന പേര് വിളിച്ചവരെ നമ്മൾ ഒറ്റപ്പെടുത്തേണ്ടതില്ല, കുറ്റപ്പെടുത്തേണ്ടതില്ല. കാരണം പ്രബുദ്ധരാണവർ, ചിന്താശേഷിയുള്ളവരാണവർ. നമ്മൾ പറയുന്ന ആധുനിക കാലഘട്ടത്തിന്റെ IT യുഗത്തിന്റെ ചിന്താശേഷിയുള്ളവർ.
മൊബൈൽ പുഴുക്കളാണെന്ന് വാദിക്കുമ്പോഴും കേരളത്തിൽ മഹാപ്രളയം വന്നപ്പോ വീട്ടിലെ TV കണ്ട് അഭിപ്രായം പറയുന്ന നമ്മളെക്കാൾ മുൻപ് ഉള്ളതെല്ലാം നുള്ളിപ്പെറുക്കി വയനാടിന്റെ ചുരം കയറിയത് ഇതേ യുവാക്കളാ. ഇപ്പോഴും കോഴിക്കോടും മഞ്ചേരിയുമുള്ള പല ഹോസ്പിറ്റലുകളിലും രക്തം കൊടുക്കാൻ വേണ്ടി കൈ നീട്ടിക്കൊടുത്ത് രക്തദാനം ചെയ്യുന്നത് ഇതേ ക്യാമ്പസുകളിൽ വളരുന്ന ഇതേ ചെറുപ്പക്കാരാ. ഇന്നും സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി വ്യത്യസ്ത രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ മേഖലകളിൽ നിന്നും മതത്തിന്റെ മേഖലകളിൽ നിന്നും നാടിനെ സമുദ്ധരിക്കാൻ വേണ്ടി ഇറങ്ങിപ്പുറപ്പെടുന്നത് ഇതേ യുവാക്കളാ, കൗമാരങ്ങളാ. ഒരിക്കലും അവർ മോശക്കാരാണ് എന്ന് ചിന്തിക്കേണ്ടതില്ല, എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കേണ്ടതില്ല, ആക്ഷേപിക്കേണ്ടതില്ല. പക്ഷേ ഏത് കുട്ടികളെയും പറയിപ്പിക്കാൻ ചില കൂട്ടരുണ്ടാകും, ഏത് യൗവനങ്ങളെയും നശിപ്പിക്കാൻ ചില കൂട്ടരുണ്ടാവും. ആ കൂട്ടരാണ് ഇന്നത്തെ ലിബറലുകൾ. ആരാണ് ലിബറലുകൾ? മതം വേണ്ടെന്ന് മക്കളുടെ മനസ്സിൽ കുത്തിവെക്കുന്നതാണ് ലിബറിന്റെ ആദ്യത്തെ രീതി. മതമാണ് പ്രശ്നം. മോളെ, നിനക്ക് പർദ്ദ ധരിക്കാൻ ഉമ്മ കൽപ്പിക്കുന്നുണ്ടോ? എങ്കിൽ ആ മതം നീ പൊട്ടിച്ചെറിയണം. നിനക്ക് ജീൻസ് ഉടുക്കാൻ ഉമ്മ സമ്മതിക്കുന്നില്ലേ? നിന്റെ കാലിൽ ചരട് കെട്ടാൻ ഉമ്മ സമ്മതിക്കുന്നില്ലേ? നിനക്ക് ലിപ്സ്റ്റിക് ഇടാൻ ഉമ്മ സമ്മതിക്കുന്നില്ലേ? നിന്റെ മുടി ഒന്ന് വർണ്ണ ശബളമാക്കാൻ ഉമ്മ സമ്മതിക്കുന്നില്ലേ? നിനക്ക് കസവെടുക്കാൻ വാപ്പ സമ്മതിക്കുന്നില്ലേ? കാരണം നിന്റെ വാപ്പയും ഉമ്മയും മതപ്പുഴുക്കളായതുകൊണ്ടാ. അതുകൊണ്ട് പെണ്ണെ, മതം നീ പൊട്ടിച്ചെറിയണം. ആൺമക്കളോടും പറഞ്ഞല്ലോ. ഒരു ഭാഗത്ത് പെൺമക്കളോടൊപ്പം തന്നെ ആൺമക്കളോടും ലിബറലുകൾ പറഞ്ഞു, എന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്നത്? വാപ്പാന്റെ ഉമ്മാന്റെ തോയനായി ജീവിതം ഈ പരന്നു കിടക്കുന്ന ലോകമല്ലേ? എന്തൊക്കെ ലഹരികൾ വന്നു, എന്തൊക്കെ ആസ്വാദനം വന്നു. ഇതൊന്നും അനുഭവിക്കാതെ ജീവിക്കാനാണോ നിനക്ക് ജീവിതം? കേരളത്തിലെ സുപ്രസിദ്ധനായ സിനിമാ നടന്റെ പോസ്റ്റർ വെച്ചിട്ട് പറഞ്ഞു, ജീവിതം ആരുടെയും സർട്ടിഫിക്കറ്റ് വാങ്ങാനുള്ളതല്ല, ആസ്വദിച്ച് തീർക്കാനുള്ളതാ. മൈ ബോഡി മൈ ചോയ്സ്. അതുകൊണ്ട് ആസ്വദിച്ച് അനുഭവിച്ച് ജീവിച്ചോ. ഒരിക്കലും മതത്തിന്റെ പുഴുവായി മാറാതിരുന്നാൽ മതി. ചുണ്ടിലെരിയെന്ന ആഗ്രഹമുണ്ടോ? നീ ആഗ്രഹിച്ചോ. നിനക്ക് കുത്തിവെക്കണോ? നിനക്ക് ആസ്വദിക്കണോ? നീ ചിന്തിച്ചോ. കാരണം ഇത് തടയുന്നത് നിന്റെ മതമാണെങ്കിൽ ആ മതത്തെ നീ അങ്ങ് ഒഴിവാക്കിക്കളാ. അതുകൊണ്ടല്ലേ മക്കൾ മതത്തെ വെറുത്ത് യുക്തിവാദികൾ അവരുടെ തോന്നിവാസങ്ങൾ പ്രചരിപ്പിച്ച്. ഇപ്പൊ സ്വാഭാവികമായി ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഞാൻ എന്തുകൊണ്ടാ കള്ളു കുടിക്കാത്ത? എന്റെ വാപ്പനോട് കള്ളു കുടിക്കല്ലേ മോനെ എന്ന് പറയുന്നത് കൊണ്ടല്ല. എന്റെ മതം എന്നെ വിരോധിച്ചു. ഇന്നഹു കാന ഫാഹിഷതൻ. അത് തെറ്റാ, അതിൽ നിന്ന് വിരമിക്കണം എന്ന് 1400 കൊല്ലം മുൻപ് റബ്ബ് കൽപ്പിച്ചതുകൊണ്ടാ. ഞാൻ എന്തുകൊണ്ടാ വൃത്തികേടുകൾ ആസ്വദിക്കാത്ത? ഞാൻ എന്തുകൊണ്ടാ വ്യഭിചരിക്കാത്ത? എന്റെ മതനോട് പറഞ്ഞു അത് തെറ്റാന്ന്, അത് ചെയ്യാൻ പാടില്ലാന്ന്. എന്താ ചെയ്താ സുഖം കിട്ടൂലേ? കിട്ടും. പക്ഷെ എവിടെ തെറ്റാണ്? ദൈവത്തിന്റെ മുൻപിൽ അത് തെറ്റാ. കാരണം നീ ആസ്വദിക്കുന്ന പെണ്ണ് മറ്റൊരുത്തന്റെ ഭാര്യയാ, മറ്റൊരുത്തന്റെ പെങ്ങളാ, മറ്റൊരുത്തന്റെ ഉമ്മയാ. ആ ചിന്ത മൂലം നീ അത് വേണ്ടെന്ന് വെക്കണമെന്ന് റബ്ബ് കൽപ്പിച്ചപ്പോ ഞാൻ അത് വേണ്ടെന്ന് വെച്ചു. ശരി, എനിക്ക് ആ മതബോധമില്ലെങ്കിലോ, എനിക്ക് ആ മതത്തിൽ വിശ്വാസമില്ലാത്ത ഒരു കോലത്തിൽ ഞാൻ എത്തിയാലോ, എനിക്ക് വ്യഭിചരിക്കാം, എനിക്ക് കള്ളുകുടിക്കാം, എനിക്ക് ഏത് തോന്നിവാസത്തിലും ജീവിക്കാം. കാരണം ഞാൻ ലിബറലാ. ആ ലിബറൽ ചിന്തയാണ് കേരളത്തിലെ മക്കളുടെ മനസ്സുകളിലേക്ക് മീഡിയകളിലൂടെയും അല്ലാതെയും കുത്തിവെക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെ മക്കൾ മതത്തെ വെറുക്കാൻ തുടങ്ങി. മതത്തെ പ്രേരിപ്പിക്കുന്ന മാതാപിതാക്കൾ വെറുക്കാൻ തുടങ്ങി. എത്രയേറെ ആണിന്റെ ചൊൽപ്പടിക്ക് നിൽക്കരുതെന്ന് ഏതോ സുപ്രസിദ്ധനായ സിനിമാ നടന്റെ ജീവിതം തകർന്ന ഡൈവോഴ്സിന്റെ രംഗം കാണിച്ച് വിവാഹബന്ധങ്ങളെ വേണ്ട, അതൊക്കെ വലിയ ബാധ്യതകളാണെന്ന് പെൺമക്കളെ അവരുടെ മനസ്സുകളിൽ കുത്തിവെച്ചു. അതിന്റെ പരിണിത ഫലമോ 25, 26, 28 വയസ്സായിട്ടും പെൺമക്കൾക്ക് കല്യാണം വേണ്ട. പഠിക്കണം, പഠിച്ച് 4 കാലിൽ നിൽക്കണം, എന്നിട്ട് ജോലി വാങ്ങണം, എന്നിട്ട് ഓനെ ഞാൻ നോക്കും, അങ്ങനെ പറ്റുന്നോനെ കെട്ടിയാ മതി എന്നൊരു ചിന്തയിലേക്ക് എത്തി. ഈ പറഞ്ഞതിന്റെ അർത്ഥം പഠിപ്പിക്കണ്ടാന്നോ ജോലി വാങ്ങിക്കണ്ടാന്നോ അല്ല. അവസാനം പിന്നീട് ലൈംഗികതക്ക് പോലും പുതിയ മാർഗങ്ങൾ തേടി. ഡേറ്റിങ്ങുകൾ, കമ്പയർ ജീവിതങ്ങൾ, കമ്പയർ സ്റ്റഡികൾ. ആ ദുരിത ജീവിതത്തിലേക്ക് നമ്മൾ എത്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിലെ കയറി വന്നതാ ലഹരി. കാരണം മതത്തിന്റെ സ്വാതന്ത്ര്യം, മതത്തിന്റെ സമാധാനം നഷ്ടപ്പെട്ട പിന്നെ കുറച്ചു കാലേ മതത്തിനെ വിരോധിച്ചതിന്റെ പേരിലുള്ള സമാധാനം ഉണ്ടാവും. കുടിച്ചാ മതിയാകും. ജീവിതം തോന്നിയ മാതിരി ജീവിക്കുമ്പം പിന്നെ മതിയാകും. ആ മതിയാകുമ്പം പിന്നെ തിരിച്ചു വരാതിരിക്കാൻ രണ്ടാമതായി ലിബറലുകൾ കൊടുത്തു ലഹരി എന്ന മാരക വിപത്ത്. ചുണ്ടിലെരിയാൻ, നാവിനടിയിൽ തിരികാൻ, ഞരമ്പുകളിൽ കുത്തിത്തായ്ത്താൻ. പെണ്ണുങ്ങൾക്ക് പോലും അവരത് വിതരണം ചെയ്തു. ചോദ്യം ചെയ്യപ്പെടാത്ത ചെക്ക് പോസ്റ്റുകളിലൂടെ, കടലോരങ്ങളിലൂടെ ഈ കേരളത്തിന്റെ മണ്ണിലേക്കും അതിന്റെ കുത്തൊഴുക്കുണ്ടായി. ഇല്ലേ? 25,000 കോടിയുടെ ലഹരികൾ ഇന്ത്യ മഹാരാജ്യത്ത് വിൽപ്പന ചെയ്യപ്പെടുന്നു എന്ന് പറയുമ്പോൾ വെറും 19,000 കോടി രൂപയുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളെ ഈ ഇന്ത്യ മഹാരാജ്യത്ത് നടക്കുന്നുള്ളൂ.
19,000 കോടിയുടെ വിദ്യാഭ്യാസത്തെക്കാൾ 25,000 കോടിയുടെ മാരകമായ ലഹരികൾ കേരളത്തിനകത്തുണ്ടാകുമെന്ന് പറയുമ്പോ ഓരോ ദിവസവും 3 പുതിയ ലഹരിയുടെ ഉപയോഗക്കാർ കൂടുന്നുണ്ട് എന്ന് പറയുമ്പം അതിന്റെ കേരിയറുകളാവാൻ മക്കൾ നിർബന്ധിക്കപ്പെട്ടു. വിദ്യാഭ്യാസം നശിച്ചു, ജോലിയില്ലാണ്ടായി. പിന്നെ പണമുണ്ടാക്കണമെങ്കിൽ അതിന്റെ കേരിയർ ആവണം. ഈ പാവപ്പെട്ട യുവാക്കളുടെ അരയിൽ തിരികുന്ന കഞ്ചാവും ഹാഷിഷും ബ്രൗൺ ഷുഗറുമായി അവർ നമ്മളെ മക്കളെ കുരങ്ങ് കളിപ്പിക്കാൻ തുടങ്ങി. ഒരു കുടുംബത്തിന്റെ സ്വപ്നമാകേണ്ട മക്കളെ നാടിന്റെ ശാപമാക്കി മാറ്റി. ഒരു വാപ്പാന്റെ സ്വപ്നമാകേണ്ട മകനെ അരക്ഷിതാവസ്ഥയുടെ ആത്മഹത്യകളിലേക്ക് എത്തിച്ചു. ഒരു കുടുംബത്തിന്റെ സ്വപ്നമായിരുന്ന പെണ്ണിനെ നാട്ടുകാർക്ക് മുൻപിൽ വീതിക്കപ്പെടുന്ന തോന്നിവാസത്തിന്റെ ബ്ലൂ ഫിലിമുകളിൽ പോലും ആ പെൺകുട്ടിയെ കാണിക്കാൻ ഈ ലിബറൽ മനോഭാവത്തോടുകൂടി ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ പഠിപ്പിക്കുന്ന ആധുനികതയുടെ എത്തിസ്റ്റുകൾക്കും അതോടൊപ്പമുള്ള യുക്തിവാദികൾക്കും നിരീശ്വരവാദികൾക്കും മതനിഷേധികൾക്കും സാധിച്ചതിന്റെ സങ്കടമാ ഇന്ന് കേരളം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരിതം. അത് തെറ്റാണെന്ന് പറയാൻ ഇന്ന് കേരളക്കരയിൽ ഒരു പ്രസ്ഥാനമുണ്ടെങ്കിൽ മുജാഹിദ് പ്രസ്ഥാനം മാത്രമേയുള്ളൂ. ലഹരിക്കെതിരെ ഇന്നും കേരളത്തിന്റെ മുക്കുമൂലകളിൽ ഈ പ്രസ്ഥാനം മുന്നിട്ടിറങ്ങാൻ തുടങ്ങി. കേരളത്തിലെ ഏത് യുവജന പ്രസ്ഥാനത്തിന് ഇങ്ങനെ നെഞ്ചുവിരിച്ച് പറയാൻ പറ്റും? ഏത് യുവജന പ്രസ്ഥാനത്തിന് ഇങ്ങനെ ആവേശത്തോടെ പറയാൻ പറ്റും? പക്ഷേ നമുക്ക് പറ്റും. കേരളത്തിലെ ISMകാരന് പറ്റും, MSMകാരന് പറ്റും. കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെ യുവജന കൂട്ടങ്ങളെ ആവേശത്തോടുകൂടി നമ്മൾ ഓർമ്മപ്പെടുത്തി കൊടുക്കുന്നു. വേണ്ടെന്ന് വെക്കുന്നവരും അതിലേക്ക് പോകാത്തവരും അതൊരിക്കലും ഉപയോഗിക്കാൻ പാടില്ലെന്നും ഞങ്ങളെ മതം ഞങ്ങളെ പഠിപ്പിച്ചതുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന്റെയും മതത്തിന്റെയും അനുയായിയായി നെഞ്ചും പിരിച്ച് ഏത് നാട്ടിലും ഞങ്ങൾക്ക് പറയാൻ പറ്റും. ഇരുട്ടിന്റെ മറവിൽ ഒരു തുള്ളി സേവിക്കാത്തത് കൊണ്ട്, യാത്രയുടെ മറവിൽ ഒരിഞ്ച് നാവിനടിയിൽ തിരുകാത്തത് കൊണ്ട്, ഒരൊറ്റ കല്യാണ വീട്ടിന്റെ മറവിലും ഒരു പുകച്ചുരുളുകൾ എടുക്കാത്തത് കൊണ്ട് ആർജവത്തോടെ കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ യുവജന കൂട്ടായ്മക്ക് പറയാൻ പറ്റും. തിന്മയാണ് ലഹരി, ഒരിക്കലും കുടുംബത്തിലേക്ക് അതിനെ കൊണ്ടുവരരുത്. ആ കുടുംബം അത് നശിക്കുന്നതിന് കാരണമാകുന്നുണ്ടെങ്കിൽ കൊണ്ടുകൊടുത്തവരെ, നേട്ടമുണ്ടാക്കിയവരെ നേട്ടമുണ്ടാക്കാൻ വേണ്ടി കൈമാറ്റം ചെയ്ത് ഓരോ കുടുംബത്തെയും അടിവേററുത്തവരെ അനുഭവിക്കേണ്ടി വരും. ഈ ലോകത്ത് അനുഭവിക്കേണ്ടി വരും. ഓരോരുത്തരും അനുഭവിക്കാതെ തിരിച്ചു പോകില്ലെന്ന് പഠിപ്പിച്ചൊരു മതത്തിന്റെ അനുയായിയാണ് ആ നമ്മളെങ്കിൽ അനുഭവിക്കേണ്ടി വരും. ആ കുടുംബത്തിലേക്ക് അവർ കുത്തിവെച്ചത് അങ്ങനെയായിരുന്നു. സിനിമകളിലൂടെ അത് വന്നു അല്ലേ? സിനിമ എന്ന് പറഞ്ഞാൽ തന്നെ ഇപ്പൊ എന്താ? വെട്ടും കൊലയും കുത്തും, ബ്രൗൺ ഷുഗറും കള്ളും കഞ്ചാവും. അതാണത്തമാ. അതുകൊണ്ടല്ലേ കേരളത്തിലുള്ള യൂട്യൂബർമാര്, ആളുകൾക്കൊക്കെ വേണ്ടത് ഇപ്പൊ കുട്ടികൾക്ക് പോലും അതാ. കേരളത്തിൽ ഒരു ഉദ്ഘാടനം ചെയ്യാൻ ഒരു ചെറുപ്പക്കാരൻ വന്ന് യൂട്യൂബറാ, അതാ ക്വാളിറ്റി. ഇതൊക്കെ പറയുമ്പോൾ ചിലര് നമ്മളോട് ചോദിക്കും, നിങ്ങളും കൊടുക്കാറില്ലേ യൂട്യൂബില്? യൂട്യൂബിന്റെ പേരിൽ ഒരു നയാ പൈസ ഒരാളാ ഈ ശരീരത്തിലുമില്ല, എന്റെ കുടുംബത്തിലുമില്ല. ഇന്ന് വരെ വേറെ ചിലര് നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ ചോദിക്കും, സോഷ്യൽ മീഡിയകളിലൂടെ ഈ മതയോളികളാണ് പ്രശ്നം, എന്തെങ്കിലും പോയി നയിച്ചു തിന്നൂടോ എന്ന് ചോദിക്കും. നല്ലത് പറഞ്ഞു കൊടുക്കുമ്പോ നയിച്ചിട്ട് തന്നെയാ കഴിക്കുന്നത്. കേരളത്തിലെ ഒരു സ്ഥാപനത്തിൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായതുകൊണ്ട് തന്നെയാ ആർജവത്തോടെ എനിക്കിത് പറയാനും യാത്ര ചെയ്യാനും പറ്റുന്നത്. ഒരു നയാ പൈസ ദുനിയാവിൽ അള്ളാന്റെ ദീനിന്റെ പേരിൽ ആർത്തി പിടിച്ച് ആഗ്രഹിച്ചു വാങ്ങിയിട്ടില്ല ഒരു മതക്കാരന്റെ മാതിരിയും. കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അനുയായികൾ വക്കം മൗലവി മുതൽ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് മുതൽ അബുസബാഹ് മൗലവി മുതൽ MBA മുതൽ കേരളത്തിന്റെ ഓരോ പണ്ഡിതന്മാരെ എടുത്തോക്കൂ. കാരണം അന്നും ഇന്നും നമ്മൾ ലക്ഷ്യം വെക്കുന്നത് ഈ സമുദായത്തിന്റെ നന്മയാ, സമൂഹത്തിന്റെ നന്മയാ. അതുകൊണ്ട് തന്നെ കുടുംബത്തിലേക്ക് നമ്മൾ ജാഗ്രതയോടെ ഇടപെടേണ്ട കാലം ഇന്നത്തെ കാലഘട്ടമാണ്. ഓരോ നാട്ടിലെയും മക്കളെ സംവിധാനിക്കണം നന്മയിൽ ചേർത്ത് നിർത്താൻ. അതിനെന്തു വേണം? കുടുംബാന്തരീക്ഷം മനോഹരമാകണം. തമ്മിൽ തല്ലുന്ന വാപ്പയമ്മയാവരുത്, തെറിവിളിക്കുന്ന ഭാര്യാഭർത്താക്കന്മാരാവരുത്, അകന്നു പോകുന്ന കുടുംബങ്ങളാവരുത്, ജ്യേഷ്ഠനാവരുത്, അനിയനാവരുത്, എന്തിനേറെ കാരണവന്മാരാവരുത്. കുടുംബത്തെ ചേർത്ത് നിർത്താൻ സ്നേഹിക്കുന്ന, പ്രയത്നിക്കുന്ന മാന്യതയുള്ള കുടുംബങ്ങളാവണം. അവിടെ എന്തു വേണം? ഞാൻ ആദ്യം ഒരു നല്ല വാപ്പയാവണം. ഞാൻ വാപ്പയാവണേ എന്ത് ചെയ്യണം? ഞാനൊരു നല്ല ഭർത്താവാകണം. നല്ലൊരു ഭർത്താവിനെ നല്ലൊരു വാപ്പയാവാൻ പറ്റൂ. ആരാ നല്ല ഭർത്താവ്? ഒരുപാട് അധ്വാനിക്കുന്നവൻ, പൈസ ഉണ്ടാക്കുന്നവൻ അല്ല. സ്വന്തം വീട്ടിലെ പെണ്ണിനോട് ഏറ്റവും മര്യാദക്ക് പെരുമാറുന്നവൻ, സ്വന്തം വീട്ടിലെ മക്കൾക്കും കുടുംബത്തിനും വേണ്ടി മാന്യതയോടെ പെരുമാറി ചെലവഴിക്കുന്നവൻ. ആണുങ്ങളെ വില എന്ന് പറഞ്ഞാൽ ഓന്റെ ലുക്കല്ലോ. ലുക്കുള്ള പിയാപ്പിളനെ നോക്കി കരഞ്ഞ് കിടന്നുറങ്ങുന്ന പെൺകുട്ടികളുണ്ട്, കാണാൻ നല്ല മഞ്ച. നാട്ടുകാരും കുടുംബക്കാരും പറയും, എന്റെ ഭാഗ്യ അങ്ങനത്തെ ഒരു സിനിമാ നടന്റെ മാതിരി കിട്ടിയത് എന്ന്. പക്ഷെ അടുത്ത് കിടക്കുന്ന അവള് പറയും, പുറത്ത് കാണുന്ന വെളുപ്പേയുള്ളൂ, അകം മുഴുവനും കറുപ്പ.
വൃത്തികെട്ട സ്വഭാവം, തല്ലൽ, തെറിവിളിക്കൽ, ചാരത്ത് കടന്നുറങ്ങുന്ന പെണ്ണിന്റെ മനമറിയാതെ മനസ്സറിയാതെ ജീവിതത്തിന്റെ സുഖം പോലും കൊടുക്കാത്തവൻ. ഇതൊക്കെ ഇന്നത്തെ കുടുംബത്തിൽ പലരും, എല്ലാവരും അത്തരക്കാരെന്നല്ല, ഇപ്പോഴും ഉണ്ട് ഭർത്താവിനെ ഓർത്ത് ജീവിക്കുന്ന ഭാര്യമാര്. പടച്ചോനെ, ഞാൻ മരിക്കുന്നതിന്റെ മുൻപ്, അഥവാ എന്റെ ഭർത്താവിനെ മരിപ്പിച്ചിട്ട് അല്ല എന്നെ മരിപ്പിച്ചിട്ട് എന്റെ ഭർത്താവിനെ മരിപ്പിക്കാവൂ എന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട്. എന്തുകൊണ്ടാ? അയാളില്ലാതെ കാക്കല്ലാണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റൂല റബ്ബേ, അയാളില്ലാതാവുന്ന എനിക്ക് ചിന്തിക്കാൻ പറ്റൂല റബ്ബേ എന്നുള്ള മനസ്സുകൊണ്ടാ. അത് ഓന്റെ വിജയ, ഓന്റെ സ്വഭാവ. എന്നാ കയറി ചെല്ലുമ്പോൾ മനുഷ്യൻ ഇനി സഹിക്കണല്ലോ എന്ന് ആലോചിച്ചിട്ട് ഓരോ ദിവസവും തള്ളി നീക്കുന്നവരുണ്ട്. ഞാൻ പറയാറുണ്ട്, നമുക്ക് വിലണ്ടോ എന്ന് ചോദിക്കേണ്ടത് ആദ്യം കുടുംബക്കാരോടാ, നമ്മളെ പെണ്ണിനോടാ ചോദിക്കേണ്ടി. ഈ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോ ഒന്ന് കൈ പിടിച്ച് സലാം പറഞ്ഞ് അടുത്തു ഇരുന്നിട്ട് മക്കളൊക്കെ കണ്ടോട്ടെ, നിങ്ങൾ എന്തിനാ ബേജാറാവുന്നത്? സ്നേഹം എന്താണെന്ന് കുട്ടികൾ അറിയട്ടെ. അതല്ലാതെ വാപ്പാന്റെ ബൈക്കുമ്പോ പോവാൻ മടി, കൂടെ പോവാൻ മടി, അങ്ങനെയൊക്കെയാ പോ. ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ നിങ്ങൾ പോരോ? ഞാൻ പോരാ, ചേപ്പറ ഹോസ്പിറ്റലിൽ വന്ന് നിൽക്കുക. ഈ ഒരു കാര്യം ചെയ്യും, ഓട്ടോ വിളിച്ച് പോയിക്കോ. ഓട്ടോക്കാരനാണോ കൊണ്ടോണ്ട്? കൂടെ പോയിട്ട് മക്കളെക്കാൾ കൂടുതൽ പരിഗണിക്കാൻ പറ്റുന്ന പിയാപ്പിളയല്ലേ? സാഹചര്യങ്ങൾ എന്തെങ്കിലും ഇല്ലെങ്കിൽ ആരെങ്കിലും നോക്കാന്നല്ലാതെ 3.5 കൊല്ലായി പെണ്ണുങ്ങൾ സുഖേടായിട്ട് നടക്കുന്നു. ഒരു തവണ പോലും ഡോക്ടറെ കണ്ടിട്ടില്ല. മരിച്ചതിന് ശേഷം ഡോക്ടർ തെരഞ്ഞു പോകുക, ഓള് പെട്ടെന്ന് മരിച്ചിട്ടുണ്ട്, എന്തായാലും സുഖേട് എന്ന്. ഇതാണോ? മക്കള് കാണട്ടെ, രക്ഷിതാക്കള് സ്നേഹിക്കുന്നത് അറിയട്ടെ. നിന്റെ വാപ്പ ഏറ്റവും കൂടുതൽ പ്രണയിച്ചതിന്റെ അമ്മനെയാണ്, നിന്റെ അമ്മ ഏറ്റവും കൂടുതൽ പ്രണയിച്ചതിന്റെ വാപ്പനെയാണ്. അതൊരു സ്നേഹ, അതൊരു ബന്ധ. അതുകൊണ്ടാ അലിയാര് തങ്ങൾ ഫാത്തിമ ബീബി മരിച്ചു എന്ന് കേട്ടപ്പോ ആദ്യം വിളിച്ചത് ഹസനെ ഹുസൈനയ്യ. എന്നിട്ട് പറഞ്ഞു, മക്കളെ, ഉമ്മാന്റെ മയ്യത്ത് നമുക്ക് കുളിപ്പിക്കാം. 3 പേരും കൂട്ടി കുളിപ്പിച്ച് 5 വള്ളത്തുണിയിൽ പൊതിഞ്ഞ് മദീനത്തെ പള്ളി കൊണ്ടുവച്ചിട്ട് പറഞ്ഞു, നിന്റെ മണവാട്ടിയെയും നിന്റെ മക്കളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഉമ്മയെയും ഞാൻ അള്ളാഹ്ക്ക് തിരിച്ചേൽപ്പിക്കാൻ പോവുക. ഇന്ന് പെണ്ണുങ്ങളെ മയ്യത്ത് കുളിപ്പിക്കുന്നത് പോട്ടെ, വാപ്പാന്റെ മയ്യത്ത് വരെ കുളിപ്പിക്കാൻ ചിലർക്ക് അറിയൂല. നാട്ടിലാളെങ്കിലും വിളിക്കണം, ഒന്നടുത്തിരുന്നിട്ട് ചോദിക്കണം, എന്റെ സ്ഥാനം നിന്റെ മനസ്സിൽ എന്താണ്? നാട്ടുകാരെന്ത് വിലയും തന്നോട്ടെ. ഞാൻ പറയാറുണ്ട്, ഞമ്മക്ക് നാട്ടുകാരെന്ത് വിലയും തരും. അത് കുറച്ച് നമ്മൾ അഭിനയിച്ചാലും മതി, എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്താലും മതി. ഇപ്പൊ ചിലർ പറയാറില്ലേ, കല്യാണപ്പുരയിലൊക്കെ പോകുമ്പോൾ പെണ്ണുങ്ങളെ മുൻപിൽ മക്കളെയൊക്കെ എടുത്ത് 4 കൊഞ്ചിക്കലൊക്കെ കൊടുത്താൽ ചിലപ്പോൾ ബാക്കിയുള്ള പെണ്ണുങ്ങൾ പറയും, നല്ലൊരു പിയ്യാപ്പിളട്ടോ, മക്കളെ വെക്കുന്നുണ്ട്, കൊണ്ടു നടക്കുന്നുണ്ട്. പക്ഷെ ഓക്കെ അറിയുവാൻ എങ്ങനെയാണ് അവനാന്റെ വീട്ടിൽ നിന്ന് കിട്ടുന്ന സർട്ടിഫിക്കറ്റ്. അതുകൊണ്ടാ മരിച്ചു കിടക്കുന്ന അബൂസലമ റളിയല്ലാഹു അൻഹു, അബൂസലം അങ്ങനെ മരിച്ചു കിടക്കുന്നു. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ഇടക്കിടക്ക് പുറത്തേക്ക് വരും. മരിച്ച അബൂസലമാന്റെ മയ്യത്തിലേക്ക് ഒന്നിങ്ങനെ നോക്കും, പിന്നെ അകത്തേക്ക് അങ്ങ് പോവും. ഇത് കണ്ടുക്കുന്ന സ്ത്രീകൾ ചോദിച്ചു, എന്താണ് ഉമ്മു സലമ, ഈ അതിലും നല്ലത് കിട്ടാൻ വേണ്ടി പടച്ചോനോട് പറയും, പടച്ചോനോട് അങ്ങ് പ്രാർത്ഥിക്ക. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ഓടി പുറത്തേക്ക് വന്ന അബൂസലമാന്റെ മയ്യത്ത് ഇങ്ങനെ വാരി പിടിച്ചിട്ട് ആ പറഞ്ഞ സ്ത്രീകളോട് ചോദിക്കുന്നുണ്ട്, വബദില്ലി ഖൈറൻ മിൻഹ, ഇതിലും നല്ലത് കിട്ടാൻ ഞാൻ പടച്ചോനോട് പ്രാർത്ഥിക്കാനോ? ഇതിലും നല്ലത് അള്ളാഹ് എനിക്ക് എന്ത് തരാനാ? അത്രയും നല്ലതല്ലേ പടച്ചോൻ എനിക്ക് തന്നത്. ഇതൊരാണിന്റെ വിലയാ, അവനാന്റെ വീട്ടിലെ പെണ്ണിന്റെ മനസ്സിലുണ്ടാക്കുന്ന വില. ഒരു നല്ല ഭർത്താവിനെ നല്ല വാപ്പയാകാൻ പറ്റും. മക്കളെ പരിഗണിക്കണം, സ്നേഹിക്കണം, അവർക്ക് സ്ഥാനം കൊടുക്കണം, അവരുടെ കൂട്ടുകാരനാവണം, അവരുടെ മനസ്സറിഞ്ഞ് സംസാരിക്കുന്ന, ചേർന്ന് നിൽക്കുന്ന ഒരു പിതാവാകണം. ഇന്ന് സ്വന്തം മക്കളോടൊന്ന് മനസ്സ് തുറന്ന് സംസാരിക്കുന്ന സമയം പോലും കുറവാ. ഭക്ഷണം കഴിക്കൽ പോലും ഓരോരുത്തരും കുടുംബത്തിൽ ഓരോ സമയത്താ. അവിടെയൊക്കെയാ അള്ളാന്റെ ഹബീബ നബി തങ്ങൾ ഓർമ്മപ്പെടുത്തിയത്, നിങ്ങൾ ഒരുമിച്ചേ ഭക്ഷണം കഴിക്കാവൂട്ടോ. മക്കള് വന്നിട്ടില്ലേ, വരണമെന്ന് പറയണം വാപ്പ. രാത്രി 10 മണിക്ക് ശേഷമുള്ള റൂട്ടുമേലെ കറക്കം വേണ്ട മോനെ. കാരണം കുറച്ചു കാലം കഴിഞ്ഞാൽ എനിക്കൊരാലോചന വരുമ്പോ നാട്ടുകാർ ആദ്യം പറയും എന്താണെന്നറിയാമോ, ചെറുക്കനൊക്കെ വാപ്പയൊക്കെ നല്ലതാ, ചെക്കനൊക്കെ രാത്രി റോട്ടുമ കാണലുണ്ട് എന്ന്. അതിന്റെ അർത്ഥം തന്നെ പിന്നിൽ എന്തായിരിക്കും? എന്തോ അസ്വാഭാവികതയായിരിക്കും. പെണ്ണ് കിട്ടാതെ സങ്കടപ്പെട്ട് ജീവിക്കുമ്പോ പിന്നെ നാട്ടുകാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളൊരു സ്വാലിഹായ മക്കളാണെന്ന് കുടുംബത്തിനും നമ്മളും നമ്മളെ ജീവിതം കൊണ്ടും പടച്ചോനെ ബോധ്യപ്പെടുത്തി കൊടുത്ത അള്ളാഹു തരുന്നതാ റാഹത്തായ ജീവിതമൊക്കെ. അതിനെന്ത് വേണം? മക്കളെ ചേർത്ത് നിർത്തണം, അവർക്ക് സമയം കൊടുക്കണം, പരിഗണിക്കണം, അവരെപ്പരം തമാശ പറയണം, കളിക്കണം, ചിരിക്കണം, കൂടെ യാത്ര ചെയ്യണം, കൊണ്ടുപോകണം. ഇതൊക്കെ ഒരു നല്ല വാപ്പ എന്ന് പറഞ്ഞാൽ, നല്ലൊരു ഭർത്താവ് എന്ന് പറഞ്ഞാൽ. ഞാൻ പറയാറുണ്ട്, മുൻപത്തെ പ്രസംഗത്തിൽ തന്നെ കേട്ടിട്ടുണ്ടാകും ചിലര്, ആയ കാലത്തൊരു നല്ല യാത്രയൊന്നും പോകാൻ അമ്മമാര് സമ്മതിക്കൂല. ഏതെങ്കിലും സ്കൂളിലെ ടൂർ ഉണ്ടെങ്കിൽ ഉമ്മ പറയും, ഞങ്ങക്ക് കല്യാണം കഴിഞ്ഞിട്ട് ഓന്റെ പരം പോവാം. സാധു പെൺകുട്ടികൾ അത് സ്വപ്നം കണ്ട് നിൽക്കുക, കല്യാണം കഴിഞ്ഞിട്ട് ഓന്റെ കൂടെ പോവാൻ.
കല്യാണം കഴിഞ്ഞിട്ട് 18 കൊല്ലായി, 3 മക്കളും ആയിട്ടുണ്ടാകും. പക്ഷെ ഓളിപ്പോഴും മോങ്ങം വിട്ടിട്ട് ഒരു യാത്ര ചെയ്തിട്ടുണ്ടാവില്ല. ഒരു നിരങ്ങി നീറുന്ന എക്സലേറ്റർ കണ്ടാൽ അതിന്റെ അപ്പുറത്ത് വിറച്ചു നിൽക്കും. അത് മാത്രം പേടിച്ചിട്ട് മാളിലേക്ക് പോകാൻ പേടിക്കുന്നവരുണ്ട്. ഒന്നും കയ്യൊക്കെ പിടിച്ചിട്ട് ഒരു മടിയും കൂടാതെ, മറ്റുള്ളവർക്ക് അസൂയുണ്ടാക്കാനല്ല, നാളെ ഞാൻ മരിച്ചു പോകുമ്പോ അവളുടെ ഹൃദയത്തിൽ ഞാൻ ഉണ്ടാവണമെന്ന ചിന്തയോടുകൂടി ഹൃദയം അറിഞ്ഞ് സ്നേഹിക്കണം. നെഞ്ചോട് ചേർത്ത് മൂർദാബിൽ ഉമ്മ കൊടുത്തിട്ട് പറയണം, എനിക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു പെണ്ണാ നീ. എന്തൊക്കെയോ പോരായ്മ ഉണ്ടാവും, അതിപ്പോ ഞമ്മക്ക് കിട്ടുന്നതിലൊക്കെ ഉണ്ടാവും. അതിന്റെ അർത്ഥം എല്ലാം തികഞ്ഞു കിട്ടുന്നല്ല. ഈ ചില ആൾക്കാർ പ്രസംഗിക്കുമ്പോൾ കേൾക്കുമ്പോൾ വിചാരിക്കും നിങ്ങളൊക്കെ നല്ല രസത്തിൽ ഇടക്കിടക്ക് പണങ്ങലുണ്ട്, ഭയങ്കര പ്രശ്നങ്ങളായുണ്ട്, പക്ഷെ ഒരു രാത്രി പോലും മാറിക്കിടക്കാറില്ല. ഒരിക്കൽ പോലും ആ നിലക്ക് മാറ്റിക്കിടത്തുന്ന ഒരു അവസ്ഥ ഉണ്ടാവാറില്ല. ഒരു രാവിലിന്റെ അപ്പുറത്തേക്ക് ഒരിക്കലും ആ പിണക്കം കൊണ്ടുപോകരുത്. കാരണം ഒരു ദിവസം മാറിക്കിടന്ന പിന്നെ അടുത്ത പിണക്കിന് 2 ദിവസം കിടക്കാൻ തോന്നും. 2 ദിവസം കിടന്നാൽ ഒരാഴ്ച കിടക്കാൻ തോന്നും. ഒരാഴ്ച കിടന്നാൽ 30 കട്ടുമ്പോലും ഓള് താഴത്തെ ബെഡിലും ഉണ്ടാവും, അല്ലെ ഓള് സോഫയിൽ ഉണ്ടാവും, ഓൻ സോഫയിൽ ഉണ്ടാവും, ഓള് ആത്തുമായിട്ടുണ്ടാവും. മനുഷ്യര് ഹൃദയത്തിൽ സ്നേഹം ഉണ്ടാകുമ്പോഴാണ് ഏത് ബന്ധങ്ങളും മനോഹരാകുക. അത് മക്കൾക്ക് കൊടുക്കാനുള്ള ഏറ്റവും വലിയൊരു ലഹരി അതാ നമ്മുടെ കുടുംബത്തിൽ. അതുകൊണ്ടാണ് ഏറ്റവും നല്ല ആണ് ഒരാണിന്റെ സൗന്ദര്യം അവന്റെ വീട്ടിലെ പെണ്ണിന്റെ മുഖത്തുള്ള സമാധാന. അവൾ സുരക്ഷിതയാണെന്ന് അവൾക്ക് സ്വയം തോന്നുന്നുണ്ടെങ്കിൽ, അവൾ തീർച്ചയായും നിന്നെ ഓർത്ത് ആശ്വസിക്കുന്നുണ്ടെങ്കിൽ, നിന്റെ മണവും ഗന്ധവും ഇല്ലാതെ കിടന്നുറങ്ങാൻ അവളെ കൊണ്ട് പറ്റുന്നില്ലെങ്കിൽ, അവളുടെ ഓരോ നമസ്കാരത്തിലും മുസല്ലയിലെ കയ്യോർത്തുന്നതിൽ നിന്റെ മുഖം തെളിയുന്നുണ്ടെങ്കിൽ, അള്ളാന്റെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, അഹ്സനുക്കും ലിനിസാഇക്കും, ജനങ്ങളിൽ ഏറ്റവും നല്ലവൻ നീയാ. അതോടൊപ്പം തന്നെ ഉമ്മമാരോടും, ഒരു പെണ്ണിന്റെ ഏറ്റവും നല്ല സൗന്ദര്യം എന്ന് പറയുന്നത് അവളുടെ ഭർത്താവ് അനുഭവിക്കുന്ന സ്വസ്ഥതയിലും സമാധാനത്തിലുമാണ്. അവന്റെ മുഖത്തുണ്ടാകുന്ന സങ്കടം നോട്ടം കൊണ്ട് ഇല്ലാതാക്കാൻ പറ്റുന്ന പെണ്ണ്, അവന്റെ വേദനകൾ വാക്കുകളെ കൊണ്ട് തിരുത്തി കൊടുക്കാൻ പറ്റുന്ന പെണ്ണ്, അവന്റെ വേർപ്പിന്റെ വില മക്കൾക്ക് മുൻപിൽ ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന പെണ്ണ്. ഇന്ന് പല കുടുംബത്തിലും ഉമ്മാരെ ഞാൻ കുറ്റം പറയാന്ന് കരുതരുത്. ചില തോന്നിയാസങ്ങൾക്കൊക്കെ, കൈവിട്ട വാവിട്ട കളിക്കൊക്കെ കൂട്ടുനിൽക്കാൻ ചിലന്മാര് തയ്യാറാകും. പല കുടുംബത്തിലും ആ രീതിയിലുള്ള ബന്ധങ്ങൾ മക്കളെടുത്തുന്നുണ്ടാകുമ്പോൾ വാപ്പ നിർബന്ധ ബുദ്ധിയോടുകൂടി പറയും, വാപ്പയാ പുറത്തിറങ്ങുന്നത് മക്കളെ ഇങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ. ഉപദേശിക്കാൻ വാപ്പ വരുമ്പോഴേക്ക് ഉമ്മ മറിഞ്ഞു നിട്ട് പറയും, നിങ്ങളൊന്ന് നിർത്തിക്കാളി, ഓൽക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കട്ടെ. മക്കൾക്ക് മുൻപിൽ പോലും വാപ്പാന്റെ സ്ഥാനം വാങ്ങിക്കൊടുക്കാത്ത അമ്മമാരുണ്ട്. ഏത് തെറ്റിനും മക്കളെ ന്യായീകരിച്ച് വാപ്പാനെ കുറ്റപ്പെടുത്തുന്നവരുണ്ട്. ഇത് തിരിച്ചുണ്ട്. ഉമ്മാനെ കുറ്റപ്പെടുത്തും, ഉമ്മാക്ക് ഭയങ്കര ദീനാ മക്കളെ, ഉമ്മാന്റെ ദീനൊന്നും ഉണ്ടാവാത്ത നല്ല എന്ന് കളിയാക്കുന്നവരുണ്ട്. ദീൻ ആർക്കുണ്ടായാലും നമ്മൾ അംഗീകരിക്കണം. അതൊരു ഈമാന്റെ മനസ്സാ, അതൊരു ഇഖ്ലാസ് ഉള്ള മനസ്സാ. ഞാൻ പറയാറുണ്ട്, ഇസ്ലാമിൽ എന്തെങ്കിലും കാര്യങ്ങൾ കേൾക്കുമ്പോ പടച്ചോനെ അത് ശരിയാ, ചിലപ്പോ നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ലെങ്കിലും അങ്ങനെ ഒരു സംഭവേ അല്ലട്ടോ, ബുദ്ധിക്ക് അത് ശരിയാവൂല നല്ല ചിന്തിക്കണ്ട്. ഇസ്ലാമിൽ അതുണ്ടെങ്കിൽ ഞാൻ അംഗീകരിച്ചു, ചിലപ്പോ എനിക്ക് പറ്റിപ്പോവാറുണ്ട് എന്ന് ചിന്തിക്കുന്നിടത്താ മര്യാദ, മാന്യത. എന്നിട്ട് മക്കളോട് പറഞ്ഞു കൊടുക്കണം, മക്കളെ വാപ്പാന്റെ ആയുസാണ് നിങ്ങളുടെ ജീവിതം, വാപ്പാന്റെ വേർപ്പ് പറ്റലാണ് നിങ്ങളുടെ ആരോഗ്യം. ഇന്നും പകലന്തിയോളം കുടുംബത്തിന്റെ ഭാരമേറ്റെടുത്ത അന്നു മുതൽ കണക്ക് പറയാതെ ഉള്ളതെല്ലാം നുള്ളിപ്പെറുക്കിയ ഒരു വാപ്പ കുടുംബത്തിന് വേണ്ടി ജീവിച്ചതുകൊണ്ടാ നിങ്ങൾ സ്വസ്ഥതയോടെ ജീവിക്കുന്നത്. നിങ്ങൾ അനുഭവിക്കുന്ന സമാധാനം, നിങ്ങളെ മക്കളുടെ ഭക്ഷണം, എന്തിന് നിർഭയത്വത്തോടുകൂടി നിങ്ങൾ കിടന്നുറങ്ങുന്നത് പോലും ആ ഭർത്താവ് കൂടുള്ളതുകൊണ്ടാ, ഓന്റെ ആയുസ്സുള്ളതുകൊണ്ടാ, ഓന്റെ വേർപ്പ് പറ്റുന്നതുകൊണ്ടാ. ആ ആണിന്റെ മനസ്സറിയാനും പറ്റാനും ആ വാപ്പ നയിച്ചിരുന്ന പൈസക്ക് 1 കോടിയുടെ വിലണ്ട് മക്കളെ എന്ന് പഠിപ്പിച്ചു കൊടുക്കാനും ഉമ്മാർക്ക് ബാധ്യതയുണ്ട്. അവരാ നല്ല ഉമ്മ. പക്ഷെ ഇന്ന് പല കുടുംബങ്ങളും ഇൻസ്റ്റഗ്രാമിലാണ്. 15 സെക്കൻഡിന്റെ ഇൻസ്റ്റഗ്രാം കണ്ടിട്ട് മൂപ്പരെന്നെ ആലോചിക്കാണ്, എനിക്ക് കിട്ടിയത് എന്തോ ഒരു ചങ്ങായിനെയാണ്. ഓൻ ചിന്തിക്കാണ്, എനിക്ക് കിട്ടിയത് എന്തോ ഒരു തീരെയാണ്. അഭിനയിച്ച് പ്രതിഫലിപ്പിക്കുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ ഉമ്മത്തിലെ കുടുംബങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയൊരു ഭീകരത എന്താണെന്നറിയോ? ഈ നാശം പിടിച്ച ഇൻസ്റ്റഗ്രാം പോലെയുള്ള ജീവിതത്തിന്റെ അഭിനയവേഷങ്ങൾ നമ്മളെ കുടുംബത്തിലേക്ക് കയറി വന്നതാ. പൈസ ഉണ്ടാക്കാനും ആരാന്റെ കുടുംബത്തിലേക്ക് കുത്തിത്തിരിപ്പുണ്ടാക്കാനും അവനവന്റെ നേട്ടത്തിനും ഷോക്കും വേണ്ടി തോന്യാസങ്ങൾ പടച്ചുവിടുന്നവന്റെ 15 സെക്കൻഡിന്റെ ഇൻസ്റ്റഗ്രാം കണ്ട് ഒരിക്കലും ഒരു കുടുംബത്തങ്ങൾ വിലയിരുത്തരുത് കേട്ടോ. അത് നാശത്തിലേക്കുള്ള പോക്ക. കാരണം ഏത് മനുഷ്യർക്കും പടച്ചം കൊടുത്തൊരു നിയമത്തുണ്ട്, ജീവിതമുണ്ട്. അതങ്ങനെ തന്നെ അംഗീകരിക്കണം. ഈ ക്യാമറ കണ്ടിട്ടുള്ളതും നിങ്ങൾ വിശ്വസിക്കണ്ട. ഞാൻ പറയാറുണ്ട്, നമ്മൾ സെൽഫി എടുക്കുമ്പോ എങ്ങനെയാ? ഇപ്പൊ ഞാനൊരാളോട് പറയാം, ഞങ്ങളൊക്കെ ഒരു സെൽഫി അയച്ചേരി,
അയാൾ ഇപ്പുള്ള കോലത്തിലാണോ അയച്ചത്? അല്ല. ആദ്യം കുറെ എണ്ണം ഞെക്കുന്തിന, ചുണ്ടിനേശം ചോപ്പ് വേണം, മുഖത്തിനേശം കൊഴുപ്പ് വേണം, എന്നിട്ട് അത് നിൽക്കന്നെ അങ്ങനെ. ഞാൻ പറയാറുണ്ട്, ഈ പെൺകുട്ടിയൊക്കെ എന്നോട് ദേഷ്യം തോന്നാനും പാടില്ല. പാണുങ്ങളൊക്കെ ഒരു ഫോട്ടോ എടുക്കുകയാണെങ്കിൽ നല്ലോണം അങ്ങനെ എടുത്തിട്ട് കാര്യം കഴിക്കും. പെൺകുട്ടികളാണെങ്കിൽ 3-4 ഉണ്ടാവും. ഒന്നിങ്ങനെ ചുണ്ട് കൂർപ്പിച്ചതുണ്ടാവും, ഒന്നിങ്ങനെ കണ്ണ് വിടർത്തിയുണ്ടാവും, 4 അങ്ങോട്ട് ഇരിഞ്ഞുണ്ടാവും, 3 ഊര കാണിക്കുന്നുണ്ടാവും, 4 മരക്കൊമ്പിലുണ്ടാവും. എന്തൊരു ആഭാസത്തരത്തിലാണെന്നറിയോ? ഇത് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുക, ആസ്വദിപ്പിക്കാൻ കൊടുക്കുക. ഒരു ക്യാമറ കണ്ട അഭിനയിക്കുന്നതാ എല്ലാവരും. കേരളത്തിലെ പലതും എടുത്തു നോക്കൂ, എത്ര കുടുംബങ്ങളിൽ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ക്യാമറന്റെ മുൻപ് കണ്ട ആൾക്കാർ പറയും എന്തൊരു ജീവിത, എന്തൊരു മനോഹരാണ്. ഇൻസ്റ്റഗ്രാമിന്റെ ഒക്കെ ക്യാപ്ഷൻ വായിച്ചിട്ടും അതിൽ വരുന്ന ചെറിയ സ്റ്റാറ്റസ് വീഡിയോകൾ കണ്ടിട്ടും ഏതോ മായാലോകത്ത് സ്വപ്നം കണ്ടു കിടക്കുന്നവരുണ്ട്. ലോകത്ത് ഏറ്റവും മനോഹരമായിട്ട് ജീവിച്ച ഒരു പ്രണയകാവ്യുണ്ടെങ്കിൽ അത് അലി ഇബ്നു അബീ ത്വാലിബും ഫാത്തിമ ബീവിയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ഖദീജ ബീവിയും. അതുകൊണ്ടാണല്ലോ ഒരു വലിയ യാത്ര കഴിഞ്ഞ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് തിരിച്ചു വരിക. ഞാൻ അവസാനിപ്പിക്കുക. തിരിച്ചു വരുന്ന സമയത്ത് നേരം പുലർച്ചയായിട്ടുണ്ട്. ആ സമയത്ത് ഇങ്ങനെ നോക്കുമ്പോ കാണുന്നത് ഫാത്തിമ ബീവി പല്ലേച്ചൊണ്ടിരിക്കുക. ദൂരത്ത് ഇരുട്ടത്ത് നിന്ന് ഫാത്തിമ ബീവിന്റെ നേരെ നോക്കിയിട്ട് അലിയാര് തങ്ങൾ ഒരു പാട്ടുപാടും. ഫാത്തിമ, എന്നേക്കാൾ മുൻപ് നിന്റെ അതരങ്ങൾ കീഴടക്കിയ കൊള്ളിക്കഷണത്തോട് പറ, അതെന്റെ അതരങ്ങളാണെന്നും ആ അതരങ്ങൾ എനിക്കുള്ളതാണെന്നും. അലി റളിയല്ലാഹു അൻഹുവിന്റെ ശബ്ദം ഇരുട്ടത്തുനിന്ന് കേട്ടപ്പോ ആ കൊള്ളിക്കഷണം ഇങ്ങനെ വലിച്ചെറിഞ്ഞിട്ട് ഫാത്തിമ ബീവി ചുണ്ടിങ്ങനെ കാണിച്ചിട്ട് പറയും, അലി, ആ അതരങ്ങൾ ഒരു രാവ് മുഴുവൻ കരഞ്ഞിരിക്കുകയായിരുന്നു. ആ അതരം താങ്കളെ കൊതിക്കുന്നുണ്ട് അലി. എത്ര മനോഹര മനുഷ്യരെ! ഇതിലും നല്ല ഏത് വാക്യമാ ഇന്ന് യൂട്യൂബുകാരനും സിനിമക്കാരനും ഇറക്കിയിട്ടുള്ളത്? ഇപ്പൊ ഞാൻ പറയാറുണ്ട്, സിനിമയിലുള്ളതൊക്കെ മക്കൾ അഡിക്റ്റ് ആയതുള്ള പാട്ടുകളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. വയലൻസ്. ഒരു വാപ്പനോട് സങ്കടം വിളിച്ചിട്ട് പറഞ്ഞു കൊലയ്ക്കാൻ നിൽക്കുന്ന വായന്റെ അടുത്ത് പോയി നോക്കുമ്പോ എല്ലാത്തിനും കുത്തു കിട്ടിയിട്ടുണ്ട്. ഞാൻ ചോദിച്ചു എന്താ കാരണം? ഏതോ ചെക്കൻ ഒരു സിനിമ കണ്ടതാ, പിന്നെ ഓന് വായന ഇങ്ങനെ പൊത്തിപ്പിടിച്ച് കുത്തുന്നതാ കാണുന്നത്. മക്കൾ അഡിക്റ്റ് ആകുക സിനിമക്ക്. അതിൻ്റെതായ രീതിയിലേക്ക് ആ ചിന്തകൾ പോകുന്നത്. അതുകൊണ്ടാണല്ലോ അവരെ ഹൃദയത്തിലേക്ക് ആ തോന്നിയാസങ്ങൾ കുത്തിവെച്ചതും. എന്തുകൊണ്ട് ക്യാമ്പസുകൾ കുരുതിക്കളങ്ങളായി? എത്ര മക്കൾ കൊല ചെയ്യപ്പെട്ടു? ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് പോലും കേരളത്തിലെ ഒരു പാവപ്പെട്ട കുടുംബത്തിലെ ചെറുപ്പക്കാരൻ കുട്ടിയെ ക്ലോസറ്റിലേക്ക് മുഖം താഴ്ത്തി, പിന്നീട് മറ്റൊരു കുട്ടിയെ കാലിന്റെ കണങ്കാലിന് കോമ്പസ് കൊണ്ട് കുത്തി. എന്തൊക്കെ പീഡനങ്ങൾ, എന്തൊക്കെ രീതിയിലുള്ള റാഗിങ്ങുകൾ! കാരണം കേൾക്കുന്നത് എങ്ങനെയാ? പേന കത്തികൊണ്ട് വിദ്യാരംഭം കുത്ത് ഹരിശ്രീ. മാതാപിതാക്കളെ മാപ്പ്, ഇനി അങ്ങോട്ട് തന്നിഷ്ട പോക്ക്, ഉന്നമ്മറന്നൊരു പോക്ക്, ഉപദേശമോ മതിയാക്ക്, തോന്യാസമാണ് എന്റെ അഭ്യാസം, അതാണ് എൻ വിദ്യാഭ്യാസം. ഇതാ മക്കളെ മനസ്സിൽ, ഇതാണ് പ്രചരിപ്പിക്കപ്പെടുന്നത്. ഇതിനനുസരിച്ചിട്ടാ വാപ്പയും കല്യാണപ്പരയെന്ന് തുള്ളുന്നത്. ഇതിനു വേണ്ടിയിട്ടാ പലരും പൈസ ചെലവാക്കുന്നത്. ഈ രീതിയിൽ കുടുംബ സംവിധാനങ്ങൾ തകർന്നുകൊണ്ടിരിക്കുമ്പോ ഒന്നിരുന്ന് അരമണിക്കൂർ ഇരുന്ന് നമ്മളെ വീട്ടിൽ നമുക്കൊരു ചിട്ട കൊണ്ടുവരാൻ പറ്റണം. എങ്ങനെയൊക്കെ ജീവിക്കണം, ഏതൊക്കെ നിലക്ക് മുൻപോട്ട് പോകണം, എങ്ങനെയൊക്കെ നമുക്ക് നമ്മളെ മക്കളെ രക്ഷപ്പെടുത്താൻ പറ്റും. അവരെ കൂടിയിരിക്കണം, കൂടെ കൊണ്ടുപോകണം, യാത്ര ചെയ്യണം. പരസ്പരം ബഹുമാനിക്കുന്നുണ്ട്, പരിഗണിക്കുന്നുണ്ടെന്ന് മക്കൾക്ക് തോന്നണം. ഒരൊറ്റ വാക്കും കൂടി, ഉമ്മാന്റെ കഴുത്തറുത്ത താമരശ്ശേരിയിലെ ചെറുപ്പക്കാരൻ കോടതി മുറിയിൽ വെച്ച് സർവ്വ മനുഷ്യരെയും ചൂണ്ടിപ്പറഞ്ഞൊരു വാക്കുണ്ട്, എന്റെ ഈ കാരണത്തിന് നിങ്ങളും കൂടി കാരണക്കാരാ. 2ാമത്തെ വയസ്സിൽ ഉപ്പ ഉപേക്ഷിച്ചു പോയ അന്നു മുതൽ എനിക്കൊരു വാപ്പയുടെ സ്ഥാനം തന്നെ ഒന്ന് ഗുണദോഷിക്കാൻ എനിക്കൊരു പിതാവില്ലായിരുന്നു. പാടില്ല മോനെ എന്ന് പറയാൻ, ചേർത്ത് നിർത്തിയ ഒരു പിതാവിന്റെ സമാധാനം തരാൻ, ഒരു സുഹൃത്തിന്റെ തലോടൽ തരാൻ, ഒരു വാപ്പാന്റെ അനുകമ്പ തരാൻ എന്നെ ഒരാളും ചേർത്ത് പിടിച്ചിട്ടില്ല, എന്നെ ആരും സഹായിച്ചിട്ടില്ല. റമദാനിന്റെ രാവുകളിൽ ആരെങ്കിലും കൊണ്ടെത്തരുന്ന കിറ്റിന്റെ പേരിൽ മാത്രം ഏതെങ്കിലും ഒരു യത്തീം മക്കളെ സ്നേഹിച്ചാ പോരെന്നും, മറിച്ച് യത്തീം മക്കളോട് സ്വന്തം മക്കളെ പോലെ പെരുമാറണമെന്നും ഈ ഉമ്മത്തിനെ ബോധ്യപ്പെടുത്തി കൊടുത്ത ലോകത്തിന്റെ ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചൊരു വാക്കുണ്ട്, നിങ്ങൾ ഓരോ മക്കളുടെയും ജീവിതത്തിന്റെ ഏറ്റവും വലിയ പ്രകാശങ്ങളാവണം. കണ്ടുപിടിക്കാൻ, ചേർത്ത് നിർത്താൻ, അവർക്ക് ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ. അങ്ങനെ കുടുംബത്തിൽ പട്ടിണിയാണെങ്കിൽ പോലും എനിക്കെന്റെ കുടുംബമാണ് സ്വർഗമെന്ന് മക്കൾക്ക് തോന്നണം. അത് കണ്ടിട്ടവര് ദാമ്പത്യം ആഗ്രഹിക്കണം, അത് കണ്ടിട്ടവരെ മക്കളെ പോറ്റാൻ പൂതി വെക്കണം, അത് കണ്ടിട്ടവർ വീടുണ്ടാക്കാൻ ആഗ്രഹിക്കണം, അത് കണ്ടിട്ടവർ നീതിയോടെ കുടുംബത്തെ സ്നേഹിക്കുന്ന നീതിയുടെ മക്കളായി മാറണം. ആ രീതിയിലെ നമുക്കിനി കുടുംബത്തെ സംവിധാനിക്കാൻ സാധിക്കൂ. ആ രീതിയിലേക്കുള്ളൊരു മാറ്റത്തിനാവട്ടെ
നമ്മളുടെ ഓരോരുത്തരുടെയും ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിലേക്ക് 7ാം ക്ലാസ്സിലെത്തുന്ന മദ്രസ വിദ്യാർത്ഥിക്ക് 7ാം ക്ലാസ്സോടുകൂടി അവസാനിക്കേണ്ടതല്ല ദീനീ ബോധം. അല്ല, 7ാം ക്ലാസ്സിലെത്തുന്ന ഒരു കുട്ടിയുടെ പ്രായത്രയാ 12 വയസ്സ്. 12 വയസ്സ്. ചിലരൊക്കെ പറയും, ഓ മോങ്ങത്ത് മുജാഹിദ് മദ്രസയിൽ 7 വരെ പോയതാണ്. 7ാം വയസ്സ് അല്ലെങ്കിൽ 7ാം ക്ലാസ് എന്ന് പറഞ്ഞാൽ 12 വയസ്സ്. ഒരു കുട്ടിയുടെ കുട്ടിത്തം. 13ാമത്തെ വയസ്സ് മുതൽ അവൻ ടീനേജുകാരനാ. എന്തുകൊണ്ടാ 13 മുതൽ ടീനേജ് എന്ന് പറയാനുള്ള കാരണം? 13, 14, 15 ഏതുവരെ? 20 വരെ. 12 മുതൽ അങ്ങോട്ടുള്ള 8 കൊല്ലം കെട്ടയിച്ചിട്ട കുതിരയുടെ പ്രായമാ മക്കള്. മദീന പള്ളിയിൽ വെച്ച് ഉമർ ഇബ്നുൽ ഖത്താബ് ഓർമ്മപ്പെടുത്തിയില്ലേ, അൽ ശാബു ശുഅബത്തു മിനൽ ജുനൂൻ. അതൊരു ഭ്രാന്തമായ സമയമാ. എന്തിനോട് മോഹം തോന്നുന്ന സമയം, എന്തും ആഗ്രഹിക്കുന്ന സമയം. ശരീരം വളരും, ശരീരത്തിന്റെ വികാരം വളരും. ശരീരം വികാരം പുറത്തേക്ക് കൊണ്ടുവരുന്ന അടയാളങ്ങളെ കാണിക്കും. സ്വയം വാപ്പയാകാൻ ആഗ്രഹിക്കും, സ്വയം ഉമ്മയാകാൻ പൂതിയാവും. ആ കാലഘട്ടത്തിൽ മക്കളുടെ ടീനേജ് പ്രായത്തിൽ കൊടുക്കേണ്ടത് കൃത്യമായിട്ട് നിങ്ങൾ കൊടുക്കണം. 7ാം ക്ലാസ് വരെ മദ്രസയെ പറഞ്ഞയച്ച് 12ാം വയസ്സ് വരെ മുത്തക്കിയായിരുന്നു എന്നും പിന്നെ 8ാം ക്ലാസ്സിലേക്ക് ചേർന്നത് മുതലാ ഓന്റെ കൂട്ടുകെട്ട് മോശമായതെന്നും 10ാം ക്ലാസ് കഴിഞ്ഞപ്പോഴാ എന്റെ കുട്ടി ആകെ കൈവിട്ടോയതെന്നും ആശങ്കപ്പെടുന്നത് കണ്ടോണ്ട് തന്നെയാ അല്ലാഹുവിന്റെ ഹബീബ് ഓർമ്മപ്പെടുത്തിയത്. ആ പ്രായത്തിൽ നിങ്ങൾ അവന്റെ കൂടെയുണ്ടാവണം, അവനെ ചേർത്ത് പിടിക്കണം, അവളെ ചേർത്ത് പിടിക്കണം. ആ ടീനേജ് പ്രായത്തിൽ അവർക്ക് കൊടുക്കേണ്ടത് കൊടുക്കണം. എന്താണ് മതമെന്ന്, എന്താണ് ദീനെന്ന്, അവർക്ക് ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണെന്ന് അറിയിച്ചു കൊടുക്കാൻ MSM കണ്ടിന്യൂസ് റിലീജിയസ് എഡ്യൂക്കേഷനുമായി മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ കൗമാര വിഭാഗം വന്നു. CRE കണ്ടിന്യൂസ് റിലീജിയസ് എഡ്യൂക്കേഷൻ. നമ്മളെ മക്കള് പോയിട്ടുണ്ടോ? ആ തുടർ മതവിദ്യാഭ്യാസത്തിന് നമ്മളെ മക്കള് പങ്കെടുത്തിട്ടുണ്ടോ? ഏകദേശം +2 വിദ്യാഭ്യാസം എത്തുമ്പം ആ +2 കാരന് വേണ്ടി ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് ഹൈസെക്കുകൾ സംഘടിപ്പിക്കപ്പെട്ടു. നമ്മളെ മക്കള് പോയോ? 2 ദിവസം നിറഞ്ഞു നിൽക്കുന്ന, 1 ദിവസം നിറഞ്ഞു നിൽക്കുന്ന വ്യത്യസ്ത സെഷനുകളിൽ മക്കൾക്ക് ഹൈസെക്കുകളിൽ പങ്കെടുക്കാൻ പറ്റിയോ? കൊണ്ടുപോയിട്ടുണ്ടോ? പറഞ്ഞയച്ചിട്ടുണ്ടോ? അവർക്ക് വേണ്ടി വഴി കാണിച്ചു കൊടുത്തിട്ടുണ്ടോ? ഇനി പ്രൊഫഷണൽ മേഖലകളിലേക്ക് എത്തി. പ്രോഫ് കോണുകൾ കേരളത്തിന്റെ ഓരോ മെഡിക്കൽ കോളേജുകളിൽ, പ്രൊഫഷണൽ സ്ഥാപനങ്ങളിലുള്ള ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ അവരുടെ പ്രൊഫഷണൽ വിദ്യാഭ്യാസത്തോടൊപ്പം ദീന് കൊണ്ടു നടക്കാൻ വേണ്ടി പ്രോഫ് കോണുകളെ തെരഞ്ഞെടുത്തു. നമ്മളോ? നമ്മളെ മക്കൾ അവിടെയുണ്ടോ? ബാംഗ്ലൂരിൽ പഠിക്കുന്നവൻ, മൈസൂരിൽ പഠിക്കുന്നവൻ, ഡൽഹിയിൽ പോയവൻ, നാട്ടിലെ പേരുകേട്ട സ്ഥാപനത്തിൽ പഠിക്കുന്നവൻ ആ പ്രോഫ് കോണിൽ എത്തിയിട്ടുണ്ടോ? പെൺകുട്ടികൾക്കുള്ള വനിതാ വിങ്ങിന്റെ ഖുർആൻ ക്ലാസുകൾ, പെൺകുട്ടികൾക്കുള്ള ക്ലാസുകൾ, സയൻസ് വിദ്യാർത്ഥികൾക്കുള്ള സയൻസ് സമ്മേളനങ്ങൾ, ISM-ന്റെ യൂത്ത് മീറ്റുകൾ, MSM-ന്റെ MGM-ന്റെ പരിപാടികൾ, ഇവിടെയൊന്നും നമ്മളെ മക്കളില്ല. മക്കളില്ലെങ്കിൽ ഉണ്ടാവണം, ചേർത്ത് പിടിക്കണം. പിടിച്ചുകൊണ്ടുവരാനല്ല, മാന്യതയോടെ സ്നേഹത്തിരിയായി ചേർത്ത് നിർത്തി പറയാൻ പറ്റണം, മക്കളെ നിങ്ങൾ വിദ്യാഭ്യാസം നേടിക്കോ, ലോകം കീഴടക്കുന്ന അധ്യാപനത്തിലേക്ക് നിങ്ങൾ പോയിക്കോ, ലോകത്തിന്റെ ശാസ്ത്ര പുരോഗതിയുടെ വെള്ളിടികളായി നിങ്ങൾ മാറിക്കോ. എന്നാലും കൺമുൻപിൽ വരുന്ന ഒരു സാധു രോഗിയോട് കൈക്കൂലി വാങ്ങുന്ന വിദ്യാഭ്യാസം നിനക്ക് പാടില്ല മോനെ. നീ ഒരു എഞ്ചിനീയർ ആണെങ്കിൽ സിമന്റിലും കമ്പിയിലും കൃത്രിമം കാണിക്കുന്ന ഒരു M.Tech-കാരൻ B.Tech-കാരൻ ആവരുത് മോനെ. നീ ഒരു അധ്യാപകനാണെങ്കിൽ, നീ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിലുണ്ടെങ്കിൽ നിനക്കതിന്റെ ഉത്തരവാദിത്വം ദീനീ ചിട്ടയോടെ കൊണ്ടു നടക്കാൻ പറ്റണമെങ്കിൽ നീ പഠിച്ചോ, സ്ഥാപനങ്ങൾ തേടിക്കോ, തെരഞ്ഞോ, വലിയ വിദ്യാഭ്യാസം നീ കണ്ടെത്തിക്കോ. എങ്കിൽ അതോടൊപ്പം നിനക്ക് നിന്റെ സൃഷ്ടാവിന്റെ ബോധമുണ്ടാവണം. അത് വാപ്പാക്ക് മരിച്ചാലും കിട്ടേണ്ടതാ. കാരണം ലക്ഷങ്ങൾ കടം വാങ്ങിയും നയിച്ചും സങ്കടപ്പെട്ടും ഈ വാപ്പയും ഉമ്മയും നിന്നെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ, നിനക്ക് വിദ്യാഭ്യാസം നേടി തന്നിട്ടുണ്ടെങ്കിൽ, നാളെ അവർ കബർ കിടക്കുന്ന അന്ന് ഒരു രോഗിയുടെ കണ്ണുനീര് നീ കാരണം തിരുത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഒരാളുടെ വേദന നീ കാരണം മാറിയിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു സാധുവിന്റെ സങ്കടം നീ കാരണം മാറിപ്പോയിട്ടുണ്ടെങ്കിൽ, ആ കൂലി നിനക്ക് വേണ്ടി ചോരന്നീരാക്കിയ നിന്റെ വാപ്പാന്റെ കബറിലേക്ക് കിട്ടും, നിന്റെ ഉമ്മാന്റെ കബറിലേക്ക് കിട്ടും. ആ കിട്ടാൻ വേണ്ടി മക്കളെ നിങ്ങൾ ഒരുങ്ങണമെന്ന് മക്കൾക്ക് ബോധ്യപ്പെടുത്തി കൊടുത്ത്, അവരെ ജീവിതത്തിലേക്ക് ചേർത്ത് നിർത്തി, ലഹരിയുടെ മഹാവിപത്തിനെ കുറിച്ച് ബോധ്യപ്പെടുത്തി കൊടുത്ത്, അവരെ നമുക്ക് നമ്മളുടെ നാളെയുടെ കാവലാളവുകളാക്കാൻ പറ്റണം. നാളെ നമ്മുടെ സമൂഹത്തിന്റെ നേതൃസ്ഥാനത്തേക്ക് അവർ കൊണ്ടുവരണം. നാളെ സമൂഹത്തിന്റെ ഏറ്റവും വലിയ ചുണ്ടുപലകയായി നമ്മളെ മക്കൾ മാറണം. ആ മാറ്റത്തിനാവട്ടെ
ഈ ഒരു തുടക്കമെന്നും ഈ ഒരു പ്രഭാഷണമെന്നും ഓർമ്മപ്പെടുത്തി ഇതിനേക്കാൾ മനോഹരമായ റബ്ബിന്റെ സ്വർഗത്തിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഒരുമിപ്പിച്ചു കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും ചെയ്തുപോയ എല്ലാ പാപങ്ങളും അള്ളാഹു നമുക്ക് പുറത്തു മാപ്പാക്കി നൽകുമാറാകട്ടെ. മരണപ്പെട്ടുപോയ സഹോദരീ സഹോദരന്മാർ, മാതാപിതാക്കൾ, മക്കൾ, ഭാര്യമാർ, ഭർത്താക്കന്മാർ എല്ലാവരുടെയും ഖബറ് അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അള്ളാഹുവെ, ബാധ്യതകളിൽ ജീവിക്കുന്നവരുണ്ട്, കടത്തിൽ പെട്ടുപോയവരുണ്ട്, ഹറാമായ ലോണ് പോലെയുള്ള സാമ്പത്തിക ഇടപാടുകളിൽ പെട്ടുപോയവരുണ്ട്. എല്ലാം നന്നായി നല്ല ഐഷത്തോടുകൂടി ആഫിയത്തോടെ ബാധ്യതകൾ തീർത്ത് ജീവിക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണമേ. നാദാ, കൺകുളിർമയുള്ള മക്കളെയും ഭാര്യയെയും ഭർത്താവിനെയും കുടുംബത്തോടൊപ്പം സ്നേഹത്തോടെ പരസ്പരം ജീവിക്കാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ തൗഫീക്ക് നൽകണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഉ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. اللهم انصر لغزة. റബ്ബേ, ഗസയിലടക്കം ലോകത്തിന്റെ നാനാഭാഗത്ത് ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങൾക്ക് ആത്യന്തികമായ വിജയവും സമാധാനവും നീ എളുപ്പം നൽകണമേ നാഥാ. ഓരോരുത്തർക്ക് അഭയം നൽകി എല്ലാ സമൂഹത്തിനും സന്തോഷം നൽകി പരസ്പരം സ്നേഹിച്ചും സമാധാനത്തോടെയും ജീവിക്കാൻ ഭൂരിപക്ഷ ന്യൂനപക്ഷ തീവ്രവാദ ഫാസിസ ചിന്തകളിൽ നിന്ന് ഞങ്ങളെ നാടിനെയും കുടുംബത്തെയും നീ കാത്തുരക്ഷിക്കണമേ. അല്ലാഹുവേ, മുൻകഴിഞ്ഞുപോയ പണ്ഡിതന്മാർ, അവസാനം യാത്ര ചോദിച്ച എം മുഹമ്മദ് മദനി അടക്കമുള്ള നിരവധി പണ്ഡിതന്മാർ, കേരളത്തിന്റെ മുക്കുമൂലകളിൽ ദീനിന്റെ വെളിച്ചമെത്തിക്കാൻ അഹോരാത്രം പ്രയത്നിച്ച ആ സാധുക്കളായ പണ്ഡിതന്മാർക്ക് അർഹിച്ച പ്രതിഫലം നൽകി അവരുടെ ഖബർ ജീവിതം ധന്യമാക്കി കൊടുക്കണേ. ഇനിയും മുന്നോട്ടുള്ള ജീവിതത്തിൽ റബ്ബിന്റെ ദീനിനെ ഹൃദയത്തോട് ചേർത്ത് നിർത്തി നല്ലൊരു കുടുംബമായി, നല്ലൊരു മക്കളായി, നല്ലൊരു മാതാപിതാക്കളായി ജീവിക്കാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തൗഫീക്ക് നൽകണമേ. അവസാനമായി നിങ്ങളുടെ ദുആയിൽ എന്നെയും നിങ്ങൾ ഉൾപ്പെടുത്തണം. ഒരുപാട് യാത്ര ചെയ്യുന്ന ആളാണ്, ഒരുപാട് ദഅവത്ത് നടത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇനിയും നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞാൻ ഉണ്ടാവണം. എന്റെ പ്രാർത്ഥനയിൽ നിങ്ങൾ എല്ലാവരും ഉണ്ടാകും. വാക്കുകൾ എവിടെങ്കിലും അതിരുകടന്നുപോയിട്ടുണ്ടെങ്കിൽ അതൊന്ന് പൊരുത്തപ്പെട്ട് തരുകയും വേണം. വസല്ലല്ലാഹു അലാ നബീന. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.